ഓക്കെ, കേൾക്കാലോ അല്ലേ? ഓക്കെ. യെസ്, എനിക്ക് മടുത്തു. ജസീമിനും മടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാം മത വിമർശനം കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ പറയാൻ വേണ്ടി എടുക്കുന്ന വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ വിഷയങ്ങൾ. ഇപ്പോൾ ഗാസ, ഇസ്രായേൽ, പാലസ്തീൻ, പിന്നെ മോദി, ഇപ്പുറത്ത് ഒവൈസി, അതുപോലെ രാഹുൽ ഗാന്ധി. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സാധനം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതും ഈ മതവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. ജനസംഖ്യ സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്ത പറഞ്ഞിങ്ങനെ നിർത്തി. ഇന്നിപ്പോൾ വീണ്ടും അത് സംബന്ധിച്ച് വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുകയാണ്. 45% മുസ്ലിങ്ങളുടെ ശതമാനം, 40%-ലധികം, 43 ഓർമ്മ, ജനസംഖ്യ ഇന്ത്യയിൽ വർദ്ധിച്ചത് മുസ്ലിങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളത് കുറയുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റൊന്നും വലിയ സംഭവമായിട്ടൊന്നും ആരും പൊക്കിക്കൊണ്ട് വരുന്ന പോലുമില്ല. എന്താണെന്നറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചർച്ചയായാലായി. കാരണം ഇതിൽ സംഖ്യകൾക്ക് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് നമ്മളുടെ ഈ ഒരു ലൈവിലേക്ക് പ്രത്യേകിച്ചും നമ്മളുടെ ശ്രോതാക്കളായിട്ട് വരുന്ന ആളുകൾ, നമ്മൾ പ്രേക്ഷകരായിട്ട് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുറേ വിശ്വാസികൾ വരാറുണ്ട്. ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ വാടാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടി ഞാനിവിടെ ഒന്ന് വെൽക്കം ചെയ്യാണ്. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങോട്ട് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മളുടെ വിശ്വാസികൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ നടത്തുന്ന ഈ ഒരു വീഡിയോയുടെ ഭാഗമായിക്കൊണ്ട്, അതിലെ വിഷയങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അതിൽ വലിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കയറി വന്ന് നിങ്ങളുടെ ആ ഒരു വിഷമം പങ്കുവെക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും തെറി ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് ലൈവായിട്ട് പറയാം. ഇതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും സ്വാഗതം. നമ്മളുടെ പോക്കിരി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ പോക്കിരിക്കും വലിയൊരു സ്വാഗതം അറിയിച്ചുകൊണ്ട് നമുക്ക് കടക്കാം. പോക്കിരി, എന്താണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? മടുത്തോ അതോ മടുത്തില്ലേ? അപ്പോ ഞാൻ ഇതിപ്പോ കുറെ ബഹുസ്വരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാനിപ്പോ ഈ മതത്തിനെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ പ്രധാനമായിട്ട് ഇവരുടെ ടെക്സ്റ്റ്, ഈ മതത്തിനകത്തുള്ള പ്രമാണങ്ങൾ ഉണ്ടല്ലോ, ഈ പ്രമാണങ്ങളുടെ ചരിത്രം അക്കാദമികമായിട്ട് ഇപ്പൊ ബൈബിളൊക്കെ ഒരുപാട് കാലം ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി തലത്തിൽ പല ചരിത്രകാരന്മാര് ചരിത്രം വെച്ചിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷെ ഈ ഖുറാൻ ഈ അടുത്താണ്, കഴിഞ്ഞ 10 വർഷത്തിലൊക്കെയാണ് ഒരു പക്ഷെ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തിലാണ് വളരെ വിമർശനാത്മകമായിട്ടുള്ള പഠനങ്ങൾ ഈ ഇസ്ലാം മതത്തിന്റെ ഒറിജിൻ, അതായത് ഈ മതം എങ്ങനെ ഉണ്ടായി, ആ കാലഘട്ടത്തിലെ ചരിത്രാവശിഷ്ടങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചിട്ടുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഞാൻ തപ്പി നടക്കരുത് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട്. അപ്പൊ അതായത് ഞാൻ നോക്കുമ്പോ നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കെന്ന് പറയുമ്പോൾ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും മതം വിമർശിക്കുന്ന ആളുകൾക്കും ഇസ്ലാമിന്റെ ചരിത്രപരതയെ കുറിച്ച് അത്ര അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോ ഒരുപാട് നമ്മുടെ ധാരണകൾ തെറ്റാണെന്നാണ് മനസ്സിലാവുന്നത്. അത് ഞാൻ പറയാം. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ മുഹമ്മദ് നബി തന്നെ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ നല്ലതാ. അതായത് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതില് പ്രധാനമായിട്ട് നമ്മൾ അതിന് മുമ്പ് പറയേണ്ട കാര്യം, മുഹമ്മദിന്റെ സമകാലികമായിട്ടുള്ള ചരിത്രാവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തില് മുഹമ്മദിന്റെ ആളുകളല്ലാതെ എഴുതി വെക്കപ്പെട്ടതോ അല്ലെങ്കിൽ കമന്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള കൈയെഴുത്ത് പ്രതികളൊന്നുമില്ല. അതായത് ബാക്കിയുള്ളവര് ഇപ്പോ അവരുടെ കാലഘട്ടത്തിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാലഘട്ടത്തിലോ എഴുതിയ ചരിത്രമോ ഒന്നുമില്ല. അതായത് നമുക്ക് ഈ ഇന്ന് കാണുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ ഏറ്റവും പഴകിയ അല്ലെങ്കിൽ ഏറ്റവും പഴയ കൈയെഴുത്ത് പ്രതിയൊക്കെ പോയി കഴിഞ്ഞാൽ മുഹമ്മദിന്റെ ഒക്കെ ഒരു 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിന്റെ ചരിത്രം, മുഹമ്മദിന്റെ ചരിത്രം എന്ന് പറഞ്ഞ് ഇവർ എഴുതി വെച്ചത്. അപ്പൊ നമുക്ക് മുഹമ്മദിലേക്ക് അത് ചേർക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കാരണം കൊണ്ട് ഈ ചരിത്ര പഠനത്തിൽ, ഈ ഇസ്ലാമിക ചരിത്ര പഠനത്തിൽ 2-3 ധാരകളുണ്ട്. ഒന്നിന് റിവിഷനിസം എന്ന് പറയും. ഈ റിവിഷനിസത്തിൽ വരുന്നതാണ് മുഹമ്മദ് എന്ന ആള് ഉണ്ടോ എന്നുള്ള സംശയം. പ്രധാനമായിട്ട് അവർ പറയുന്നത് മുഹമ്മദിനെ കുറിച്ച് കെട്ടിച്ചമച്ച കഥകളാണ് ഇപ്പോൾ കൂടുതലും പറയുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് ചരിത്രപരതയില്ല. മുഹമ്മദ് എന്ന ഒരാള്
ജീവിച്ചിരുന്നോ എന്നുള്ളത് തന്നെ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നു മുഹമ്മദ് എന്ന ആൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷെ ചരിത്രത്തിൽ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഹമ്മദിനെ കുറിച്ച് പിന്നീട് എഴുതപ്പെട്ട കഥകൾ അതിന് എല്ലാതും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. വീണ്ടും ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരിൽ നിന്ന് ശേഖരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചിട്ട് ഈ ഹദീസൊക്കെ ഉണ്ട്. അത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതിയോണ്ട് അതിൽ നിങ്ങൾ നെല്ലും പതിരും നിങ്ങൾ വേർതിരിച്ചെടുത്തിട്ട് നിങ്ങൾ ചരിത്രവുമായിട്ട് കമ്പയർ ചെയ്യാം. ആ പ്രദേശത്ത് നിന്ന് കിട്ടിയ അല്ലെ അവശിഷ്ടങ്ങളോ കയ്യെഴുത്ത് പ്രതികളോ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഈ ഏകദൈവ വിശ്വാസം പോലും നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകേണ്ടത്. കാരണം മുഹമ്മദിന് മുമ്പ് തന്നെ ഏകദൈവ വിശ്വാസം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ വലിയൊരു കണ്ടെത്തല. കാരണം മുഹമ്മദിന്റെ കുറിച്ച് എഴുതിയ കഥകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് ഏകദൈവ വിശ്വാസം ആ പ്രദേശത്ത് കൊണ്ടുവന്നത് അദ്ദേഹമാണെന്നാണ്. എന്നാൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനു മുമ്പേ പിന്നെ അതിന്റെ പുറകിൽ ഉള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ട് അറേബ്യയിൽ വന്ന ആ കാലഘട്ടത്തിൽ വന്ന മാറ്റം 4-ാമത്തെ നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് ഭാഷാപരമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. ഇന്ന് എന്തും പോക്കിരിക്ക് തോന്നുന്ന എന്തും പറയുന്നത് ഞാൻ വളരെ മ്ലാനതയിലാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച്. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിൽ ഈ ഇടയായിട്ട് നമ്മളിടുന്ന ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ ആഡ് റവന്യൂ ബ്ലോക്ക് ചെയ്യുന്നൊരു പരിപാടി അത് കാലങ്ങളായിട്ട് അത് തന്നെയാണ്. ഇപ്പം ഏതെടുത്തു കഴിഞ്ഞാലും ഇപ്പം ഈവൻ ഷോർട്സ് ഇട്ടാൽ പോലും ഇതാണ് അവസ്ഥ. ആ നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ആ ഒരു പ്രചോദനം അവിടുന്ന് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ പറയാണ്. അതായത് ഇതിൽ ഏകദൈവ വിശ്വാസം ഇപ്പോൾ നമ്മളുടെ ജൂത വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ അതൊരു ഏകദൈവ വിശ്വാസം തന്നെയല്ലേ? അതെ, ജൂതരും യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെയും വിശ്വാസവും അവരും പേഗനിസത്തിനെതിരായിരുന്നു. ഈ ക്രൈസ്തവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരും പേഗനിസത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഐ മീൻ വന്നതിന് ശേഷം പിന്നെ ഒരു പേഗനിസത്തിനെതിരെ എന്നുള്ളൊരു ധാരം ഈ ക്രൈസ്തവക്കിടയിലുണ്ട്. ഈ അവിടുത്തെ അതായത് ഈ കല്ലിനെ ആരാധിക്കുന്നതിനെതിരെ. ഇപ്പൊ നമ്മുടെ മോശയുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാലോ, കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. അപ്പോ അതൊക്കെ ആ സാഹിത്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ധാരയുണ്ട്. ഇപ്പൊ ഈ ത്രിത്വം കാരണമാണ് ഈ മുസ്ലിങ്ങൾ അവര് അല്ലെങ്കിൽ യേശുവിന്റെ പടം വെക്കുന്നോണ്ടൊക്കെയാണ് ഒരു പക്ഷെ ഈ മുസ്ലിങ്ങൾ അവർ ആരോപിക്കുന്നത് ഇവര് ബൗദ്ധവിശ്വാസികളാണെന്നൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ ക്രൈസ്തവരും ഏതാണ്ട് ഏകദൈവ വിശ്വാസം എന്നുള്ളത് മോണോത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതം തന്നെയാണ്. അതെ അതെ. അല്ല അതിപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മളുടെ യഹോവ സാക്ഷികൾ അത് അവരെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും പിന്നെ അതുകൂടാതെ മറ്റ് പല ഡിനോമിനേഷൻസ് അവർ ഈ ത്രിത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവർ ഏകദൈവം തന്നെ പറയണമെന്ന് പറയുന്ന ക്രിസ്ത്യാനികളും കൂടിയാണ്. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ അത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള സംഗതികളാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് തന്നെ. അതെ, ഈ ത്രിത്വം ശരിക്കും ഈ 3 ഒന്നാണെന്നാണല്ലോ പറയുന്നത്. 3 ഒന്നാണ്. അതെ അതെ. പക്ഷെ എന്നാൽ ആ 3 എന്ന് പറയുമ്പോൾ അത് കാണിച്ചിട്ടാണ് നമ്മളുടെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അതിനെ വലിയ തോതിൽ വിമർശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെ, പിന്നെ മേരിയെ കൂടി ചില സെക്റ്റുകൾ മേരിയെ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പൊ പിന്നെ ഫോട്ടോ ഇതൊക്കെയാണ് ഇവരും ആരോപിക്കുന്നത്. പക്ഷെ അപ്പൊ ഞാൻ വീണ്ടും പറയുന്ന അറേബ്യയുടെ ചരിത്രപരമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ അറേബ്യയിൽ നിന്ന് കിട്ടിയ തായിഫിൽ നിന്ന് കിട്ടിയ മറ്റ് സൗത്ത് നോർത്ത് അറേബ്യയിൽ സിറിയ ഇറാഖിൽ നിന്നൊക്കെ കിട്ടിയ ഫലകങ്ങൾ അല്ലെങ്കിൽ ഈ തൂണുകളിലും കല്ലിലും പ്രധാനമായിട്ട് പാറയിലും വരച്ചു വെച്ചിട്ടുള്ള വാക്കുകൾ. ഇപ്പൊ ഈ അള്ളാഹു എന്ന് ഇവർ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, ഈ അള്ളാഹു എന്ന വാക്ക് അതിന്റെ മൂലരൂപമായിട്ടുള്ള ഈ ഇലാഹ് എന്നുള്ള സംഭവം ഇത് ക്രൈസ്തവ ജൂത പാരമ്പര്യത്തിൽ വന്നതാണ്. അങ്ങനെയാണ് ഈ അള്ളാഹ് എന്നുള്ള വാക്കിലേക്ക് പിന്നീട് എത്തുന്നത്. പിന്നെ അതിന്റെ മറ്റൊരു വേർഷൻ ഇപ്പൊ ചില ക്രൈസ്തവർ തന്നെ പറഞ്ഞെടുക്കുന്ന അത് അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു, ചന്ദ്രദേവൻ ഉണ്ടായിരുന്നു. അതിന് 2 അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഈ ക്രൈസ്തവരുടെ ഇൻഫ്ലുവൻസ് കാരണം എഴുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ജൂത ക്രൈസ്തവ സ്വാധീനത്തിൽ ഉള്ള കുറെ ലിഖിതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇൻ ദ നെയിം ഓഫ് മൈ ലോർഡ് എന്ന് പറയുന്നതിന്റെ അറബിക്ക് എന്റെ ദൈവമേ നിന്റെ നാമത്തിൽ എന്നുള്ളത് ഇതിന്റെ അറബി അത് നമ്മൾ ഇവിടെ ഇവർ പറയുന്നു. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ ബിസ്മില്ല ആയിരുന്നില്ല, ബിസ്മിക്ക റബ്ബന എന്നാണ്. അങ്ങനെയുള്ള കുറെ ലിഖിതങ്ങൾ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് ഇസ്ലാമിന്റെ ആ ഒരു
അതെ. അല്ല അതിപ്പോ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഹജ്ജിന്റെ വേളയിൽ നമ്മള് ഉപയോഗിക്കുന്ന സാധനം. അതായത് ലബ്ബൈക് ആ, അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്ന ആ ആ, ഒരു പ്രാർത്ഥന. ഇത് ഈ ലബ്ബൈക് അല്ലാ എന്ന് പറയുന്ന സാധനം ഇത് മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ അവിടെയുള്ള പാഗൻ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥനയാണ്. അതെ, അതിനകത്ത് അവര് മറ്റേ ലാത്തെ ഉസയം അങ്ങനെ വേറെ കുറേ ആൾക്കാരെയും കൂടി അതിനകത്ത് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി വന്നിട്ട് അവരെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന അത് തന്നെയാണ് അവരവിടെ വെച്ചത്. അപ്പോൾ ഈ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആ ബ്ലാക്ക് ബോക്സിന് ചുറ്റും നടക്കുന്ന പരിപാടിയിൽ ഈ പ്രാർത്ഥന വന്നത് അത് ആ ആ സ്ട്രക്ചർ പാഗനാണ്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം പാഗനാണ്. അതിലുപയോഗിക്കുന്ന വാചകം പോലും പാഗൻ ഒറിജിനാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരില്ലേ? അതെ. അപ്പൊ ഇത് ഒരു ഞാനിപ്പോ ഇത് ഒരു അവിടെയും ഇവിടെ തൊടാതെയാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിപ്പോ ഉം. ഒരു ഒരു തുടക്കം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആ. പറഞ്ഞ ഈ പേഗൻ എന്നുള്ള ആളുകൾ മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് തന്നെ യഥാർത്ഥത്തിൽ അതിനെതിരെയാണ് തെളിവ്. ഇപ്പൊ അതെ അതെ. മുഹമ്മദിന്റെ കാലഘട്ടം 570 കഴിഞ്ഞിട്ട് മുഹമ്മദ് ജനിക്കുമ്പോ അതാണ് ഉം. ഇവരിപ്പോ ഡേറ്റ് ചെയ്തിട്ടുള്ള കാലം. പക്ഷെ ആ കാലഘട്ടത്തിൽ അവിടെ നേരെ തിരിച്ചുള്ള തെളിവാണ്. അവിടെ ഏകദൈവ വിശ്വാസം ഉള്ളതിനാണ് കൂടുതൽ തെളിവ്. അവിടുന്ന് ഉം. കിട്ടിയിട്ടുള്ള ലിഖിതങ്ങളും കാര്യം. എന്നാൽ ഉം. 4-ാം നൂറ്റാണ്ടിന് മുമ്പ് അവിടെ ഈ മനാത്തയും ഉസ്സയും ഉണ്ട്. എന്താ പറയാ ഇവരുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഇത് ഈ ഇസ്ലാമിക സാഹിത്യത്തിൽ വന്നത് എന്ന് പറയുന്നത്. ഇപ്പോ ഉം. ഞാൻ ഇന്ന് ഇപ്പൊ ഒരു കൃഷ്ണദാസ് എന്നൊരാളെ ഉം. കണ്ടു എന്നായിരിക്കാം. ഇന്ന് ഉം. ഇന്ന് ഉം. കൃഷ്ണദാസ് എന്നൊരാളെ ഞാൻ ഇന്ന് കണ്ടു എന്നുള്ളത് ഉം. ഈ ഈ സമയത്ത് കൃഷ്ണൻ എന്നൊരു മൂർത്തിയെ ആരാധിച്ചിരുന്നു എന്നും ആരാധിച്ചിരുന്നില്ല എന്നതിലും രണ്ടിനും തെളിവായിട്ട് പറയും. ഇപ്പൊ ഉം. ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഹിന്ദു മതമൊക്കെ ശോഷിച്ചു പോയാലും കൃഷ്ണദാസ് എന്ന പേര് ഭാഷയിൽ ഉണ്ടാവും. ഒരു അതെ. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഹിന്ദുമതം ഉം. കുറച്ചും കൂടി ഒന്ന് ഡൈലൂട്ട് ആയി. ഇപ്പോഴും ഡൈലൂട്ട് ആണ്, പക്ഷെ വീണ്ടും ഉം. ഡൈലൂട്ട് ആയി കഴിഞ്ഞാൽ ഉം. ഒരു ഹോമിയോ മോഡൽ ഡൈലൂഷൻ വന്നു കഴിഞ്ഞാൽ വേണ്ട. വീണ്ടും ഹോമിയോനെ അത് തൊട്ട് കളിക്കണ്ട. അതെ. അപ്പൊ ഒരു 10, 20, ഒരു 50 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഏ. സംഭവിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദാസ് എന്ന പേര് ഭാഷയിലുണ്ടാവും. ഇപ്പോ ഉം. നമ്മുടെ അതെ. പഴയ ദൈവങ്ങള് മിത്രനും വരുണനും അവരുടെയൊക്കെ ഉം. പേരിലുള്ള ആളുകൾ ആ സമയത്തുണ്ടാവുമല്ലോ. ഉം. എന്നാൽ അതിന്റെ അർത്ഥം എന്തല്ല, ആ സമയത്ത് ഉം. അവരെയൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതല്ല. അതെ. ആ സമയത്ത് ആ മൂർത്തി അത് ആ ആരാധിക്കുന്നു പേര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേര് മാത്രമേ ഉള്ളൂ. ഇത് ഉം. തെറ്റിദ്ധരിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഉം. ഈ വിഷയത്തിൽ ഒരു എന്താ പറയാ കൃത്യമായ അറിവില്ലാതെ പിൽക്കാലത്ത് വന്ന ചരിത്രകാരന്മാര് അവർ ഈ ഉം. ഉസ്സയെ കുറിച്ചുള്ള വാർത്തയും അതായത് മറ്റു ഉം. പ്രദേശങ്ങളിൽ ഉസ്സയെ കുറിച്ചും മനാത്തെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഉം. ഇതായിരുന്നു മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്ന പേഗനിസം എന്നുള്ള ധാരണയിൽ പിന്നെ ഖുറാനിലും ഇത് വന്നിട്ടുണ്ടല്ലോ. ഖുറാന്റെ ഉം. ഉം. ചരിത്രം വേറെ ഒന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ധാരണയിൽ ചരിത്രകാരന്മാർ പിന്നീട് എഴുതുന്നതാണ്. നമ്മൾക്ക് ഏറ്റവും പഴയ സീറകൾ അല്ലെങ്കിൽ ജീവചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവചരിത്രം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ എഴുതിയതല്ല, മുഹമ്മദിന് തൊട്ടപ്പുറത്തെ ശേഷമാണ്. കാലഘട്ടത്തിൽ എഴുതിയതല്ല, ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് എഴുതിയത്. ഉം. അപ്പൊ അത് പരിശോധിക്കുന്ന സമയത്ത് ഈ ചരിത്രകാരന്മാര് അവര് അവരുടെ പ്രദേശത്തോ ആ പ്രദേശത്തോ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകരോ അതൊന്നുമല്ല അവരുടെ വിഷയം. ഉം. അവര് ഉം. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഖുറാനിലൊക്കെ പറഞ്ഞ ഈ ഉണ്ടായിരുന്നു. ദേവതകൾ ഉണ്ടായിരുന്നു എന്ന അനുമാനത്തിൽ അങ്ങ് എഴുതുകയാണ്. ഉം. ഇപ്പൊ മുഹമ്മദിന്റെ പക്ഷേ ആ പക്ഷേ നമ്മളുടെ മക്ക പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ എഴുതി വെക്കുന്നത്. എഴുതി വെച്ചിട്ടുണ്ട്. അതെ. പക്ഷെ എഴുതി അവിടെ വെക്കാൻ ഒരു മാത്രമല്ല വിഷയമുണ്ട്. അത് ആ, മുഹമ്മദ് നബി കയ്യിലിരുന്ന വടി കൊണ്ട് തല്ലി ഉടച്ചിട്ടുണ്ടെന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അതെ, അത് മതസൗഹാർദ്ദത്തിൻ്റെ കാര്യം നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയാറ്. ഇസ്ലാമിലെ അമിതമായ ആ, മതസൗഹാർദ്ദം വിഗ്രഹങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് അടിച്ച് ഉടച്ച് മാതൃക കാണിച്ചത്. അപ്പോൾ അതെന്താ എങ്ങനെ എടുക്കുക? അതെ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ പഠിച്ചവർക്കും മതവിമർശകർക്കും ഉള്ള യഥാർത്ഥ സോഴ്സ് ഏതാണ്? അവര് ഇപ്പോ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഈ സ്രോതസ് ഏതാണ് ഇസ്ലാമിനെ ഉം. കുറിച്ചുള്ള അറിവിന്? അത് അതെ. ഇസ്ലാമികമായിട്ടുള്ള ധാരയിൽ വന്ന ആളുകൾ എഴുതിയ സോഴ്സസ് ചരിത്രമാണ്. തന്നെയാണ്. ഉം. ആ പക്ഷെ അതും യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോസിലുകളോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് കിട്ടിയ ലിഖിതങ്ങള് അന്നത്തെ ആളുകളുടെ ശവശരീരങ്ങളോ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ അവരെഴുതിയ കാര്യങ്ങൾ, അവരുടെ കൊട്ടാരങ്ങൾ, കോട്ടകൾ, ഉം. ഇതൊന്നും വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവമല്ല. ഈ അതെ. മതവിമർശകരും മതത്തെ പഠിച്ചിട്ട് ആ മതത്തിൽ തുടരുന്നവരും അവർ ഉം. രണ്ടു കൂട്ടരും ഈ വിഷയം എവിടെയും പഠിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. ഉം. പ്രധാനപ്പെട്ടിട്ട് മദ്രസകളിലൊന്നും ഈ വിഷയം ഉം. പറയുന്നതില്ല. എന്നാൽ ഇതിനെ ഉം. കുറിച്ച് അക്കാദമികമായിട്ട് പാശ്ചാത്യർ പഠിച്ചിട്ടുണ്ട്.
ഞാനിപ്പോ അതെ. അടുത്ത് നോക്കുമ്പോഴാണ് ഒരുപാട് നമ്മുടെ ധാരണകൾ തിരുത്തി എഴുതുന്ന കാര്യങ്ങൾ മനസ്സിലായത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പേഗൻസ് എന്നുള്ളത് മുഹമ്മദിന്റെ ഓക്കെ. കാലഘട്ടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ആളുകളെ തന്നെ, ഈ ആരാധകരെ തന്നെ ആണോ? അല്ലെങ്കിൽ ഓക്കെ. മുഹമ്മദും അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ ഏത് തരം ബഹുദൈവാരാധനയാണ് എതിർത്തത് എന്നുള്ളതിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോ അത് ജൂതർ, ക്രിസ്ത്യാനികളൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബി പറയുന്ന അത്രയും അളവിൽ പാഗൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതെ, അതാണ് മനസ്സിലാവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്. അത് ഞാൻ പറയാം. അത് ഈ ഭാഷയില്ലേ, അറബി ഭാഷയുടെ ഒരു പരിണാമമുണ്ട്. അതിലൂടെയാണ് ഇവർ മനസ്സിലാക്കിയെടുത്തത്. ഇത് ഓക്കെ. ഞാനല്ല കേട്ടോ പറയുന്നത്. ഇതിന് ഞാൻ അതെ. റെഫറൻസ് ഞാൻ തരാം. ഏതൊക്കെ ചാനലുകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണാമെന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ. അത് നമുക്ക് പിന്നീട് ഇതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഇടാം. പിന്നെ വേറൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ മക്ക എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തന്നെ റെലവൻസ് ഇല്ല, പെട്ര എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ മക്ക എന്നുള്ളത് അത് അതെന്ന് വെച്ചാൽ രണ്ട് തരം അഭിപ്രായം ഇവർ പറയും. ഇപ്പൊ നമ്മളിപ്പോ ഇത് വിമർശനമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാല് ചരിത്രപരമായിട്ട് മക്കയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. മക്ക മുഹമ്മദ് എന്ന ആള് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്ക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ കച്ചവടത്തിനൊക്കെ വരുമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ വളരെ വളരെ കുറവാണ്. നേരെ തിരിച്ച് പെട്രയ്ക്ക് തെളിവുണ്ട്. പക്ഷെ അതെ. ഇത് നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാല് ഈ മതം പഠിച്ചിട്ട് തലക്ക് പിടിച്ച ആളുകൾ പറയും, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇത് ഇസ്ലാമിക സാഹിത്യം വായിച്ചു കഴിഞ്ഞാല് അവര് എന്താ പറയാ, ദഴവക്കാര് എന്താ പറയാ, ഒരു പൊലിപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാദമാണ് മക്ക ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്നാൽ ഇതിന്റെ നമ്മള് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് മക്ക എന്ന പ്രദേശത്തെ കുറിച്ച് ചരിത്രത്തിൽ ഉള്ള എന്താ പറയാ ശേഷിപ്പുകൾ വളരെ കുറവാണ്. ഇപ്പൊ ഇവർ പറയുന്ന ഈ കഴബയും മക്കയും എന്തായിരുന്നു എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ വളരെ അവർക്ക് അജ്ഞതയാണ് ഈ വിഷയത്തെ കുറിച്ച്. അത് അങ്ങനെ ഒരു ആ പ്രദേശത്തിന്റെ റിലവൻസ്. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു തടസ്സം എന്താണെന്ന് വെച്ചാൽ സൗദി സർക്കാർ ഇത് അവിടെ പോയിട്ട് കുഴിക്കാൻ സമ്മതിക്കില്ല. അതുകൂടി മനസ്സിലാക്കണം. ആ പ്രദേശത്ത് കുഴിച്ചാലേ നമുക്ക് അതെ. അപ്പോ പിന്നെ ഈ മുഹമ്മദിന് ശേഷം വന്ന ഖലീഫന്മാര്, അവിടുത്തെ രാജാക്കന്മാര്, അവരുടെ രാഷ്ട്രീയം, ഇതൊക്കെ അന്നത്തെ ചരിത്രം എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്ന് കാണുന്ന കഥകളും ചരിത്രങ്ങളും ഒന്നും മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള ഒന്നുമില്ല അതിനകത്ത്. ഖുർആൻ അടക്കം മുഹമ്മദിന്റെ മരണശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കയ്യെഴുത്ത് പ്രതികളും നമുക്ക് ഏറ്റവും പോയി കഴിഞ്ഞാൽ 650 ക്രിസ്താബ്ദം അല്ലെങ്കിൽ 650 വരെ പോകാൻ പറ്റുള്ളൂ മാക്സിമം. അല്ലെങ്കിൽ ചില കയ്യെഴുത്ത് പ്രതികളുടെ ചില താളുകൾ അതിനു മുമ്പും മുഹമ്മദിന് മുമ്പും ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്. കാരണം ഡേറ്റ് ആ തോല് ഡേറ്റിലല്ല എഴുതുന്നത് പിന്നീടാവാം. അപ്പൊ 650 എന്നൊരു വർഷത്തിൽ പോയി പിടിക്കാം. അപ്പൊ ഇന്ന് ഇത് മദ്രസകളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഇവരുടെ അക്കാദമികമായിട്ട് ഇസ്ലാം പഠിക്കുന്ന മുസ്ലിങ്ങൾ പോലും ഇത് പഠിക്കുന്നില്ല. പക്ഷെ ചരിത്രം എന്ന ഡിപ്പാർട്ട്മെന്റ് പല യൂണിവേഴ്സിറ്റികൾക്കുണ്ട്. അവര് ഇതിനെക്കുറിച്ച് ഖുർആൻ എങ്ങനെയാണ് ഉണ്ടായത്, ഖുർആന്റെ ഭാഷ, സൗദി അറേബ്യയില് മതം, സൗദി അറേബ്യയിലെ ഭാഷകൾ, ഇതിനെക്കുറിച്ചൊക്കെ വെവ്വേറെ പഠിച്ചതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളായ അടക്കം ഞാൻ പറഞ്ഞത് വെറും പാശ്ചാത്യരായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ എഴുതിയത് അങ്ങനെ നമുക്ക് തള്ളാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങളായ ആളുകൾ അടക്കം പഠിച്ചിട്ടുള്ള ഒരു വലിയ ഇതിനൊക്കെ തെളിവുകളുണ്ട്. നമുക്കത് വേണമെങ്കിൽ കാണിക്കാം. ഇന്നിപ്പോൾ ഏതായാലും തെളിവുകളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഒന്ന് ഇങ്ങനെ വിശദീകരിച്ച് പോവാം. കാരണം തെളിവുണ്ടല്ലോ. അങ്ങനെ ഒരു ചാലഞ്ച് വരികയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ പോകില്ല. ഇനി ഇതിലൊരു ഡൗട്ടുള്ളത്, ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ഖബർ അതുണ്ടോയെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം കൂടിയാണത്. അതായത് ഇപ്പോൾ മദീനയിൽ ഖബർസ്ഥാനെ കുറിച്ച് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ ഖബർ. അപ്പോൾ ഒരു വ്യക്തി ജീവിച്ചിട്ട് ഇല്ല എന്ന് പറയുകയും എന്നാൽ അല്ലെങ്കിൽ ആളുടെ ഖബറുണ്ട് എന്ന് പറയുകയും അത് തപ്പി നോക്കിയാൽ അത് കാർബൺ ഡേറ്റ് ഒക്കെ ചെയ്ത് ആ ശവശരീരം അല്ലെങ്കിൽ ആളുടെ ഒരു പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാവുമെന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും അതിന് ഇതുവരെ ആരും ശ്രമിക്കാത്തത്? അല്ലെങ്കിൽ ആ ഖബറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഈ സൗദി അറേബ്യയില് ഈ പ്രത്യേകിച്ച് മക്ക മദീന സംബന്ധിച്ചുള്ള ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ പിന്നീട് സൗദി അറേബ്യ, ഈ മറ്റ് സിറിയ, ഇറാഖ്, ഇറാന്
അല്ലെങ്കിൽ പേർഷ്യ, ജെറുസലേം ഇവിടെയൊക്കെ കീഴടക്കുന്നുണ്ട് കുറച്ചു കാലഘട്ടം കഴിഞ്ഞിട്ട്. ഒരു 700 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ അവിടെ പോയിട്ട് ഇവര് ഇസ്ലാം അറിയാലോ, വാളുകൊണ്ട് വളർന്നുകൊണ്ട് അവിടെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ മതം മാറ്റി അങ്ങനത്തെ, അല്ലെങ്കിൽ അവർ കൊല്ലുക, ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് രാജാക്കന്മാര് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പടയോട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അന്നത്തെ രാഷ്ട്രീയം, കാരണം അവര് ഈ കഥകൾ വെച്ചിട്ട് അതിന് രാഷ്ട്രീയമാനമുണ്ട്. ഈ കഥകൾ കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങളൊരു രാജ്യത്ത് ഇപ്പൊ ഇന്ന് ഹിന്ദുമതം കൊണ്ട് മോദി നിയന്ത്രിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ ശരീഅത്ത് കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ ഈ കഥകൾക്ക് അതിൻ്റെതായിട്ടുള്ള കാലിക പ്രസക്തിയുണ്ട്. അപ്പൊ അങ്ങനെ ഈ കഥകൾ എഴുതുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മക്കയും മദീനയും പ്രധാനമായിട്ട് നിൽക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അവിടെ കുഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ചരിത്രം തോണ്ടാനൊന്നും അവർ പോകില്ല. അവർക്ക് അതെ, സത്യമല്ല അവരുടെ വിഷയം. അവർക്ക് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടം, പ്രധാനമായിട്ട് മക്കയിലൊക്കെ വന്ന് വീഴുന്ന പൈസയുടെ, അവിടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു ചരിത്രപരമായിട്ട് താറാവാണ്. മുഹമ്മദിന്റെ ഇത് കുഴിച്ചു നോക്കിയിട്ട് ഡേറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡേറ്റ് എല്ലാം പൊളിയും. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ധൈര്യം കാണിച്ചത് നമ്മളെ ബാബറി മസ്ജിദ് ആയാലും ഇപ്പൊ മറ്റേ ഗ്യാൻവാപ്പി ആയാലും ഇതൊക്കെ പൊളിച്ച് അതിന്റെ താഴേന്ന് സാധനം ചുരണ്ടിയെടുക്കുന്ന ആ ഒരു ധൈര്യം ഇവർ കാണിക്കുന്നത് അത് ഇവർക്ക് മാതൃകയാക്കേണ്ട ഒരു സാധനമല്ലേ? അതെ, അത് ഈ ബാബരി മസ്ജിദ് ആയാലും മറ്റ് ഒക്കെ നമുക്ക് തൂണുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത്. അത് അല്ല, ഇപ്പൊ ദൈവത്തിന്റെ അസ്ഥി കിട്ടിയെന്നല്ല പറയുന്നത്, എന്നാലും അവരതിന്റെ പിന്നിലൊരു സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാനും അതിന്റെ ആ ഒരു ഡേറ്റ് അവർക്ക് സ്ഥാപിച്ചെടുക്കാനും കഴിയുമ്പോൾ അവർ പറയുന്നതിൽ വസ്തുത ഉണ്ട്. അല്ലെങ്കിൽ ഇത് പൊളിച്ചാണ്, ഇവിടെ വാളുകൊണ്ട് തന്നെയാണ് ഈ സാധനം ഇവിടെ പ്രചരിച്ചത് എന്ന് പറയാൻ അതൊരു കാരണമാകുന്നില്ലേ? അത് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അവരത് ചെയ്യില്ല. ഒന്നാമത് ഈ കഴവയ്ക്കകത്തേക്ക് കയറി അതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാല് ഈ ഒന്നാമത് ഒരുപാട് നടന്നിട്ടുണ്ട്. അതെ, ഈ യഥാർത്ഥ കഴവയാണോ ഇവർ പറയുന്നത്? ഇവര് പിന്നീട് നിങ്ങൾ പഴയ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കാം, പഴയ കഴവയുടെ ചുറ്റും മറ്റേ 4 ചുവരുകൾ ഒന്നുമില്ല. 4 ചുവരുകളും നിങ്ങളിപ്പോ കാണുന്ന വലിയ വലിയ മിനാരങ്ങളൊന്നുമില്ല. ആ പഴയ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിന്റെ നടുവിലൊരു കട്ട മാത്രമേ ഉള്ളൂ. ഈ കട്ട എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ നിങ്ങൾ കാണുന്ന ക്യൂബില്ലേ, ഇതും അറേബ്യയുടെ പല പ്രദേശങ്ങളില് യമനിലൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു സാധനമായിരുന്നു, ഒരു തൂണ് പോലെ ഒരു സാധനമായിരുന്നു. ഇപ്പൊ അതിങ്ങനെ വികസിച്ചതാണ്. ചിലപ്പോ ഒരു കുഴിച്ചൊക്കെ കോൺക്രീറ്റ് മാത്രമേ കാണൂ, അതിന്റെ അപ്പുറത്തേക്ക് പഴയ ഇതൊന്നും കാണില്ല. അതാണ്. അതെ. ഇനി ഒരു നേരത്തെ പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നൊരു കാര്യമാണ് ഈ സന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമ്മൾ പല ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോക്കിരി അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നത് കണ്ടു. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ, എന്താണ് ഈ സന മാനുസ്ക്രിപ്റ്റ്? അതായത് ഈ സന എന്ന് പറഞ്ഞാൽ യമനിലൊരു സ്ഥലമാണ്. അവിടെ ഒരു പഴയ പള്ളിയാണെന്ന് തോന്നുന്നു. അത് റിനോവേഷനുമായി ബന്ധപ്പെട്ട് അത് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അവിടെ കുറെ ആൾക്കാർ അതിന്റെ ചരിത്രം നിങ്ങൾ കൃത്യമായിട്ട് ഫാക്ച്വലി ആണെങ്കിൽ വിക്കിപീഡിയയിലുണ്ട് സന മാനുസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ചരിത്രം. അത് നിങ്ങൾ അവിടെ നോക്കി പരിശോധിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോ. എന്തായാലും അവര് അവിടെ എന്തോ ക്ലീനിങ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്തോ എന്തോ അവര് ഒരു ഇതുപോലത്തെ കുറെ എഴുത്തുകുത്തുകൾ അവർക്ക് കിട്ടി, കൈയെഴുത്ത് പ്രതി കിട്ടി. ഇതിനെയാണ് സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ നിരവധി ഒരുപാട് കൈയെഴുത്ത് പ്രതികൾ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ഇത് യമനിലെ സനയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കൈയെഴുത്ത് പ്രതികളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കൈയെഴുത്ത് പ്രതികളിൽ ഉള്ളതിനേക്കാളും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതായത് സന മാനുസ്ക്രിപ്റ്റിന്റെ അതിന്റെ ചിത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ചിലതൊക്കെ കോപ്പിറൈറ്റഡ് ആയിരിക്കും. മറ്റേ വിക്കിപീഡിയയിലുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ കോപ്പിറൈറ്റഡ് ആയിരിക്കും. എന്തായാലും കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ലിങ്ക് ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. അല്ല, ചുമ്മാ സന ഞാൻ എടുത്തോളാം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യെഴുത്ത് പ്രതിയാണ്. മുഹമ്മദിന്റെ ആ കാലഘട്ടത്തോട് അടുത്തുള്ള സമയത്ത് എഴുതപ്പെട്ടു എന്ന് ഇതൊക്കെ കയ്യെഴുത്ത് പ്രതിയാണ്. ഈ കയ്യെഴുത്ത് പ്രതിയും മറ്റ് കയ്യെഴുത്ത് പ്രതികളും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന്റെ മുകളിൽ ഈ എഴുതിയിട്ടുള്ള, അതായത് അതിൽ നമ്മൾ കാണുന്ന ചില എഴുത്തുകുത്തുകളുണ്ട്. ഇത്
മുസ്ലിങ്ങൾ പറയുന്ന ഈ ഉസ്മാൻ ക്രോഡീകരിച്ചു എന്ന് പറയട്ടെ, ഉസ്മാൻ ക്രോഡീകരിച്ചു എന്നതൊക്കെ വിത്തിൻ ഇൻവെർട്ടർ ഫോമ. അങ്ങനെ അതെ ഒരു പ്രധാനപ്പെട്ട ഒരു കോപ്പി അവര് മറ്റു കോപ്പികൾ ഇല്ലാതാക്കി പ്രധാനപ്പെട്ട ഒരു കോപ്പി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ആ കോപ്പിയുടെ അതേ രൂപത്തിലുള്ളതാണ് ഈ മുകളിലെ എഴുത്ത്. എന്നാൽ ഉം. ഈ എഴുതിയത് മുമ്പ് അതിനകത്ത് എഴുതിയിരുന്ന കുറെ കാര്യങ്ങൾ മായിച്ചിട്ടാണ് എഴുതിയത് എന്നാണ് മനസ്സിലാവുന്നത്. അത് അൾട്രാ വയലറ്റ് വെച്ചിട്ട് ഇവർ ഈ കയ്യെഴുത്ത് പ്രതി നോക്കിയപ്പോ പരിശോധിക്കുന്ന സമയത്ത് കണ്ടു. അപ്പോ ഇപ്പൊ നമ്മൾ ആ ചിത്രം ഉണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ട് പറയാം. പക്ഷെ ആ ചിത്രത്തിന്റെ ഇതെനിക്കറിയില്ല. കാരണം പല ഇങ്ങനത്തെ ചിത്രങ്ങളും എന്താ പറയാ പേവാളുടെ പുറകിലാണ്. നമ്മളത് പൈസ കൊടുത്ത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ചിലതൊക്കെ ഓക്കെ വിക്കിപീഡിയയിലുണ്ട്. വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് നോക്കാം ഓക്കെ ട്ടോ. ഞാൻ ഞാൻ പറയുന്നത് എടുക്കുന്നുണ്ട് അതായത് ഞാൻ ആ എടുക്കുന്നുണ്ട് അപ്പോ ഈ എഴുതിയതിന്റെ പുറകിൽ അതായത് ഈ ഖുറാന്റെ കയ്യെഴുത്ത് പ്രതിയിൽ അവര് രണ്ട് സുഹൃത്താന്ന് തോന്നുന്നു. രണ്ട് സുഹൃത്താണ്, സോറി, അത് ഈ മാൻസ്ക്രിപ്റ്റിൽ അത് പറയാം. എന്തായാലും ഉം. ഈ ആയത്തുകളുടെ പുറകിൽ എഴുതിയിട്ടുള്ളത് ഉം. വേറെ എന്താ പറയാ സാധനം തിരുത്തലുകളുള്ള പുതിയ ചില വ്യത്യാസങ്ങളുള്ള അതെ മറ്റൊരു മാനുസ്ക്രിപ്റ്റ് ആണ്. ഇനി മാനുസ്ക്രിപ്റ്റുകളെ പൊതുവിൽ മുസ്ലിങ്ങൾ പൊതുവിൽ അവർക്കുള്ളൊരു അബദ്ധ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞൊരു വാദം ഉണ്ടല്ലോ. അതെ നിങ്ങൾ ഏത് മാനുസ്ക്രിപ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാലും ഈ വള്ളി പുള്ളി എന്നുള്ള വാദം തെറ്റാന്ന് മനസ്സിലാവും. കാരണം ഇപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഈ മലയാളത്തിലെ ചില അക്ഷരങ്ങളുണ്ടല്ലോ, ഈ ആ ഉ അതിപ്പോ ക കി കു ഇത് ഇങ്ങനത്തെ ഈ അക്ഷരങ്ങളൊന്നും അല്ലെങ്കിൽ അതെ ചില്ലക്ഷരങ്ങൾ അറബിയിലുണ്ട്. ഉം. ഈ ഉം. ചില്ലക്ഷരങ്ങളൊന്നും പണ്ടത്തെയും ഇന്നത്തെയും ചില ഖുറാനുകളിലില്ല. ഉം. എങ്ങനെ ഈ ചില്ലക്ഷരങ്ങൾ അതിന്റെ സ്വരം, ഈ വ്യഞ്ജനത്തിന്റെ സ്വരം ആ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇപ്പൊ ഉം. ബ ബി ബു അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്ന ഈ ചില്ലക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. ഉം. അതും അതെ കൂടി മനസ്സിലാക്കാം. അർത്ഥം നേരിയ തോതിലാണെങ്കിലും മാറും. ഉം. അപ്പൊ ഈ ചില്ലക്ഷരങ്ങളൊന്നും പഴയ ഇവരുടെ ടെക്സ്റ്റിൽ ഇല്ല. അത് ഉം. എന്താ പറയാ, എന്ന് മാത്രമല്ല ഈ കുത്തുകളില്ല. അതായത് ഉം. പല അറബി അക്ഷരങ്ങളുടെ താഴെയും മുകളിലും കുത്തുകളുണ്ട്. 1, 2, ഉം. 3 വരെ കുത്തുകളുണ്ട്. ഉം. ഈ ഉം. കുത്തുകളൊന്നുമില്ല. അപ്പൊ ഈ ഉം. വള്ളി പുള്ളി വാദം മണ്ടത്തരമാണെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം നമുക്ക് ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉം. അതിന് വസ്തുതയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതായത് ഉം. 650, 660, 670 ആ കാലഘട്ടങ്ങളിൽ ഒരു കയ്യെഴുത്ത് പ്രതി, അതായത് ഏതാണ്ട് ഒരുപോലെ എന്ന് തോന്നുന്ന ഒരു കയ്യെഴുത്ത് പ്രതി ആ ഉം. കാലഘട്ടത്തിലെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉം. ഈച്ചക്കോപ്പിയാണ് ബാക്കിയുള്ളതൊക്കെ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം കൺസോണന്റൽ ടെക്സ്റ്റ് എന്നാണ് അവർ പറയാം. അത് ഓക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഇനി ഉം. അർത്ഥ വ്യത്യാസമുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അവർ ഏതാണ്ട് പര്യായങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സനയ മാനുസ്ക്രിപ്റ്റിന്റെ താഴെ എഴുതിയിട്ടുള്ള ആ എഴുത്തുകുത്തുകൾ, അതായത് മുകളിലൊരു കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് മുമ്പ് എന്തോ എഴുതിയത് മായിച്ചിട്ട് അവർ എഴുതിയതായിരുന്നു. ഓക്കെ ആ താഴെയുള്ളതിലും വ്യത്യാസങ്ങളുണ്ട്, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവര് ശ്രമിച്ചിട്ടുള്ളത് അതേ അർത്ഥം വരുത്താൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അർത്ഥം വരുന്ന രീതിയിൽ ആണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഒരു കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രോഡീകരണം നടന്നു എന്നുള്ളത് ഓക്കെ ഉം. മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് ശരിയാണ്. പക്ഷെ വള്ളി പുള്ളി വാദം പൂർണ്ണമായിട്ട് തെറ്റാണ്. ഞാനിപ്പോ ആ തെറ്റാണ് ചിത്രം ഒന്ന് കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ഇതിപ്പോ ഞാൻ ഒറ്റ ഒരുപാട് സെക്കൻഡ് യൂട്യൂബിൽ ഉള്ള നിരവധി അനവധി വീഡിയോകൾ പല ആളുകളും ഇത് പോയി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ ദഴവാക്കാര് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ആൾക്കാർ, ഇതൊക്കെ അവരുടെ വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം എന്നുള്ള യഥാർത്ഥ ചരിത്രം അവര് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ മതം ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളിപ്പോ ബൈബിളിന്റെ കാര്യത്തിൽ ലോകത്താകമാനമുള്ള ചരിത്രകാരന്മാര് അതിന് വളരെ വിമർശനാത്മകമായിട്ട് അതിന്റെ ജെറുസലേമിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെ കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ചെകഞ്ഞു നോക്കി പഠിച്ച് ഒരു പദം വന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ അതെ കാര്യത്തിൽ ഇത് നടന്നിട്ടില്ല. ഇത് ഉം. ഈ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിനെ ഉം. കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ്, നിങ്ങളുടെ തള്ളല്ല, അന്ന് ചരിത്രം വെച്ചിട്ടുള്ള അറിവിന് അത് ഉപകരിക്കും. അപ്പൊ ഇത് നോക്കുക, ഇതിന്റെ ഇതിപ്പോ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇതിന്റെ താഴെ ഒരു ഉം. നിങ്ങൾക്ക് അല്ലെ അത് സൂം ചെയ്തോളൂ, കുഴപ്പമില്ല. ആ അതായത് ഇതിന്റെ താഴെ ഇതാണ് ഇത് അല്ല ലോവർ അതെ ടെക്സ്റ്റ് ഇതാണ് ലോവർ ടെക്സ്റ്റ്. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടതിന്റെ അടിയിൽ നിഴലുകൾ പോലെ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ കാണാം. അതെ ഇത് കണ്ടെത്തിയ സമയത്ത് ഇവര് ഈ ഇത് ഈ ഞാൻ ഭാഗത്തേക്ക് പറഞ്ഞല്ലോ വള്ളി, അതെ അതെ അതിന്റെ താഴെ ഒരു നിഴല് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇത് താഴെയുള്ള കുറച്ച് എന്താ പറയുക, ഇത് ആദ്യം ഇതിൽ അവരൊരു കുറച്ച് ആയത്തുകളും അല്ലെങ്കിൽ അധ്യായങ്ങളൊക്കെ എഴുതിയിട്ട് അത് മായിച്ചിട്ട് മുകളിൽ എഴുതി എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. ഉം. അപ്പൊ ഇതിൽ താഴെ എഴുതിയത് അൾട്രാ വയലറ്റ് ഉപയോഗിച്ചിട്ട് അവര്
പുനർനിർമ്മിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇതില് വ്യത്യാസങ്ങളൊക്കെ നിരവധി യൂട്യൂബ് വീഡിയോകളിൽ കവർ ചെയ്തിട്ടുണ്ട്. അതായത് 2 പ്രതികൾ തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രതികളും ഇന്നത്തെ ഖുറാൻ എന്നുള്ളത് നമ്മളിപ്പോ കാണുന്ന ഖുറാൻ എനിക്കൊന്ന് കെയ്റോയിൽ 1924 എങ്ങാണ്ട് അവര് എന്താ പറയുക സ്റ്റാൻഡർഡൈസ് ചെയ്ത ഖുറാനാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഖുറാൻ. അതിൽ തന്നെ ഇന്ന് 2 ഖുറാൻ ഉണ്ട്. രണ്ടല്ല, നിരവധി ഖുറാൻ ഉണ്ട്. 2 പ്രധാനപ്പെട്ടത് നമുക്കറിയാം. നോർത്ത് ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്ന വർഷ ഖുറാൻ ഉണ്ട്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഹഫ്സ് എന്ന് പറഞ്ഞ ഖുറാൻ ഉണ്ട്. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അത് കൂടാതെ അതെ, അത് കൂടാതെയുള്ള വേറെ കുറെ വേരിയേഷനുകൾ എന്താണ് ഒരുപാടുണ്ട്. അത് അതെ, നിരവധി പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഖുറാൻ, ചില സ്ഥലത്തുള്ള നമുക്ക് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഖുറാൻ നോർത്ത് ആഫ്രിക്കൻ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ അത് പ്രശ്നമാണ്. അപ്പൊ അത് ഇന്നുള്ള വ്യത്യാസമാണ് കേട്ടോ. ഇത് ഞാനിപ്പോ ഇവിടെ നിങ്ങൾ കാണുന്നത് സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ മരണത്തിനോട് അടുത്ത് ഉള്ള കാലഘട്ടത്തിൽ ഡേറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ചരിത്രത്തിലെ കാർബൺ ഡേറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡേറ്റ് ചെയ്ത ഖുറാനാണ് കേട്ടോ. ഇത് ഇന്നത്തെ വ്യത്യാസങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അന്ന് ഉണ്ടായിരുന്ന മറ്റേ അതിന്റെ ഒറിജിനൽ അതെ, അതൊന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്ത് നിങ്ങള് പലയിടത്തും ഇവര് നമ്മള് ഇതിനകത്ത് തന്നെ ഈ കുത്ത് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് പല അക്ഷരങ്ങൾക്കും കുത്ത്, അതായത് ഈ മറ്റേ ഈ ബ എന്നുള്ള അക്ഷരം, യാ എന്നുള്ള അക്ഷരം, അല്ലെങ്കിൽ ഷ എന്ന അക്ഷരം, അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾക്കൊക്കെ അറബിയിലെ പല അക്ഷരങ്ങൾക്കും കുത്തുണ്ട്. അതായത് മുകളിൽ താഴെ ഒക്കെ കുത്തിട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും. സ എന്നുള്ള അക്ഷരമുണ്ട്, താഴെയും സായുടെ ഇടയിലുള്ള മറ്റേ ഒരു അക്ഷരമുണ്ട്. അപ്പൊ ഇതൊന്നും അതെ, ഇതൊക്കെ ഇങ്ങനത്തെ ഈ മാനുസ്ക്രിപ്റ്റില് അതുപോലെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നിരവധി മാനുസ്ക്രിപ്റ്റുകളിൽ ഇതൊന്നുമില്ല. അപ്പൊ മുസ്ലിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന വള്ളി പുള്ളി വാദം തെറ്റാണ്. എന്നാൽ ഒരു കാര്യം അപ്പൊ അവിടെ ഉറപ്പിക്കാം, ഖുറാനിൽ വള്ളി പുള്ളി വ്യത്യാസമില്ല എന്ന് പറയുന്നത് ഒരു വള്ളി പൊട്ടിയ വാദമാണ്. അതെ, അത് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് കൊടുക്കാനായി കേരളത്തിലൊക്കെ ഉള്ള ദാവക്കാര്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ചില മുസ്ലിം വിദേശത്തുള്ള അല്ലെങ്കിൽ അറബികളായിട്ടുള്ള തന്നെ ദാവക്കാര് ഇതിന്റെ എന്താ പറയാ ഒരു ഡയല്യൂട്ടഡ് ഫോമാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അവര് വള്ളി പുള്ളി വാദത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോ ഷബീർ അലി എന്താ അദ്ദേഹത്തിന്റെ ഷബീർ അലി എന്നല്ലേ ഒരു തൊപ്പിട്ട ഒരു പുള്ളിയുണ്ട്, അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വള്ളി പുള്ളി വാദം അത് നമുക്ക് അറിയാലോ, അത് അന്ന് അങ്ങനെയായിരുന്നു ഭാഷ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് അവർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അന്ന് നമുക്ക്. പക്ഷെ കൺസോണന്റൽ ടെക്സ്റ്റ് അതായത് വ്യഞ്ജനങ്ങളൊക്കെ ഓക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ മലയാളികളായിട്ടുള്ള, അതായത് മറ്റുള്ളവരെക്കാളും ആവേശമാണ് ഇസ്ലാം ശരിയാണെന്ന് തെളിയിക്കാൻ ഇവർക്ക്. അതിൽ ഇവര് എത്രത്തോളം പോയി. അതെ, അവര് പറയുന്നത് ആയിഷക്ക് 6 വയസ്സാണെന്നാണ് അവര് പറയുന്നത്. ഇവര് ആയിഷയുടെ 16 വയസ്സാക്കാണ്. അതെ, 18 വേണ്ടിട്ടൊക്കെ കഷ്ടപ്പെടുകയാണ്. അതെ, അപ്പോ വ്യഞ്ജനത്തിന്റെ ടെക്സ്റ്റ് ഏതാണ്ട് ഒരുപോലെയാണ്, വാക്കുകൾ മാറ്റാണ്ട് മനസ്സിലാക്കുക. ഇത് മാത്രമല്ല, ഈ വ്യഞ്ജനം ഒരുപോലെ ആയിട്ട് കാര്യമില്ല. വള്ളി പുള്ളി വാദങ്ങൾ മാറ്റി വെക്കാം. ഈ വ്യഞ്ജനങ്ങളിൽ തന്നെ വാക്കുകളുടെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പല സ്ഥലത്തും ഈ നിർത്തി നമ്മൾ ഓതണ്ടേ, നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി അതിന്റെ ഒക്കെ ഫോർമാറ്റ് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ ആ കാര്യം നിങ്ങൾക്ക് ഊന്നി പറയാണ്, കോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് 650കളിൽ 670 ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഒറ്റ പ്രതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ സന മാനുസ്ക്രിപ്റ്റിനെ കുറിച്ച് ഇസ്ലാമിക ഭാഗത്ത് നിന്ന് പറയുന്നത് ഞങ്ങൾ പണ്ടേ പറഞ്ഞാണല്ലോ, ഇതിന്റെ താഴെയുള്ള ആ ഭാഗം അതേ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ ഇങ്ങനെ എഴുതുമായിരുന്നു, അവരെഴുതിയതൊക്കെ പിന്നീട് ക്രോഡീകരിക്കുകയാണോ ചെയ്തത്. അപ്പൊ ആ എഴുതിയ സമയത്ത് തെറ്റിപ്പോയതായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അല്ല, ഇവിടെ ഒരു കാര്യം, ഈ ചിത്രം ഒന്ന് കാണിച്ചേക്കാം അല്ലേ. 26 വിധം ഖുർആനുകളാണ് ഈ കാണുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഇത് ഹറ്റൂൺ ടാഷ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു വലിയ തോതിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു ക്രിസ്ത്യൻ വനിതയാണ്.
അപ്പോൾ അവരെ കുത്തി പരിക്കേൽപ്പിച്ച കഥയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ റീഡേഴ്സ് കോർണറിൽ പോയി നിന്നിട്ട് UK-ൽ നിന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഇസ്ലാമിസ്റ്റുകൾ, കുരുപൊട്ടിയ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ കിടന്ന് കമൻറ്റ് ബോക്സിൽ കുരുപൊട്ടിക്കുന്ന പോലെ അവിടെ പോയി കുരുപൊട്ടിച്ച് ഇവരെ കത്തിക്ക് പെരുമാറാൻ നോക്കി. അതാണ് അവർ പരിക്ക് പറ്റിയ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഖുർആൻ ടൈപ്സ് ഓഫ് ഖുർആനാണ്. അബി ജാഫർ, ദൂരി, അബി അമ്രൽ ബസ്രി, ഇബ്ൻ ജമാസ്, ഖലഫ് അൽ, അങ്ങനെ നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, ഇഷ്ടംപോലെ ഖുർആൻ ടൈപ്സ് ഓഫ് ഖുർആൻസ് ആണ്. ഇത് തന്നെ ഏതാണ്ട് 26 അവിടെ അവരുടെ കയ്യിലുള്ളത്. പിന്നെ അതിൽ കൂടുതലുണ്ട്, 10-70ഓളം വിവിധ ടൈപ്സ് ഓഫ് ഖുർആൻസ് ഇന്ന് നിലവിലുണ്ട് എന്നാണ് ഇതിനോടകം പുറത്ത് നാസ വിട്ടിരിക്കുന്ന വാർത്ത. ഓക്കെ, ഖുർആൻ വള്ളി പൊള്ളി വിട്ടിട്ടില്ല, എന്താണ് വ്യത്യാസമില്ല, അത് ഒരെണ്ണമാണ് എന്നൊക്കെ വാദിക്കുന്ന ഏതെങ്കിലും കാക്കാമാരുണ്ടെങ്കിൽ ഇത് കണ്ണിറഞ്ഞൊന്ന് കാണുക. ഇന്നത്തെ ഈ ഗൂഗിൾ കാലത്ത് നിങ്ങൾ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ പോരെ ഗൂഗിൾ, ഇതിൻ്റെയൊക്കെ എല്ലാ വിവരണങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവർ പറയുന്നൊരു സംഭവമുണ്ട്, ഇതിൽ പാരായണത്തിൽ മാത്രമേ വ്യത്യാസമുണ്ട്, അർത്ഥം ഒന്നാണെന്നാണ് ഇവർ പറയുക. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് കിറാഅത്ത് എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ 7 കിറാഅത്തിനെ കുറിച്ചാണ് ഇവർ എപ്പോഴും പറയാം. ഈ 7 കിറാഅത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കാറ്. അല്ല, അതൊരു തമാശയുണ്ട് ഇതിനകത്ത്. ഒരാള് ഒരു ഉസ്താദ് നിന്നിട്ട് പ്രസംഗിക്കുന്ന ഒരു സാധനം നമ്മളിവിടെ പണ്ട് റിയാക്ട് ചെയ്തത് കിടപ്പുണ്ട്, ഒരു വീഡിയോ. ഒരു ഒറിജിനൽ നോട്ടും ഒരു കള്ളനോട്ടും, എന്നിട്ട് കള്ളനോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ ഇത് കള്ളനോട്ടാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒറിജിനൽ ഏതാണെന്ന് അറിയണ്ടേ. ഇത് ഒറിജിനൽ അറിയണോണ്ടാണല്ലോ നമുക്ക് കള്ളനോട്ട് കണ്ടാൽ മനസ്സിലാവണത്. ഈ ഇരിക്കണതിൽ ഏതാണ് ഒറിജിനൽ എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി, അപ്പം നമുക്ക് പറയാലോ ഓക്കെ ഇതാണ് കള്ളൻ എന്ന്. ഇത് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഇതിനകത്ത് ഏതാണ് ഒറിജിനൽ ഏതാണ് കള്ളൻ എന്ന്? ആദ്യം എവിടുന്ന് കിട്ടും ആ വിവരം? അതാണല്ലോ നമ്മുടെ ചോദ്യം. നമ്മളിത് പറയുന്നതാണ്, ഇവരുടെ എന്താ പറയാ വലിയ വായിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കും, എന്നിട്ട് മുസ്ലിയോട് മുഹമ്മദ് നബി ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു, എന്നിട്ട് മൂപ്പര് ചരിത്രം പരിശോധിച്ചു വെച്ചപ്പോ താങ്ങൂല. അതെ, അത് നമ്മളിങ്ങനെ ഈ മോള് കയറ്റി വെച്ച് കഴിഞ്ഞാലേ അത് താഴോട്ട് വീഴുള്ളൂ. ലോ ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ വായിലൊന്നും പോയിട്ട് എന്തെങ്കിലും പറയാൻ നിൽക്കരുത്. അതെ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പം ഇതിപ്പോൾ മുഹമ്മദ് നബിയുടെ വിഷയം പറയുമ്പോൾ എന്താണ് ഗാന്ധിജി എന്താണ് ചൈൽഡ് മാരേജ് നടത്തിയിട്ടില്ലേ, അതുപോലെ പല ആളുകളുടെയും ചൈൽഡ് മാരേജ്. നമ്മൾ ചോദിക്കണത് ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണെന്ന് ഗാന്ധിജി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? EMS പറഞ്ഞിട്ടുണ്ടോ? ചട്ടമ്പി സ്വാമി കസ്തൂർബ ഇത് സ്വന്തം ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുക, എല്ലാവരും അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയും. എന്നിട്ട് നമ്മളത് ഓക്കെ അതിനുള്ള ക്വാളിറ്റി എന്താ ഉള്ളതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ? അന്വേഷിക്കുന്ന സമയത്ത് 7 അയലത്തില്ല എന്ന് വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അത് ശരിയാണോ? അത് ശരിയല്ലല്ലോ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ പാരായണ വ്യത്യാസം അതിനെക്കുറിച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്യാവോ? ഇത് നമ്മൾ പറയാറുള്ളതാണ്, എന്നാലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമേജ് എടുക്കാം അപ്പോഴേക്കും. ഓക്കെ, ഈ പാരായണ വ്യത്യാസം മുസ്ലിങ്ങൾ അവകാശപ്പെടുത്തുന്നത് മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ പാരായണ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. കിറാഅത്ത് എന്നുള്ളത് അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിലോ ഒക്കെ ആണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഹദീസിലാണെന്നൊന്ന് 7 തരത്തില് പാരായണം ചെയ്യാന്ന് മുഹമ്മദ് പറഞ്ഞത്ര. അതായത് മുഹമ്മദിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് റസൂല് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം മറ്റൊരാൾ പറഞ്ഞു അല്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ 2 കൂട്ടരും ചെയ്ത് ശരിയാണെന്ന് മൂപ്പര് പറഞ്ഞത്ര. അങ്ങനെ ഓതാം ഇങ്ങനെ ഓതാന്ന് പറഞ്ഞു. 7 രീതിയിൽ ഓതാനുള്ളതാണ് ഇത് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓതാൻ അങ്ങനെയാണ് ഇത് ഇറക്കിയതെന്നാണ് മൂപ്പര് പറഞ്ഞു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഏതൊക്കെയാണ് ഇന്ന് ഉള്ള കയ്യെഴുത്ത് പ്രതികളിൽ എന്നുള്ളത് എത്ര മുസ്ലിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? പക്ഷെ ഈ 7 എന്നുള്ളത് 10ഉം 12ഉം ആണെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഈ പാരായണ രീതി മാത്രം. പാരായണം എന്നുള്ള കാര്യം ഈ കയ്യെഴുത്ത് പ്രതികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം കയ്യെഴുത്ത് പ്രതികളിൽ പാരായണത്തിലുപരി മാറ്റങ്ങളുണ്ട്. വാക്കുകളുടെ സ്ഥാനം മാറ്റമുണ്ട്. അതായത് 2 വാക്കുകൾ പരസ്പരം അതിന്റെ സ്ഥാനം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് നമ്മൾ നീട്ടി ഓതേണ്ട സ്ഥലത്ത് നീട്ടി ഓതാനുള്ള മാർക്കുകളൊന്നുമില്ല. അപ്പോ ഞാനത് എടുക്കുന്നുണ്ട് അതിന്റെ സാധനം കയ്യോടെ അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം. പാരായണ രീതി എന്ന് മുസ്ലിങ്ങൾ ഇന്ന് അവകാശപ്പെടുന്ന കാര്യം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാതും കൺഫേം ചെയ്യുന്നത് എവിടെന്നാ? ഇസ്ലാമിക ചരിത്രം. അത് ഞങ്ങൾ ഉണ്ടാക്കി. ചാക്രിക യുക്തിയാണല്ലോ ഇസ്ലാം. അത് മുഹമ്മദിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ അറിയില്ല. മുഹമ്മദ് എല്ലാവരോടും പറയുന്നു അള്ളാഹു ഉണ്ട് എന്ന്. അപ്പൊ അവര് പറയുന്നു അള്ളാഹു ഉണ്ട് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ വാക്ക് ദൈവങ്ങളുണ്ട്.
നിനക്ക് എങ്ങനെ മനസ്സിലായി അള്ളാഹു ഉണ്ടെന്ന്? അല്ല അള്ളാഹു എന്നോട് അള്ളാഹു പറഞ്ഞു. പറഞ്ഞു. അതെ. അതിനെന്താ തെളിവ്? അതെന്റെ എന്റെ വേദഗ്രന്ഥം ഖുറാൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായി മനസ്സിലാവും. അത് ഖുറാൻ ആരെ അതെ. കൊണ്ടുവന്ന്? അത് ഞാൻ അല്ല ഇത് ഇതുപോലെ ഇത് 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 നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് ഹോമിയോപ്പതിയുടെ തെളിവ് എന്താന്ന് ചോദിക്കുമ്പോൾ തെളിവൊന്നും കൊടുക്കണ്ട. അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞിരുന്നതാണ് എന്റെ ക്ലിനിക്കിലേക്ക് വാ ഞാൻ കാണിച്ചു തരാന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ കാക്കാമാര് പറയുന്നത്. ഇതിപ്പോ ദേ ഹഫ്സ് വേർഷനിലും അൽ ദൂരി ആ വേർഷനിലുള്ള വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണുന്നത്. ഒന്ന് വായിച്ചു ആ കൊടുത്തള അറബി. ഒരു സ്ഥലത്ത് കബീർ എന്നാണ്, ഒരു സ്ഥലത്ത് കസീർ എന്നാണ്. ഇത് കസീർ തീർച്ചയായിട്ടും എന്നാണ്. അതെ ആ, മനസ്സിലാവില്ല. കസീറൻ എന്നുള്ള കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ, കസീർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നർത്ഥം അതെ അല്ലെ? അപ്പൊ ഈ അതെ കസീറും കബീറും തമ്മിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്. ഒരു കുത്തു മാറിപ്പോയതാണ്, ഉം. എക്സ്ട്രാ കുത്തു വന്നതാണ്. ഇത് അതെ ഇത് ഇത് ആർക്കാ മനസ്സിലാവും? ഇത് അതായത് ഇത് അതെ. രണ്ടിന്റെ സാധനം അതാണ്. ആ ഒന്ന് ആ 3 കുത്ത് മുകളിലിട്ട് ഒന്ന് ഒരു കുത്ത് താഴെ ഇട്ടു. അത്രേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ടെക്സ്റ്റിൽ കുത്തുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് അതെ കുത്ത് ഇട്ടപ്പോ മാറിപ്പോയതാണ്. ഇങ്ങനെ നിരവധി അതെ തിരുത്തലുകൾ നിങ്ങൾ കാണാം. ഇപ്പൊ ഈ ഇനി മാറ്റി എഴുതുന്ന അടുത്തത് സ്ഥലത്ത് പോലും. അതെ, ഒരു സാധനം കൂടി ഇത് അങ്ങനെ കൂടി നിരവധി കണ്ടിട്ട് ഉണ്ട് കേട്ടോ മറ്റേത്. നിങ്ങൾക്ക്. അതെ അതെ അതെ. ഇതിപ്പോ വേറെ ഉണ്ട്. അത് ക്ലാരിറ്റി കുറവാന്ന് തോന്നുന്നു അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് വലുതാക്കിയാൽ ചിലപ്പോൾ വായിക്കാൻ പറ്റും. ആണോ? ഓക്കെ കാണികൾക്ക് ഇത് വേണ്ടി മതി പറയാം. ഇത് മതി. ഓക്കെ ഇമേജ് കാണുന്നുണ്ടോ? എനിക്ക് ഓക്കെ കാണുന്നുണ്ട് കുറച്ച്. ഓക്കെ ഒന്ന് ബി ആക്സെപ്റ്റഡ് മെയിലും ആ മറ്റേത് ഫീമെയിലും. ഇത് ഇത് ഏത് നമുക്ക് അക്ഷരം ക്ലാരിറ്റി ഏത് ഉള്ളത് വാക്കാണ്? ക്ലാരിറ്റി ഓക്കെ ഉള്ളത് എടുക്കാം. അത് ഓക്കെ. എടുത്തപ്പോൾ കണ്ടില്ല. ഇതിപ്പോ നമുക്ക് 2 എണ്ണം. ഇത് ദ ഹഫ്സും റൈറ്റിംഗ് ഓഫ് ദ ഖുറാൻ അക്കോർഡ് ഹഫ്സും വർഷം. വർഷം തമ്മിലുള്ള വ്യത്യാസം. അതും ആ മാലിക് യൗമിദ്ദീൻ അത് യെസ് അത് ഇതിനകത്താണ് വരുന്നത്. അത് അതെ ഇതിനകത്തല്ല വരുന്നത്. ഓക്കെ. ഇതിപ്പോ 5:54 ആ യർത്തദിദ് ആ ഒരെണ്ണത്തില് ഒന്ന് യർത്തദ്ദ. യർത്തദ്ദ. അതെ. രണ്ടിന്റെ അർത്ഥം പോലും വ്യത്യാസം വരുന്നു. ഇത് പിന്നെ ഇന്നുള്ള ഖുറാനിലെ വേരിയേഷൻ ആണോ? ഇത് കയ്യെഴുത്ത് പ്രതിയും പണ്ടത്തെ കയ്യെഴുത്ത് ആ പ്രതി നമ്മൾ കാർബൺ ഡേറ്റ് വെച്ചതും ഇന്നുള്ളത് തമ്മിൽ അതല്ല വ്യത്യാസമല്ല. ഇന്ന് ഇപ്പോഴത്തെ മാത്രമുള്ള 2 തരം അതെ ഖുറാനുകളുടെ വ്യത്യാസമാണ് മനസ്സിലായത്. അതെ ഒന്ന് വല യഹാഫു 91:15. ഇപ്പുറത്ത് ഫല യഹാഫു. ഒന്ന് വ ഒന്ന് അതെ, ഫ. നോക്ക ഞാൻ കാണികൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഉം. പണ്ടത്തെ കയ്യെഴുത്ത് പ്രതികളിൽ കൊത്തില്ലാത്തതിന്റെ ഒരു ഫലമാണ്. അവരെ ഉം. വായും ഫായും ഏതാണ്ട് ഒരു ആ ആകൃതിയാണ്. അതെ അതെ അത് നിങ്ങൾക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ യുക്തിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിപ്പോ ഇത് ഉം. കുറ്റപ്പെടുത്തുകയെന്ന് കരുതരുത്. കാരണം ഇത് ഭാഷകളിൽ എഴുതുന്ന എല്ലാ കൃതികളിലും സംഭവിക്കുന്നതാണ്. കോപ്പി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റ് വരും. പക്ഷെ ഈ അതെ വലിയ വായിൽ പോയിട്ട് ഓരോന്ന് ഉന്നയിക്കാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വള്ളി പുള്ളി വ്യത്യാസമില്ലാന്ന് ഇനി മേല പറഞ്ഞേക്കരുത്. സാരിയവും ഒന്ന് വസാരിയവും ഉം. ഒരു വ അധികം വന്നു അവിടെ. അത് അതെ. ഇത്ര വലിയൊരു ഒരു പ്രോബ്ലം അല്ല ആണോ അത് ഡോക്ടർ? ഇല്ല വായ എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ അതെ അതെ പിന്നെ എന്നൊക്കെ നമ്മൾ പറയുന്നു. ആൻഡ് അപ്പൊ അയ്യാ അറബിയിൽ ആൻഡ് എന്നുള്ള ഉം. പിന്നെ വ ഔസ വ വസ്സ. സോറി അതെ മ്യൂട്ടായി പോയാ. അതെ അലിഫ് പോയി. ക്ലിയറാ ക്ലിയറാ. കേൾക്കാമോ? കേൾക്കാം പെർഫെക്റ്റ്. ഇതേ ഞാൻ വ പറയുന്നത് ഔസ കേൾക്കാം കേൾക്കാം. ഓക്കെ ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. അപ്പോ ഓക്കെ ഇത് ഇനി അടുത്ത് പറയാം. അടുത്തത് കാണാം. യഖൂലൂന തഖൂലൂന യാ തായായി മാറി. അതെ ഇത് നിങ്ങൾ നോക്കുക. ഇവിടെ യായുടെ താഴെ 2 കുത്ത് നിങ്ങൾ കാണുന്നുണ്ട്. ആ കഴ്സർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. യായുടെ താഴെ അതായത് ഇവിടെ യായുടെ താഴെ 2 കുത്ത്. ഈ 2 കുത്ത് മുകളിലോട്ട് പോയി. അത് ആ ഒരു തോണിയുടെ ആകൃതിയിലാണ് അക്ഷരം, അതിന്റെ മൂലരൂപം. അതിന്റെ മുകളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ വ്യഞ്ജനത്തിന്റെ ഉച്ചാരണ വ്യത്യാസമുണ്ട്. താഴെ കുത്തിട്ട് കഴിഞ്ഞാൽ തായും ബായും തായും യായും ആയി മാറും. ഒരു കുത്ത് മാത്രം താഴെ ഇട്ട് കഴിഞ്ഞാൽ ബായായി മാറും. അപ്പൊ ഈ പണ്ടുള്ള മൂലകൃതിയിൽ ഇതില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് വീണ്ടും. അതെ ഇനി അടുത്തത് നുൻഷിറുഹ നുൻഷിസുഹ. 2 വാക്ക് തന്നെയാണ്. റാ സ എന്നുള്ള സ ആയിട്ട് മാറും. ഒരു കുത്താണ് വ്യത്യാസം. യെസ്. പിന്നെ ആത്തൈനാക്കും
ആത്തൈത്തുക്കും. ആഹാ. ഹീമു ഹിമു നീളം കൂടി ഒന്നിൽ കുറഞ്ഞു. ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മാലിക് യൗമുദ്ദീൻ വേറൊരെണ്ണം മാത്രമാണ് നമ്മളൊരു സാമ്പിളിന് എപ്പോഴും എനിക്കൊന്ന് ഇഷ്ടംപോലെ ഉണ്ട്. സുന്നികളും ഷിയാക്കളും തമ്മിൽ ഉള്ള തർക്കം വരെ വരുന്ന രീതിയിൽ ഇതിന്റെ ഇതൊരു വചനമൊക്കെ ഉണ്ട്. അതായത് ഇസ്ലാമിലെ ഫിഖുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറഞ്ഞെടുത്ത് ദിവസങ്ങളുടെ എണ്ണം എന്തോ മാറിപ്പോയിട്ട് നോമ്പെടുക്കാൻ പറഞ്ഞാണോ എനിക്കറിയില്ല. അല്ല, അങ്ങനെ തർക്കം വരുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മളുടെ അടുത്ത ഖലീഫ ആരാകും എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ആ ഖലീഫയാകുന്നതിൽ അലിയാണ് അടുത്ത ഖലീഫ എന്നുള്ളതിനുള്ള ഉത്തരം അത് ഖുർആനിലുണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. ഓക്കെ, അത് ഇവർ സമ്മതിക്കില്ല. അത് ഈ എററിന്റെ പേരിലല്ല, അവരത് പറയുന്നത് എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് അടുത്ത ഖലീഫയാവേണ്ടതെന്ന് പറയുമ്പോൾ കുടുംബ പരമ്പര ആരാണ്? അത് അലിയല്ലേ വരുന്നത്. അങ്ങനെയാണ് അവിടെ ആ തർക്കം വരുന്നത്. ആ ഒരു പ്രോബ്ലം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇതുപോലെയുള്ള പല പല വിഷയങ്ങൾ. അപ്പോൾ സമാധാനമതമാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും പാരായണ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ വള്ളി പുള്ളിയിൽ വരെ അടപടലം പ്രോബ്ലംസ് ആണ്. അപ്പോൾ വള്ളി പൊട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ വിശ്വാസികൾ, മലയാളികൾ എപ്പോഴും വന്നിട്ട് നമ്മളുടെ ഇൻബോക്സിലൊക്കെ വന്ന് ഓരോരുത്തർ പറയാറുണ്ട് ഇത്രമാത്രം പ്രിസർവ്ഡ് ആയിട്ടുള്ള ഖുർആനെ കുറിച്ചൊക്കെ. അപ്പോൾ തള്ളി മറിച്ചേക്കരുത്, ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളതൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും എന്ന് ഇവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇനി വേറെ എന്താണ് അതിനകത്ത് ചേർക്കാനുള്ളത്? ഇനി ഇതിന്റെ കുറിച്ച് പഠിച്ച ചില ആളുകളുടെ റെഫറൻസ് ഞാൻ വേണമെങ്കിൽ തരാം. ദ വേരിയന്റ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. ദ വേരിയന്റ് ഖുർആൻ. ഓക്കെ, അത് ഇസ്ലാമിനെ കുറിച്ച് മാനുസ്ക്രിപ്റ്റ്, അതായത് കയ്യെഴുത്ത് പ്രതികളിൽ മാത്രം പഠനം നടത്തി പണ്ഡിതനായിട്ടുള്ള ഒരു പാശ്ചാത്യ പണ്ഡിതന്റെ ചാനലാണ്. നിരവധി അനവധി ഖുർആനുകളിലെ വ്യത്യാസങ്ങൾ ഓരോന്നും വെച്ച് അതിന്റെ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ബ്രൂബേക്കർ എന്നാണ്, ഡാനിയൽ ബ്രൂബേക്കർ ആണ് പേര്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ദ വേരിയന്റ് ഖുർആൻ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. നിങ്ങൾക്ക് പോയി കാണാം. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. പാശ്ചാത്യ പണ്ഡിതര് നിരവധി വളരെ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ബിരുദെടുത്തവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാരാണ്. ഇനി ഇത് കൂടാതെ അഹമ്മദ് അൽ ജലാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൗദി അറേബ്യയിലൊക്കെ ഇറാഖിലും ജോർദാനിലും ഒക്കെ പോയി കുഴിച്ചു നോക്കി. ഇപ്പൊ പെട്രയെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്. ഈ ജോർദനിലും ജെറുസലേമിലും അവിടെയൊക്കെയുള്ള ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ ഡേറ്റിംഗ് നടത്തി അതിനെക്കുറിച്ച് ഒരുപാട് ചാനലുകൾ വന്നിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അഹമ്മദ് അൽ ജലാദ്. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഒരു ലിങ്ക് എടുക്കാൻ പറ്റുന്നു. അഹമ്മദ് അദ്ദേഹം വളരെ എന്താ പറയുക ഈ മേഖലയില് ഒരു മിനിറ്റ്, ഞാൻ ലിങ്ക് അയച്ചെന്നാ ഇവിടെ എടുക്കാം. അതിന്റെ ഇടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടേക്കാം. നമ്മളുടെ ഹഫ്സ് ആ വേർഷനിലുള്ള വ്യത്യാസത്തിൻ്റെയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ ഫോട്ട് എന്നുള്ളത് മാറിയിട്ട് വാസ് കിൽഡ് എന്നാവുന്നൊരു വളരെ വിചിത്രമായ പാരായണ വ്യത്യാസമാണ്. ഓക്കെ, അതിനകത്ത് കാണാം. കാത്തല എന്ന് പറയുന്ന സാധനം അത് കുത്തില എന്നായിട്ട് മാറുകയാണ്. രണ്ട് അർത്ഥമാണ്. നിങ്ങൾ നോക്കുമ്പോൾ പാരായണ വ്യത്യാസം മാത്രമാണെന്നൊക്കെ നിങ്ങൾക്ക് വാദിച്ച് നിൽക്കാം. പക്ഷെ അത് പാരായണ വ്യത്യാസം മാത്രമല്ല. അത് ഒന്ന് ഫൈറ്റ് ചെയ്തു എന്നേ ഉള്ളൂ, മറ്റേതിനകത്ത് കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഫൈറ്റ് ചെയ്യുന്നതും ചാവുന്നതും രണ്ടാണ് എന്നൊന്ന് പറയുന്നത് നല്ലതാണ്, ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്. ഓക്കെ, സാന്ദർഭികമായിട്ട് ഗ്യാപ്പ് ഫില്ലറായിട്ട് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് പിന്നെ ഒരു ഞാന് അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റുമോ? ഞാനൊരു ഇത് അയച്ചുതരാം. ഇതിന്റെ ലിങ്ക് അയച്ചോളൂ. ഇപ്പൊ നേരത്തെ ഞാൻ അവർക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ആ യൂട്യൂബ് ചാനൽ ജസ്റ്റിന്റെ അതിന്റെ ഒരു തംബ്നെയിൽ കാണിച്ചു കൊടുത്താൽ മതി. രണ്ട് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ആ യൂട്യൂബ് ചാനൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അത് യൂട്യൂബില് ഇടക്കിടക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പൊ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബൈബിള് പഠിച്ച പോലെ പ്രത്യേകിച്ച് എണ്ണപ്പണമൊക്കെ കൊണ്ട് ഇവര് ഈ പഠനത്തെ ഒക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഖത്തറിലെ ആണെങ്കിലും അതെ, അവരുടെ നേതൃത്വത്തിൽ തന്നെ അവര് ഫണ്ട് ഇറക്കിയിട്ട് തന്നെ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അവര് ഫണ്ട് ഇറക്കിയിട്ട് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് നിരവധി ആളുകൾ
അതായത് ഇത് കൃത്യമായിട്ട് വിമർശനാത്മകമായിട്ട് പഠിക്കാൻ തുടങ്ങി. പണ്ട് കാലത്ത് ഇപ്പോ നമ്മുടെ എന്താ പറയാ കീത്തുമൂർ ഇവര് പറയാറുണ്ട്. അവസാനം അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ ലാസ്റ്റ് അതിനെ തിരുത്തിക്കൊണ്ട് തന്നെ ഉപയോഗിക്കായിരുന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയാണല്ലോ പിന്നീട് പറഞ്ഞു. അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പഠനത്തിൽ വിമർശനം കുറവായിരുന്നു. ബൈബിളിലുള്ള അത്ര അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഇപ്പൊ ബാർട്ടർമാനൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ പണ്ഡിതന്മാരൊന്നും വിമർശനാത്മകമായിട്ടുള്ള പഠനം ആണ് ശരിക്കുള്ള ചരിത്ര പഠനം. നിങ്ങൾ ഈ ഇസ്ലാമിക സോഴ്സസിലുള്ളത് മാത്രം വിശ്വസിച്ച് അത് ചരിത്രമല്ല, അതൊരു മതപരമായിട്ടുള്ള പഠനം. ചരിത്രം പഠിക്കുമ്പോൾ ചരിത്ര ശേഷിപ്പുകളാണ് പ്രധാനമായിട്ട്. നിങ്ങൾക്കറിയാലോ, ഇതാണോ? അതെ, ഇതാണ് ഒരു നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചുള്ള അറിവ് കിട്ടാൻ ഉതകുന്ന ഒരു ചാനലാണിത്, എക്സ്പ്ലോറിംഗ് ദ ഖുറാൻ ആൻഡ് ബൈബിൾ. ഇനി മറ്റേത് ദ വേരിയന്റ് ഖുറാൻ ആണ്. ഇപ്പൊ ഇത് ഒരു ഫോട്ടോ ഇപ്പോ നിങ്ങളിപ്പോ സ്ക്രോൾ ചെയ്തില്ലേ, ഒരു ഫോട്ടോയുടെ മുകളിലൂടെ ഇദ്ദേഹമാണ് അഹമ്മദുൽ ജലാദ്. അതിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹം ഒരു മിനിറ്റ്, അല്ലല്ല ജാവേദ് ഹാഷ്മി അല്ല, അതിന് തൊട്ടപ്പുറത്ത് അതിന്റെ തൊട്ട് സൈഡ് എ ന്യൂ പാലിയോ അറബിക് എന്ന് അതെ, അത് രണ്ടുപേരുണ്ട്, ഹൈത്തം സിദ്ക്കി പിന്നെ ഈ അഹമ്മദ് അൽ ജലാദ്. ഈ അഹമ്മദ് അൽ ജലാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചിത്രം ഇപ്പൊ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ, അതിന്റെ താഴെ ഇരിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, അദ്ദേഹമാണ്. ആ വീഡിയോയുടെ താഴെയുള്ള അയാളാണ്. ശരി, ഞാനത് കണ്ടിട്ടില്ല. ചാനൽ ഞാൻ എപ്പോഴാണ് അറിയുന്നത്. എന്തായാലും വിശദമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്താലോ? ജസ്റ്റ് ഇത് പ്ലേ. Hello friends, my name is Gabriel Said Reynolds. I teach Islamic Studies and Theology here at the University of Notre Dame. You might have noticed online that when it comes to the study of the Quran or the Bible, there's a lot of chat at the extremes. People attacking the Quran or defending the Quran, people attacking the Bible or defending the Bible. There's not a lot of serious conversation in the middle. And that, friends, is exactly what we seek to do on this channel, exploring the Quran and the Bible. You might not agree with all of the interviews and discussions that occur and appear on this channel, but you will find them intriguing and serious. I hope, friends, that you take a moment to subscribe to this channel, to like the videos. Thank you so much. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശദമായിട്ട് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? വേറെ ഏതിൽ പ്ലേ ചെയ്യേണ്ടതുണ്ടോ? ജസ്റ്റ് ഏതെങ്കിലും പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞപ്പോ ഇതിനകത്ത് എല്ലാ ധാരയിലും, അതായത് ഇസ്ലാമിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക പഠനവുമായി ബന്ധപ്പെട്ട് പല ധാരകളുണ്ട്. പട്രീഷ്യ ക്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ട്. അവരാണ് ഈ റിവിഷനിസം, അതായത് മുഹമ്മദ് എന്ന ആളും മക്കയും ഒക്കെ കെട്ടുകഥകളാണ് എന്ന് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നീട് മുഹമ്മദ് എന്ന ആൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ കുറിച്ചുള്ള തെളിവുകൾ വളരെ കുറവാണ് എന്ന ഒരു നിഗമനത്തെത്തി. അതിനെയാണ് നമ്മൾ റിവിഷനിസം എന്ന് പറയുന്നത്. മുഹമ്മദ് എന്ന ആളില്ല. ഇപ്പൊ ക്രിസ്തീയ അപ്പോളജിസ്റ്റുകളൊക്കെ പറയുന്നത് മുഹമ്മദ് എന്ന ആൾ തന്നെ കെട്ടുകഥയാണ്. അപ്പൊ അതിനെയാണ് റിവിഷനിസം എന്നാണ് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോ മുസ്ലിങ്ങൾ ചെയ്യുന്നത് അതിന് ട്രഡീഷണൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ റിവിഷനിസത്തിൽ പെടുന്ന പണ്ഡിതയാണ് ഈ പട്രീഷ്യ കോണിന്റെ ശിഷ്യന്മാരും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ന്യൂട്രൽ ആയിട്ട് ഉള്ള ആളുകളിൽ പെട്ട ഒരാളാണ് അഹമ്മദ് അൽ ജലാദ്. അഹമ്മദ് അൽ ജലാദ് അദ്ദേഹത്തിന്റെ മതം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് ചരിത്രം ശാസ്ത്രീയപരമായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്. കല്ലുകളിൽ നിന്നും ഡേറ്റും ഒക്കെ ഉപയോഗിച്ച് അത് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ശേഷിപ്പുകളുടെ ചിത്രങ്ങളടക്കം അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ പേജിലുണ്ട്. ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ പേജിൽ അഹമ്മദ് അൽ ജലാദ് പബ്ലിഷ് ചെയ്ത പേപ്പറുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതല്ലാതെ വേറൊരു ധാരയുണ്ട്, അതായത് ഇസ്ലാമിക സോഴ്സസിലുള്ള സംഭവങ്ങൾ അതേപടി എടുക്കരുത്. ഈ ഉസ്മാൻ ഈ ഖുറാൻ ക്രോഡീകരിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ധാരയുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരാളാണ് ഈ ഷൂ മേക്കർ എന്ന് പറഞ്ഞ ആൾ. അപ്പൊ അതിനകത്ത് കാണാം. പിന്നെ ഈ ഹദീസും മഹാ അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ള ജോഷുവ ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഓക്സ്ഫോർഡിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ യൂട്യൂബിൽ പരതി നോക്കുക, ഈ ചാനലിൽ പോയിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ വരും. അപ്പൊ മറ്റു ചാനലുകൾ കാണാം. ഇതൊക്കെ ചരിത്രപരമാണ് കേട്ടോ. ഇതും ഇസ്ലാമുമായി ബന്ധമില്ല. ചരിത്രവും ഇസ്ലാമിക ചരിത്രവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോ ഞാനിപ്പോ ഒരുപാട് വിഷയങ്ങൾ കൂട്ടി കുറച്ച് പറയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എന്തായാലും ഞാനിപ്പോ ഒരു ആവശ്യത്തിന് പുറത്ത് പറഞ്ഞു. അതെ, അപ്പോ ഈ എനിക്കല്ല വിശ്വാസികളുടെ കാര്യം പറഞ്ഞു. അതെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല.
അത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ചരിത്രം ഇപ്പൊ എന്നോട് സിന്ധു നദീതട സംസ്കാരവും ഹിന്ദു മതവും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി നോക്കും. സിന്ധു നദീ സംസ്കാരത്തിൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ ഇന്നത്തെ വിഗ്രഹവുമായി ബന്ധമുണ്ട്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ മുസ്ലിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അവർ പറയും വള്ളി പുള്ളി വ്യത്യാസമില്ല. അതാണ് അവരുടെ ആദ്യത്തെ ആർഗ്യുമെന്റ്. നിങ്ങളുടെ ഒരിക്കലും തുടക്കം തന്നെ അങ്ങനെ പറയരുത്. നിങ്ങൾ പരിശോധിച്ചിട്ട് തെളിവുകളുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമ്മതിക്കുന്നു ക്രോഡീകരണം നടന്നിട്ടുണ്ട് ഖുറാന്റെ കാര്യത്തിൽ. കാരണം മാനുസ്ക്രിപ്റ്റുകൾ അതാണ് തെളിയിക്കുന്നത്. ഏതാണ്ട് നമ്മള് മറ്റു പുസ്തകങ്ങളിലുള്ളതിനേക്കാളും കുറവ് വ്യത്യാസമേ കൺസണന്റൽ ടെക്സ്റ്റിലുള്ളൂ. അവര് ഇപ്പൊ വാക്ക് ക്രമം മാറ്റിയാലും വാക്ക് മാറ്റിയാലും പര്യായങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അത്രയും കൃത്യമായിട്ട് കോപ്പി എഴുതി വെച്ച് വളരെ കൃത്യമായിട്ട് അവര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തെറ്റുകൾ വരെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് തെറ്റുകൾ, ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള തെറ്റുകളും അല്ലെങ്കിൽ വാക്കുകൾ ഒരു ഒടിവും ചതവും ഒക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് അത്രയും കൃത്യമായിട്ട് ഒരു കോഡ് വന്നതിന് ശേഷം പിന്നെ അതിന്റെ കോപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നത് അത് മുസ്ലിങ്ങൾ പറയുന്ന ഒരു അവകാശവാദത്തിന് തെളിവാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ മഹാബദ്ധങ്ങളാണ്. ഞാൻ പറഞ്ഞ നേരത്തെ അതിന്റെ കൂടെ സൂചിപ്പിക്കേണ്ടത് ഈ ഹദീസുകളെ കുറിച്ച് ജോഷ്വലിറ്റിൽ പറഞ്ഞ എന്ന് പറഞ്ഞ ആള് പറഞ്ഞൊരു കാര്യം, ഈ ഹദീസുകളിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഇതിപ്പോ നേരത്തെ എനിക്കും അറിയാമായിരുന്നു. അത് വെച്ചാല് ചില ഹദീസുകളൊക്കെ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യം 3 തവണ ചോദിക്കും. അതായത് ഒരു ചോദ്യം 3 തവണ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഉത്തരം പറയും. അത് അങ്ങനെ ഒരു സംഭാഷണത്തിൽ സംഭവിക്കും? ഇല്ല, അങ്ങനെ ഒരു സംഭാഷണത്തിൽ സംഭവിക്കില്ല. ഇത് നിങ്ങൾ ഈ ഹദീസിന്റെ ഇപ്പൊ സുന്ന.com മറ്റു ഹദീസുകളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും മുഹമ്മദിനോട് ഒരാൾ ചോദിക്കുന്ന രീതി തന്നെ മനുഷ്യര് തമ്മിലുള്ള സംഭാഷണം പോലെയല്ല, ഒരു കഥ പറച്ചില് പോലെയാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നരേഷനാണ്. അപ്പൊ ഈ കഥ പറച്ചിൽ എന്ന രീതി നമുക്ക് ചരിത്രത്തിൽ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് ഇസ്ലാമിക ചരിത്രത്തിലുടനീളം മുഹമ്മദ് ജനിച്ച വർഷത്തെ കുറിച്ച് ഇബ്നു ഇസാഖ് പറച്ചിലേ ഉള്ളൂ. അതെ, ഈ ആനക്കലഹം എന്ന വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്താണല്ലോ മുഹമ്മദ് ജനിക്കുന്നത്, ആ വർഷത്തിൽ ജനിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ അതിനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ ഇബ്നു ഇസാഖ് എഴുതിയത് അതൊക്കെ അതിശയോക്തി കലർന്ന് പിന്നീടുള്ള ചരിത്രകാരന്മാര് ഈ ചരിത്രം ഇത് വീണ്ടും ഈ മുസ്ലിങ്ങൾ പറയുന്ന ഒരു യുക്തി ഇവിടെ പൊളിയൂട്ടോ. അത് ഞാനിപ്പോ വീണ്ടും ഞാൻ പറഞ്ഞിങ്ങനെ വരുമ്പോ ഒരു ക്രമമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു തുമ്പും മാലും ഇല്ലാതെ പറയുന്ന പോലെ തോന്നും. പക്ഷെ നമുക്ക് വിശദമായിട്ട് ഞാൻ പിന്നീട് നമുക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് എല്ലാതും ക്രോഡീകരിച്ച് സ്ലൈഡുകളൊക്കെ കാണിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എന്തായാലും ഈ ഹദീസുകളും ചരിത്രവും ഏറ്റവും പഴയ സീറയും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ജീവചരിത്രവും ഏറ്റവും പഴയ ഹദീസും അതിന്റെ കൈയെഴുത്ത് പ്രതി ഏത് കാലഘട്ടം വരെയാണ് ഉള്ളത് എന്ന് ഏതെങ്കിലും ഈ മദ്രസയിൽ പഠിച്ച വിശ്വാസിക്ക് അറിയും. ഏത് കാലഘട്ടം വരെയാണ് ഉള്ളത്? മുഹമ്മദിന്റെ കാലഘട്ടത്തോ അതിന് തൊട്ടടുത്ത കാലഘട്ടത്തോ ഉള്ള ഹദീസുകളോ ഇതോ ഇല്ല. ഖുറാൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഖുറാൻ മാത്രം ഏകദേശം 650 വരെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പുറകിലേക്ക് പറയാൻ പറ്റും. ഖുറാൻ മാത്രം ഇതില്ല. ഇനി അപ്പോ ഈ ഇബ്നു ഇസാഖ് എന്ന് പറഞ്ഞ ആൾ ചരിത്രം എഴുതി എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പറയുന്ന നമ്മൾ അറിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ല, അദ്ദേഹത്തിന് ശേഷം വന്നൊരു പുള്ളിയായിട്ടുള്ള ഇബ്നു ഹിഷാം എന്ന ആള് പറയുന്നു ഇതിനു മുമ്പ് വന്ന ഇബ്നു ഇസ്ഹാഖിന്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതിയതിന്റെ തെളിവേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഒരുപാട് പുകമറ ചരിത്രപരമായിട്ട് ഇസ്ലാമിന്റെ പുറകിലുണ്ട്. ഇനി ഈ ഞാൻ ഭാഷയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് ഈ സൗദി അറേബ്യയിൽ മുമ്പ് അറബി മാത്രമായിരുന്നില്ല ഭാഷ. 2-3 തരം എന്താ പറയാ രാജവംശങ്ങൾ തന്നെ വടക്കൻ അറേബ്യയിൽ ചിലരുണ്ട്. ഹിജാസ്, മക്ക, മദീന എന്ന് പറയുന്ന ഇവര് പറയുന്ന ഈ ഹിജാസ് എന്ന ആ പ്രദേശത്തിന്റെ പേര്. ഈ ഹിജാസിൽ വേറെ ഒരു തരം ആളുകളായിരുന്നു. കാരണം അറിയാലോ, നമുക്കറിയാം അവര് നാടോടികളായിരുന്നു, ഈ മരുഭൂമിയിൽ അലിഞ്ഞടന്ന ആളുകളായിരുന്നു. ഇവരൊക്കെ പലതരം ഭാഷകളാണ് സംസാരിച്ചിരുന്നത്. നബയറ്റിക്, അരാമയ, സഫിയറ്റിക്, പിന്നെന്താ ഈ അറബിക്കിന്റെ തന്നെ പഴയ വേർഷൻ ആയിട്ടുള്ള പേലിയോ അറബിക്, ഇങ്ങനെ ഒരുപാട് ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. അതായത് അതിന്റെ നമ്മളിപ്പോ സെമിറ്റിക് ഭാഷകൾ ഇപ്പോ ഹീബ്രുവും അറബിയും അരാമിയും തമ്മിലുള്ള സാമ്യത പോലെയുള്ള സാമ്യതകൾ അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ യമനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഉള്ള ഭാഷ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഭാഷയായിരുന്നു. ഹിമ്യാറിക്ക്, കത്തബാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേറെ ഭാഷകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭാഷയുടെ പരിണാമം വെച്ചിട്ടാണ് അഹമ്മദ് അൽ ജലാദ് പറയുന്നത് ഈ കല്ലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള
ചില ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത്? മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മുഹമ്മദിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ള ആളുകൾ അവര് പൂർണ്ണമായിട്ട് അന്ധതയിലായിരുന്നു, അല്ലെങ്കിൽ ജാഹിലിയ എന്ന് പറയുന്നുണ്ട്. അത് ഇദ്ദേഹം റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അവര് എഴുത്തുകുത്തുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് എഴുത്ത് എന്ന സംഗതിയിൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു. കല്ലിലൊക്കെ എഴുതി വെക്കാൻ മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. നിരവധി സ്ഥലത്ത് ഈ എഴുതി വെക്കുന്ന ആരാന്ന് പറയോ? ആട്ടിടയന്മാർ. അവര് അവരുടെ ഒട്ടകത്തെ തളിച്ചു കൊണ്ടുവതിനെ കുറിച്ചൊക്കെയാണ് എഴുതി വെക്കുന്നത്. അല്ലെങ്കിൽ അവര് അത് 4-ാം നൂറ്റാണ്ട് വരെ ഉള്ള സമയത്ത് ബഹുദൈവ അപ്പൊ അവർ പറയും, എന്നെ രക്ഷിക്കണേ ദൈവമേ, അല്ലെങ്കിൽ എന്റെ ദൈവം ഈ അപ്പുറത്തെ ഗ്രാമത്തിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ അപ്പുറത്തെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലും അവര് ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിന്റെ കാര്യം, ഇപ്പൊ പ്രാദേശികമായിട്ട് നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഉള്ള ചില കാടാമ്പുഴ ക്ഷേത്രം, ഇപ്പൊ ഗുരുവായൂരപ്പൻ, ഇതൊക്കെ എല്ലാവരെയും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു സ്വഭാവം അറബിയിലുണ്ടായിരുന്നു. ഈ 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഈ ദൈവങ്ങളെ വിളിക്കുന്ന പരിപാടി നിർത്തിയിട്ട് മിക്കവാറും ഒറ്റ ദൈവത്തിലേക്ക്, ഇപ്പൊ ലാത്തയും ഉസ്സയെയും മനാത്തെയും വിളിക്കുന്ന ആ സ്വഭാവം, ഇത് എവിടെയെന്നറിയാം? ഇത് ഹിജാസിലില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ തെളിവുകളൊക്കെ കിട്ടിയത് കൂടുതലും ഇവര് പറയുന്ന മക്ക മദീനയുടെ പുറത്താണ്. മക്ക മദീന പ്രദേശത്ത് അധികം ഇതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ തായിഫ് എന്നൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഈ കല്ലിലും ഇതിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ളതിൽ ഒരു അറേബ്യയിലും ജോർദാന്റെ ചില പ്രദേശങ്ങളിലൊക്കെ ഉടനീളം നമ്മൾ കാണുന്നത് അവര് എപ്പോഴും തുടങ്ങുന്നത്, അവരുടെ എഴുത്തുകുത്തുകൾ തുടങ്ങുന്നത് തന്നെ ബിസ്മിക റബ്ബന, അതായത് ഇൻ ദി നെയിം ഓഫ് മൈ ലോർഡ് എന്നാണ്. ഇതില് അല്ലാഹു എന്നുള്ള ഒരു ദൈവത്തിലേക്ക് അവര് പിന്നീട് മാറുകയാണ്. ഇത് മുഹമ്മദിന് പുറകിലാണെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം. കാരണം മുഹമ്മദ് ജനിച്ച 570 മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരാൾക്ക് ഇസ്ലാമിൽ നിൽക്കുക എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ. അങ്ങനെ തയ്യാറാവാത്തോണ്ടാണല്ലോ നമ്മൾ അവരെ മദ്രസ ജീവികൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അതെ. അപ്പോ അക്കാദമികമായിട്ടുള്ള പഠനങ്ങൾ മദ്രസയിൽ നടക്കാറില്ല. എനിക്കിത് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവരിപ്പോ ഇത് കൃത്യമായിട്ട് മാനുസ്ക്രിപ്റ്റും, അല്ലെങ്കിൽ ഇപ്പൊ മറ്റ് ആളുകളൊക്കെ ഇപ്പൊ ജെറുസലേമിലൊക്കെ പോയിട്ട് അവിടെ കുഴിച്ചു നോക്കിയിട്ട് ബൈബിളിനെ കുറിച്ച് പഠിക്കുന്ന പോലെ ഇവരിത് ഇവിടെ പഠിക്കുകയാണെങ്കിൽ തീർന്ന്, അന്ന് പിന്നെ ഇസ്ലാം ഉണ്ടാവില്ല. അതെ. യെസ്. അപ്പോൾ എന്തായാലും മടുത്തിരുന്ന എനിക്ക് കുറച്ച് ഊർജം തരാൻ നമ്മൾ ജസീമിനെ കൊണ്ടായിരിക്കുകയാണ്. വീണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളായിട്ട് നമുക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കെന്തായാലും നമ്മളുടെ അടുത്ത ദിവസം ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഒരു സംഭവം വരുന്നുണ്ടല്ലോ. അതായത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് പ്രഖ്യാപിക്കണം, എല്ലാവരും അംഗീകരിക്കണം, എന്നാൽ മാത്രമാണ് അവിടെ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആദ്യമായിട്ട് എന്തോ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമാണെന്ന്. ഈ പാലസ്തീനെന്നും ഇസ്രായേലെന്നും പറഞ്ഞ് 2 രാജ്യങ്ങളാക്കി അവിടെ മുന്നോട്ട് വരണമെന്ന് തുടക്കത്തിലെ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന സമയത്ത് അതിനെ ആദ്യം എതിർത്ത് നിന്നത് ആരാണ് എന്നുള്ളത് അറിയാതെയും ആ ചരിത്രത്തെ കുഴിച്ചുമൂടിയാണ് ഇപ്പോൾ ഇതെന്തോ വലിയ പുതിയ സംഭവമായിട്ട് ഇവർ പറഞ്ഞു വെക്കണം. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം അടുത്ത ദിവസം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച പോലെ ഓഡിയൻസിന് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇനി നമുക്ക് വെച്ച് നീട്ടാനുള്ളത്. ഓൾമോസ്റ്റ് 1 hour ആയല്ലോ. അപ്പോൾ അതിലേക്ക് കടന്നാലോ? ലിങ്ക് ഞാൻ ആവേശം അല്ല, ഞാനത് ആലോചിച്ചപ്പോൾ നല്ലതാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ 2ാമത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ വള്ളിപുള്ളി ആ വാദം, ആ സാധനം വള്ളി പൊട്ടിയ വള്ളിപുള്ളി, അത് നമുക്ക് അങ്ങനെ തന്നെ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് അടുത്ത ദിവസം ഒരു വീഡിയോ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാം, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചേർത്തിട്ട്. അപ്പോൾ അത് വിശ്വാസികൾ അറിയേണ്ട സാധനമാണത്. അപ്പോൾ നമുക്കത് ഇവിടെ ചേർക്കാം. പിന്നെ ഞാൻ എന്തായാലും നമ്മളുടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും, അതുപോലെ ഇവിടെ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട് ഇവിടെ വല്ലാതെ വിഷമിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാണ്. ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അഡ്മിൻസ് ആരെങ്കിലും ഒന്ന് പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ പിൻ ചെയ്യണമെങ്കിൽ ഞാൻ പിൻ ചെയ്യാം. നന്നായിരിക്കും ജോയിൻ ചെയ്താൽ. ഓക്കെ, യെസ്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജോയിനിങ് ലിങ്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാം. അതെ, വിഘ്നേഷ് വന്നിട്ടുണ്ട്. വിഘ്നേഷ് കേൾക്കാവോ?
യെസ്, കേൾക്കാമോ? കേൾക്കാം. ആ, യെസ് കേൾക്കാം. യെസ്, പറഞ്ഞോ. വെൽക്കം. ഗുഡ് ഈവനിങ് യാസിൻ ഭായ്, ഗുഡ് ആരിഫ് ഭായ്, എന്താ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മുഹമ്മദ് നബിയെ കുറിച്ച് മഹാഭാരതത്തിലാണെന്നൊക്കെ പറയുന്നത് ആ ചാറ്റ് നമ്മൾ കണ്ടില്ല. എന്താണ് അത് എന്റെ സംഭവം? പൊന്ന്, എജ്ജാതി ഗതികേടാണ് എന്റെ പൊന്ന് ആരിഫ് ഭായ്. ഇത്ര ഗതികെട്ട ടീംസിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്താ സംഭവം? ഒന്ന് പറഞ്ഞുതരാമോ? കണ്ടില്ല. മഹാഭാരതത്തിൽ അവസാനം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരാൾ വരും, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണെന്ന്. മുഹമ്മദ് നബിയുടെ അല്ല ജാസിം ഭായ്, അതല്ല മുഹമ്മദ് നബിയുടെ പ്രൂഫ് ഇവർക്ക് ഹദീസിലും ഇല്ല, ആയത്തിലും ഇല്ല. മഹാഭാരതം എടുക്കേണ്ട ഗതികേട്, മഹാഭാരതം എഴുതാൻ കേട്ടോ. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. മഹാഭാരതത്തിൽ അങ്ങനെ എഴുതി വെക്കാൻ കാണിച്ച എന്റെ റബ്ബ് എത്ര മഹാൻ. സുബ്ഹാനല്ലാഹ്. കാഫറുകളുടെ പുസ്തകത്തില്, കുഫർ ചെയ്യുന്ന ആൾക്കാരുടെ പുസ്തകത്തില് മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന അത് വന്ന് പ്രൂവ് ചെയ്തു. പോക്കരി എന്താ പറയാമെന്ന്? വിഘ്നേഷ്, അത് അല്ലോപനിഷത്ത് എന്നൊരു ഉപനിഷത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മാമത മഹർഷി വരും, താടി വളർത്താൻ പറയും. ഇതൊക്കെ ഞാൻ അക്ബറിന്റെ സീഡികൾ പണ്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അതിന് റിഫ്യൂട്ട് ചെയ്തിട്ട് സംസ്കൃത പണ്ഡിതന്മാര്, സംഘികൾ ഇറക്കിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ന് എഴുതിയതാണ് ഈ അല്ലോപനിഷത്ത് എന്ന് മനസ്സിലാവും. അല്ലോപനിഷത്തിന് ഏതാനും നൂറ്റാണ്ടുകളുടെ പഴക്കമേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു ചെറിയ കാര്യമുണ്ട് ഇതിലിങ്ങനെ എഴുതി വെക്കുമ്പോൾ. ഒരു പ്രശ്നമുണ്ട്. അതായത് ഇനി സപ്പോസ് അതിനകത്ത് തെളിവുണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഷെരീഫ് ഭായ് ഇപ്പൊ വരാട്ടെ, ഒറ്റ സെക്കൻഡ് ഒന്ന് ആഡ് ചെയ്തേക്കട്ടെ. ഷെരീഫ് ഭായ് ഒരു സെക്കൻഡ് കേട്ടോ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അതൊന്ന് കാണിക്കാൻ വേണമെങ്കിൽ. ഓക്കെ. അതല്ല, ഇതിൽ പറയുമ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലോപനിഷത്ത്. ഓക്കെ, ഇതിൽ ഈ പറയുന്ന ഒരു സംഭവം വരുമ്പോൾ സപ്പോസ് ആ പറഞ്ഞ പോലെ ഉപനിഷത്തിൽ ഉണ്ട് തന്നെ കൂട്ടുക. ഇവർ പറയുന്നത് എന്താണ്? എല്ലാ കിതാബുകളും കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ഖുർആനിൽ മാത്രമാണ് കൈകടത്തൽ ഉണ്ടാവാത്ത കിതാബ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന അല്ലോപനിഷത്ത് അത് കൈകടത്തൽ ഉണ്ടായതായിക്കൂടെ? ആവാലോ, ഈ മുസ്ലിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കൈകടത്താലോ. ഓക്കെ, അപ്പോൾ ഇനി അഥവാ കൈകടത്തലില്ല, ഇതിൽ മാത്രം കൈകടത്തലില്ല എന്നാണ് പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഇതിൽ കൈകടത്തലില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? എന്താണ് അതിന്റെ മാനദണ്ഡം? അള്ളാഹു പകുതി സംരക്ഷിച്ചു എന്ന് പറയും. പകുതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഖുറാനിലുള്ള സാധനങ്ങൾ പലതും പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മുൻകാലത്തിലുള്ള വേദങ്ങളിലേക്ക് നോക്കൂന്ന് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖുറാനിലെ സംശയം തീർക്കാൻ നിങ്ങൾ ബൈബിള് നോക്കൂ, പിന്നെ തോറ നോക്കൂന്ന് എഴുതി വെച്ചിട്ടുള്ള കിതാബാണ് ഖുറാൻ. പിന്നെ അതിൽ വലിയ ഒരു ദുരന്തം വേറെ ഇല്ലല്ലോ. നമ്മളെ അതിഥിയിലേക്ക് പോവാം. ഷെരീഫ് ഭായ് വന്നിട്ടുണ്ട്. ഷെരീഫ് ഭായ് കേൾക്കാവോ? സംസാരിക്കാം. എന്നെ കേൾക്കാവോ? യെസ്, പെർഫെക്റ്റ്. ഓക്കെ, ആദ്യം വസീം പറഞ്ഞൊരു കാര്യത്തിലേക്ക് തന്നെ പോവാ. ഇന്ന് വളരെ ഫ്ലോയിലാണ് സംസാരിച്ചത്. ജസീം സംസാരിച്ചത് നല്ല ഫ്ലോയിലാണ്, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കൊക്കെ അറിയാത്ത പല വിഷയങ്ങളും. സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഇടപെടാഞ്ഞത്. അതെ, അത് മാത്രമല്ല സാധാരണയിൽ വ്യത്യസ്തമായിട്ട് നല്ല ഫ്ലോ ആയിരുന്നു ഇന്ന്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളും അതിന്റെ കൂടെ തന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇസ്ലാമിക വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം തന്നെ ഈ 400 വർഷം പഴക്കമുള്ള ഒരു സാധനം നിരന്തരം നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയൊരു മാറ്റങ്ങൾക്കൊന്നും വിധേയമാക്കാൻ പറ്റില്ല എന്ന് ഇവർ പറയുകയും ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് പറയുന്നൊന്നും രൂപം കൊള്ളാനൊന്നും ഇല്ല, ഉള്ളതിനെ നമ്മൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക, അതിൽ അപ്പുറം ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് സാധാരണ വിമർശകരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളത്. ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും ഇന്ന് പ്രമാണങ്ങൾ എടുക്കാതെ, അതായത് ഖുർആനോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഗ്രന്ഥങ്ങളോ എടുക്കാതെ ഇങ്ങനെ ഫിലോസഫിയിലേക്ക് നമുക്കൊന്ന് ദൈവത്തെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. ആ അനുഭവം ഒന്നും ഉണ്ടായി. മറ്റൊരു ആരിഫ് ഇന്ന് ക്ലബ് ഹൗസിൽ വന്നിരുന്നു. അയാള് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിതാബിലേക്കും ഖുർആനിലേക്കൊന്നും പോകണ്ട, അതൊന്നും പോവാതെ നമുക്ക് ആർഗ്യുമെന്റ് നടത്തിയിട്ട്, അതായത് ഈ ഫിലോസഫിയുടെ ആ ഓരം നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സത്യത്തിൽ അയാൾ പരാജയപ്പെട്ടിറങ്ങി ഓടുകയും ചെയ്തു, അത് വേറെ കാര്യം. അപ്പൊ അവരെ സംബന്ധിച്ച് പോലും വലിയൊരു മടുപ്പ് ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ മിസ്റ്റർ ആരിഫിനോ
അല്ലെങ്കിൽ ജസീമിനോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഇതില്ല. കേൾക്കുന്ന ഞങ്ങളെ അത്ഭുതമില്ല. സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഇങ്ങനെ കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും ഇതില് നമുക്ക് മടുപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് പറയേണ്ടത് നിരന്തരം പറയുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ സാമൂഹ്യ ഒരു വിപത്തായ കാരണം അതുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ഒരാളിൽ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 100 ആളുടെ മാറ്റമായിട്ട് അത് പരിണമിക്കും പിന്നീട് എന്നുള്ളതാണ് അതിന്റെ ഗുണം. അതുകൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട കുറെ, ഇപ്പോൾ ഇന്ന് ജസീം ചെയ്ത പോലെ നമുക്കറിയാത്ത കുറെ ചാനലുകളുണ്ട്. അത്തരം ചാനലുകളൊക്കെ പരിചയപ്പെടുത്തി വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ, ഇപ്പോൾ റിട്ടയർമെന്റ് ആയിട്ടിരിക്കുന്ന എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ടൈമാണ്. അപ്പൊ അതിലൊക്കെ ഒന്ന് കയറി കേൾക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ സാഹിൽ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളെ കേൾക്കാൻ നല്ല രസമാണ്. കാരണം എന്താ പറഞ്ഞാൽ അവതരണം ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു അവതരണമാണ്. ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിൽ പോലും എനിക്കൊക്കെ ആ ഭാഷ സ്വായത്തായാൽ കാരണം എനിക്കതൊരു പ്രശ്നം തോന്നുന്നില്ല. എങ്കിൽ പോലും ഇനിയിപ്പോ ഹിന്ദി അറിയാത്തവനാണെങ്കിൽ പോലും ആ അവതരണത്തിന്റെ രീതി നല്ല രസമാണ്. ഒരു മസിൽപിടുത്തവും ഇല്ലാത്ത വളരെ തന്മയത്വമായിട്ട് അവതരിപ്പിക്കുന്ന രീതി ഉണ്ട്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമുള്ളൂ. കാരണം മനുഷ്യരിൽ മാറ്റം വന്നില്ലെങ്കിൽ വലിയ ദുരിതമാണ്. ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ GCCയിലൊക്കെ വരുന്ന ഒരു മാറ്റത്തിന്റെ ഒരു അണു പോലും നമ്മളെ കേരളത്തെ ബാധിക്കുന്നില്ലെന്നാ. അത് ഘട്ടം ഘട്ടമായിട്ട് വീണ്ടും വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഇതാ കാണുന്നത്. എന്റെ ചെറുപ്പത്തിൽ കാണാത്ത കാര്യങ്ങൾ എനിക്കിന്ന് ചെറിയ കുട്ടികൾ, പെൺകുട്ടികൾ 18-20 വയസ്സായ പെൺകുട്ടികളിൽ അതിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാണുമ്പോഴും വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ അതേ സമയം തന്നെ അതിന് സമാന്തരമായിട്ട് ഇതിനെല്ലാം തള്ളിക്കൊണ്ട് കുറെ പെൺകുട്ടികൾ ആ സമുദായത്തിൽ തന്നെ വരുന്ന കാണുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോ ഇത് ഒന്നും പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുക അല്ലെങ്കിൽ നിർത്തിയൊന്നും ബോറടിക്കുന്നുണ്ടോ എന്നൊന്നുമില്ല പ്രശ്നം. ബോറടിക്കലൊക്കെ ഒരു രണ്ടാമത്തതായിട്ട് മാത്രം പരിഗണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായി ജനങ്ങളിൽ ഈ ഒരു അവബോധം സൃഷ്ടിക്കാത്തടത്തോളം കാലം നമ്മളുടെ മാത്രമല്ല വരും തലമുറയും അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ള നിലക്ക് നിരന്തരം പറയാൻ കഴിയുന്നവർ പറയുക, കേൾക്കുന്നവർ പിന്നീട് അത് ഓരോരുത്തരിലേക്കും ചെറിയ ചെറിയ രീതിയിലൊക്കെ പകർത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ മാർഗുള്ളൂ. പക്ഷെ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ തള്ളിക്കളയണമെന്നില്ല. അതുകൊണ്ടാണല്ലോ സൗദിയിലെ ഷെയ്ഖ് പറയുന്നു, ഈ നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ടുള്ള ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇത്ര മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാക്കുക. കാരണം സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ജീർണതകളുടെ സാധനങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഒരു രാജാവിനെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇത് തന്നെയാണ്. അതിൽ അത് സംശയമില്ല. ആ മാറ്റങ്ങളൊക്കെ കാണും. UAE ഒന്നും പ്രഖ്യാപിക്കാതെ തന്നെ വലിയ മാറ്റത്തിലേക്ക് വന്ന ഒരു രാജ്യമാണ്. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ UAE ജീവിച്ച് വലിയ പ്രായമായ സമയത്ത് മടങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അവിടെ ഘട്ടം ഘട്ടമായിട്ടുള്ള അവിടുത്തെ മാറ്റങ്ങളും എല്ലാം. അപ്പൊ അത് അപ്രഖ്യാപിതമാണ്. അതാണ് അതിൽ ഏറ്റവും വലുത്. ആരോടും ഒന്നും പറയാതെ, ഒരു രക്തരൂക്ഷിതമായുള്ള ഒരു പ്രശ്നം നടക്കാതെ വളരെ ആസൂത്രിതമായിട്ട്, ഇപ്പോ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ നോക്കൂ. ആ രാജ്യം എത്ര മുന്നിലാ പോയത്. നമ്മളെ നാട് പോലും അത്ര മുന്നിലേക്ക് പോയിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എതിർപ്പും ആർക്കില്ലല്ലോ. പക്ഷെ അവരെ മതപുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ എതിർപ്പ് ഉണ്ടാവേണ്ടതല്ലേ. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവാതിരിക്കുന്നത്? അപ്പൊ ആ സമൂഹം നമ്മളെക്കാളൊക്കെ എത്രയോ വളർന്നു. എന്നിട്ട് നമ്മൾ പറയും കാട്ടറബി കീട്ടറബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡയലോഗ് അടിക്കുകയും ചെയ്യും. ശരിക്ക് കാട്ടറബിയുടെ സ്വാധീനത്തിൽ ജീവിക്കുന്ന പരട്ടകളാണ് നമ്മൾ എന്നാണ് ആദ്യം പറയേണ്ടത്. നന്ദി. കാട്ടറബിയുടെ എന്താണ് ഒന്നുകൂടി പറഞ്ഞേ? കാട്ടറബിയുടെ സ്വാധീനത്തിൽ ജീവിക്കുന്ന പരട്ടകൾ. അതാണ് അതിന്റെ ശരി. എന്നിട്ട് നമ്മൾ കാട്ടറബി അവരുടെയൊക്കെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ഈ ഒട്ടകത്തിൽ നിന്ന് മർസിഡീസിലേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ്. കാരണം നമ്മളെ കൺമുമ്പിൽ നടന്ന സംഭവമാണ്. കൺമുന്നിൽ അത് മാത്രമല്ല, ഏതൊരു വിഷയത്തെ കുറിച്ചും അവർക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റാവുന്ന രീതിയിലേക്ക് അവരൊക്കെ വളരുമ്പോഴും നമ്മൾ കാട്ടറബി എന്ന് പറയും. അവര് വളർന്നു, നമ്മൾ തളർന്നു. അതാണ് സത്യം. അതെ. അപ്പൊ കാട്ടറബികൾ ഇപ്പൊ സത്യത്തിൽ കാട്ടറബികളല്ല, അവര് നാട്ടറബികളായി മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സംസാരിച്ചതിന് നന്ദി. വീണ്ടും ആ ശബ്ദം ഒന്ന് കേട്ടല്ലോ. ഞാൻ കയറി സംസാരിക്കുന്നത് അങ്ങനെ കയറി വന്ന് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് എഴുതിയിട്ടുള്ള രീതിയിലാണ്. നല്ല കാര്യം. യെസ്, നല്ല കാര്യം. പുതിയ കാര്യങ്ങൾ വരണല്ലോ എന്തായാലും. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മടുപ്പ് എന്ന് പറയുമ്പോൾ
വ്യത്യസ്തമായ ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 2 മാസത്തെ വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക്, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളോട് പറയും, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല നമുക്കും തോന്നാറുണ്ട്, ഇത് പറയുമ്പോൾ ഇതിനകത്ത് പുതുമയൊന്നും വരുന്നില്ല, എന്നും പറയാനുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്തുള്ള വിഷയങ്ങൾ. കാരണം ഇത് നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇതിനകത്ത് നിങ്ങളുടെ വശം പറയാൻ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഷെരീഫ് ഭായ്, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ, യെസ്, ഗുഡ് നൈറ്റ്. യെസ്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അടുത്ത ആളിലേക്ക് പോകണോ അതോ അടുത്ത വിഘ്നേഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? വിഘ്നേഷ് പറഞ്ഞത് കട്ടാക്കി പോയി, ഞാൻ എന്തോലും അതിന്റെ ഇടയിൽ കൂടി പറഞ്ഞിട്ട്. ഇല്ലില്ല, എനിക്ക് ഞാനത് ജസ്റ്റ് ആ കമന്റ് കണ്ടോണ്ട് ആക്ച്വലി ഞാൻ കേറി വന്നു തന്നെ. അപ്പോ അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യട്ടെ എന്നാല്. അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാം. ഞാൻ ആ ലിങ്ക് കാണിക്കാൻ പറ്റുമോ? നമ്മുടെ നേരത്തെ വിഘ്നേഷ് പറഞ്ഞ വിഷയം ഞാൻ ചാറ്റിൽ അയച്ചിട്ട്. അത് അക്ബർ എങ്ങാണ്ട് എഴുതിയതല്ലേ? അതെ, ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. ഇപ്പൊ ദീനില്ലാഹി ഇസ്ലാമിൽ പോകണം. ഒരു മിനിറ്റ്, ഇവിടെ ചില ആളുകൾ ഭയങ്കരമായ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് നടക്കുന്നുണ്ട്. ഈ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വലിയ കൊള്ളുകമ്പൻ മദ്രസ ജീവിക്കും ഇവിടെ കയറി വരാം. പേരൊക്കെ കാണുന്നുണ്ട്. അതെ, ആരാണേലും കയറി വരാം. റെഡ് ഗ്രീനും ഷാഹുലും ആണ്. ഓക്കെ, കയറി വരും. നിങ്ങൾക്ക് അക്കാദമികമായിട്ട് ഇതിന്റെ ഒക്കെ പരിശോധിക്കാൻ പേപ്പറുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ സ്രോതസ്സൊക്കെ തരാം. അപ്പൊ ആ ലിങ്ക്, യെസ്, അപ്പൊ ആ ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കിടന്ന് വെറുതെ വെല്ലുവിളി നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, ഞാൻ ആ സാധനം ഒന്ന് കാണിച്ചേക്കാം. നമ്മളുടെ അള്ളോപനിഷത്ത് അതൊന്ന് വായിച്ചാലോ നമുക്ക്? അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുന്നേ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അടുത്ത ആളൊന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അള്ളോപനിഷത്ത് ഷെയർ. ആറ്റ് സ്റ്റേജ് കാണാലോ. Allah Upanishad. Allah Upanishad or Allah Upanishad is a Sanskrit text with many Arabic words written in India in 16th century during the reign of Mughal Emperor Akbar. It describes Akbar as a messenger of prophet of God. The Allah Upanishad is not part of the Upanishad canon, traditionally containing 108 Upanishads, and does not appear in any Vedas. In an issue of the Theosophist, R. Ananda Krishna Shastri wrote that the work was written by Pandits for monetary rewards during the time of Muslim rule in India. He further remarked that the work was not in the style of ordinary Upanishads and its words appeared to sound more like Arabic. Jogendranath Bhattacharya and B.K. Sarkar categorize Allah Upanishad as an Islamic work and write that it was written by a Hindu courtier of Akbar as an apocryphal chapter of Atharva Veda. Swami Vivekananda said, I have been told that Allah Upanishad was written during the reign of Akbar to bring the Hindus and Mohammedans together, and sometimes they got hold of some word as Allah or Illa in the Samhitas and made an Upanishad on it. So in this Allah Upanishad, Muhammad is the Rajasulla, whatever that may mean. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐ ടേക്ക് റെഫ്യൂജ് ഇൻ അവർ അല്ലാ ഹു പ്രൊട്ടക്ട്സ് മിത്ര ആൻഡ് വരുണ. ഓഹോ, ദർ ഈസ് ബട്ട് വൺ ഗോഡ്. ദ കിങ് വരുണ അഗെയിൻ ടേക്സ് റെഫ്യൂജ്. Everything is God, sun and stars. Everything is God. Varuna, the sun, the illuminator. The great breath, the Lord is the sacrificer. The Lord is the sacrificer. Allah is the first and the best, the highest, omnipresent, highest of all gods. He is only one, ever remaining. കൊള്ളാം. കൂടുതൽ വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് വായിക്കാം സാധനം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പോർഷൻസ് ഒന്നുമില്ലല്ലോ എടുത്ത് പറയണ്ടേ? അതിനകത്ത് എനിക്കറിയാം, ഞാൻ പൂർണ്ണമായിട്ട് നോക്കിയിട്ടില്ല. ഇവിടെ ഈ മഹാമതപകർച്ച വരും എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ഇടയ്ക്ക് തള്ളുകളുണ്ട്. ഇത് എങ്ങനെ എനിക്കറിയുന്നത്, നമുക്ക് അക്ബറിന്റെ ചിദാനന്ദവരെയായിട്ടുള്ള ആ ഒരു ഡിബേറ്റിലൊക്കെ അത് വരുന്നുണ്ട്. അല്ല, അതിന്റെ വീഡിയോ എവിടെ ഉണ്ടോ? അതുണ്ട്. അത് കാസറ്റിൽ റെക്കോർഡ് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് അടുത്ത ആളേക്ക് ഒന്ന് പോവാം. കേട്ടിട്ടുണ്ട്.
അത് പിന്നീട് അതെ അത് അതെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. യെസ്. നമുക്ക് അടുത്ത ആളിലേക്ക് ഒന്ന് പോവാം. അപ്പൊ യെസ്. ഞാൻ ഇടയിൽ സുശാന്ത്. ഇങ്ങനെ കയറുന്നത് പ്രശ്നമില്ലല്ലോ. നോ പ്രോബ്ലം. സുശാന്ത് കേൾക്കാവോ? കേൾക്കാം സാറേ. ആ നമസ്കാരം. പറയൂ. നമസ്കാരം. പെട്ടെന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞ ഡിബേറ്റ് വന്നപ്പോ നമുക്ക് ജെസ്സി അല്ലേ ബ്രോ, മറ്റേ ആ നമ്മുടെ ബ്രോനെ വിഷ് ചെയ്യാൻ പറ്റില്ലാട്ടാ, കിട്ടുവരാണ്. ആ ബ്രോ ജസീം ഇത് പോക്കിരി. കുഴപ്പമൊന്നുമില്ല. ജസീം അതെ. അപ്പോഴേ അല്ല സാറേ, ഞാനിങ്ങനെ ഒരു ഡിബേറ്റിനോടൊന്നല്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ രസങ്ങളാണല്ലോ ഇത് കേൾക്കുന്നത്, പുതിയ പുതിയ ആ അറിവാണല്ലോ. അപ്പൊ സാറ് ഈ അള്ളോപനിഷത്ത് എന്ന് പറയുമ്പോ ഞാനിപ്പോ 1996 SLC പാസ്സാവണത്. അപ്പൊ നമ്മള് 6ാം ക്ലാസ്സിൽ പാസ്സായോ? പഠിക്കുമ്പോ നമുക്കൊരു ആ അയ്യോ പാസ്സായല്ലോ അല്ലേ? നമ്മൾ ഡിഗ്രി ഹോൾഡറാണ്, ഒന്നും കുഴപ്പമില്ല. ഞാൻ ആ, BSc ഫിസിക്സ് ആണ്. ശരി. ഓക്കെ പറഞ്ഞോ. ചുമ്മാ ചോദിച്ചാ. ഓക്കെ, അതല്ല അല്ല ഞാനേ നമ്മളെ പ്രവാചകൻ നിരക്ഷരനാണ്, അപ്പൊ അതുകൊണ്ട് പറഞ്ഞ. അല്ല ഓക്കെ, അല്ല സാറേ, അല്ല ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട്. അപ്പൊ അല്ല, ഇപ്പോഴും എനിക്കിത് കേൾക്കുമ്പോഴേ ഒരു നൊമാഡായിട്ടുള്ള ഒരാളെ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നു എന്നുള്ളതേ, മനസ്സിലായോ? ഒരു നൊമാഡായിട്ടുള്ള ആളെ ഇപ്പൊ നമുക്ക് നമ്മളെ ലാസ്റ്റ് ഡിബേറ്റിൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് നമുക്ക് തിരിച്ചറിവിന്റെ ഒരു കാലമാണ് ഉള്ളത്, മനസ്സിലായി? നമ്മൾ ഏത് മതമായാലും എന്തായിക്കോട്ടെ, നമുക്ക് തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ വേണം. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു അവിടെ ബോംബ് പൊട്ടി അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്തു, അപ്പൊ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉപനിഷത്തിന്റെ ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ഏത് അപ്പൊ നമ്മള് ഈ അക്ബറിന്റെ ഒരു ഡൈനാസ്റ്റി എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, മേ ബി കറക്റ്റാണ്. അപ്പൊ ഈ അക്ബർ വന്നിട്ട് ദിൻ ഇലാഹി എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയെന്നാണ്. ദിൻ ഇലാഹി എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഈ ജോധ അക്ബർ സിനിമ ഉണ്ടല്ലോ സാർ. അപ്പൊ ഈ ജോധ എന്ന് പറഞ്ഞാല് ഈ ജയ്പൂർ, ഞാൻ ജയ്പൂർ പോയിട്ടുണ്ട്. അപ്പൊ ജയ്പൂർ ഞങ്ങൾ ടൂർ പോയിട്ടുണ്ട്. അപ്പൊ ജയ്പൂർ ഈ രാജ ജയ്സിംഗിന്റെ അനിയത്തിനെയാണ് പുള്ളിക്കാരൻ കെട്ടുന്നത്. രജപുത്സ് ആണ് അവര്. രജപുത്സ് എന്ന് പറയുമ്പോ തമ്മിൽ അടിയായിരുന്നു. അപ്പൊ അങ്ങനെ രജപുത്സിന് തമ്മിലുള്ള അടിയില് അവര് 5-6 ബ്രദേഴ്സിന് അടിയില് മറ്റേ അക്ബർ വന്നിട്ട് അവിടെ ഇത് നമ്മുടെ ബ്രിട്ടീഷ് നമ്മൾ കോൺകർ ചെയ്യുന്ന പോലെ സെയിം ആണ് മുഗൾസ് ചെയ്തത്. അപ്പൊ ഇയാള് മറ്റേ ജോധേനെ കെട്ടിച്ചു കൊടുക്കാണ് അക്ബറിന് വേണ്ടിട്ട്. അപ്പൊ ഇത് ജോധ മതം മാറിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ ജോധ എന്നതിന്റെ അവളുടെ പുള്ളിക്കാരത്തിന്റെ പേര് വേറെയാണ്, പിന്നെയാണ് ജോധ ആയി എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ കൃഷ്ണന്റെ സംഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഈ അക്ബർ അവിടെ ഉള്ള ടൈമില് മേവാട് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ മഹാറാണ പ്രതാപ് ഉണ്ട്. മഹാറാണ പ്രതാപാണ് മറ്റേ കോസ്റ്റൽ ഏരിയ ആണ്, നമ്മുടെ ഈ കൊച്ചി എന്നൊക്കെ പറഞ്ഞ കോസ്റ്റൽ ഏരിയ ആയിരുന്നു മേവാട്. ഇയാൾക്ക് തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അക്ബറിന് ഈ സംഭവം തൊടാൻ പറ്റില്ല. അക്ബർ 2 കുതിരപ്പുറത്ത് മറ്റേ ഈ പറഞ്ഞ തന്നെ കാലപ്പടകായിട്ട് പോയിട്ട് പൊരുതി ഡീൽ ചെയ്യണ സംഭവമായിരുന്നു. പക്ഷെ മേവാടിന്റെ രാജാവായിരുന്നു ഈ മഹാറാണ പ്രതാപ്. അപ്പം കുറെയൊക്കെ നമ്മൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോ അക്ബർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഒരു സാമൂഹിക പാഠം നമ്മൾ പഠിച്ചതേ, സാമൂഹിക പാഠം പഠിക്കുമ്പോ അക്ബർ ദി ഗ്രേറ്റ്. അതേപോലെ തന്നെ അതിനു മുമ്പ് മുഹമ്മദ് മറ്റേ ഗോറി കഴിഞ്ഞിട്ട് മുഹമ്മദ് ഗോറിനെ കൊല്ലണത് പൃഥ്വിരാജ് ചൗഹാനാണ്. ശബ്ദഭേദി നമ്മുടെ യോധയില് മറ്റേ മോഹൻലാല് മറ്റേ കണ്ണില്ലാത്തപ്പോ അമ്പും വില്ലും മറ്റേ വിടുന്ന സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ പണ്ട് മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനെ. അല്ല ഞാൻ വർഗീയത പറയുന്നില്ല കേട്ടാ. അല്ല വർഗീയതല്ല, ഹിസ്റ്ററി ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയതിന്റെ കുഴപ്പമാണ്. അല്ല സാറേ, ഞാനേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇപ്പൊ ഞാൻ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലി, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, നമ്മൾ ചെയ്യുന്ന തൊഴിലും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാല്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ ലോഗരിതം അൽഗോരിതം അത് പോട്ടെ, കണക്കാണ്. ലോഗരിതം അൽഗോരിതം സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഇതുവരെ ആപ്ലിക്കബിൾ നമ്മുടെ ലൈഫ് വന്നിട്ടില്ല ഇതുവരെ. അത് വരുന്നാണല്ലോ പറയുന്നത് അന്ത്യദിനത്തിൽ. അത് അന്ത്യദിനത്തിൽ വരുന്നാണ് പറയുന്നത്.
അല്ല ഹിസ്റ്ററിയിൽ ഞാൻ പഠിപ്പിക്കുമ്പോഴേ ഇതാണ് സംഭവം. ഇപ്പം നമ്മുടെ ഹിസ്റ്ററി നമ്മളെ ശരിക്കും പറഞ്ഞാല് നമുക്കത് വായിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി കഴിഞ്ഞാല് നമ്മുടെ പഠിക്കേണ്ട ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മള് 1852 നമ്മുടെ ഈ പറഞ്ഞ തന്നെ ഇത് നമ്മുടെ ഝാൻസി റാണിയുടെ കഥ നമ്മളെ ശരിക്കും പഠിപ്പിച്ചിട്ടില്ല. അന്ന് താന്തിയ തോപ്പ എന്നുണ്ടായിരുന്നു. താന്തിയ തോപ്പയില് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത് കഴിഞ്ഞാല് ആ ടൈമില് പുള്ളിക്കാരനെ ഈ പറഞ്ഞ മറ്റേ കഴുത്ത് വെട്ടിയിട്ട് സ്കിൻ ഓഫ് ചെയ്തിട്ട് പുള്ളിക്കാരന്റെ കാലും കൈയും ഒക്കെ വെട്ടി ഓരോരുത്ത് കെട്ടി തൂക്കി എന്നാണ്. അതൊന്നും നമ്മള് പഠിപ്പിച്ചിട്ടില്ല. അവിടെ നിന്നൊക്കെ അപ്പൊ ഈ ഝാൻസി റാണി ഈ കൊച്ചിനെ കൊണ്ടിട്ടാണ് യുദ്ധം ചെയ്യാൻ പോണത്. എന്നിട്ട് ഇവര് പിടിക്കപ്പെടും എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോ ഘട്ടം വരുമ്പോഴേക്കും ഇവര് ഒരു കുടിലിന് തീ കൊളുത്തിയിട്ട് പുള്ളിക്കാരത്തി നമ്മുടെ പഴയ സതി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ആ കുടിലോട്ട് ചാടിയിട്ട് അവര് ആ കൊച്ചിനെയും കൊണ്ട് അവർ രണ്ടുപേരും കൂടെ മരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ ഹിസ്റ്ററി ഇത് പഠിച്ചിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ സാറേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കാറൽ മാർക്സ് എഴുതിയ ഗ്രന്ഥം ദാസ് ക്യാപിറ്റൽ എനിക്ക് 1 മാർക്കാണ്. ഞാൻ ഇതിനകത്ത് പഠിക്കണത് സാറേ ബോൾഷിക് വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, അല്ല ഞാൻ 10ാം ക്ലാസ്സിൽ സാർ ഞാൻ 1996 ബാച്ചാണ്. 1996 ബാച്ചില് ഞാൻ പഠിച്ചേക്കണം. മാവോസി സംഘം ആരാണെന്ന് ഞാൻ എന്തിനാ പഠിക്കണത്? മറ്റേ ഈ പറഞ്ഞ തന്നെ ചൈനീസ് വിപ്ലവം, ബോൾഷിക് വിപ്ലവം, സെപ്റ്റംബർ കൂട്ടക്കൊല കുറിച്ച് ഞാൻ എന്തിനാ പഠിക്കണം? ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ പൊളിറ്റിക്കൽ സയൻസ് ആണ് നമ്മളെ റൂയിൻ ചെയ്ത് കളഞ്ഞേക്കുന്നത്. നമ്മൾ പഠിക്കേണ്ട ചരിത്രം അല്ല, ഞാനത് പറയുന്നത് നമ്മളെല്ലാം പഠിക്കണം. ഒരെണ്ണം പഠിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ഒരു അക്കാഡമിക് ഒരു ഫ്രീഡം കൂടി നമ്മൾ കൊടുക്കണം. പക്ഷേ ഇവിടെ കണ്ടുവരുന്നത് ചില ചരിത്രം മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. ചിലത് പറയാനേ പാടില്ല, പഠിക്കാനേ പാടില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ അത് പണ്ട് നമ്മളൊരു ചർച്ച വന്നതാണ്. ഈ ഗോൾവാർക്കറിനെ കുറിച്ചുള്ള പാഠഭാഗം അത് വന്നപ്പോൾ അത് പാടില്ല എന്ന് പറയുന്നൊരു രീതി, അതിനോട് നമുക്ക് യോജിപ്പില്ല. അതൊരു ചരിത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണെങ്കിൽ അത് പഠിച്ചിരിക്കണം. അതിലെന്താ തെറ്റുള്ളത്? അതാണ് നമ്മളന്ന് ചോദിക്കുന്നത്. അത് ഏത് വ്യക്തി, ഹിറ്റ്ലറെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഗോൾവാർക്കറെ കുറിച്ച് പഠിച്ചുകൂടാന്നാണ് നമ്മളന്ന് ചോദിച്ചത്. അപ്പോൾ വലിയ മോശക്കാരനായതുകൊണ്ടാണ് പഠിക്കരുതെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഹിറ്റ്ലറിനെ കുറിച്ച് പഠിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല അതിൻ്റെ കാരണം. നമ്മളൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഈ ബോൾഷെവിക്സിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അതുപോലെയുള്ള കൂട്ടക്കൊലകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണതിന് വേണ്ടിയിട്ടാണ്. അത് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അല്ല, നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് അവിടെയുള്ള അധ്യാപകന്മാരും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഏത് പാർട്ടിയിലുള്ള ആൾക്കാരെന്നോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ, സ്വാഭാവികമാണ്. മനസ്സിലായി? അപ്പൊ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഇല്ലേ? നമ്മള് അത് പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. നമുക്കെന്തായാലും അടുത്ത ആളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. യെസ്. അപ്പൊ എന്തായാലും ചില പോരാളികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് അവരായിട്ടൊന്ന് സംസാരിക്കണമല്ലോ. അപ്പോൾ അതിനു മുന്നേ കാണാം. അപ്പൊ എന്തായാലും വീണ്ടും ജോയിൻ ചെയ്യൂ. എന്തെങ്കിലും പറയാനുണ്ടോ? പോഖരി എന്തോ പറയാൻ വന്ന പോലെ. അതെ, ഇദ്ദേഹം പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ നമ്മുടെ പല പാഠ്യപദ്ധതികളിലും ചില ഒരു സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 പ്രധാനമന്ത്രിമാരും ആദ്യത്തെ 2 പ്രധാനമന്ത്രിമാരല്ല, പൊതുവിൽ നെഹ്റുവിന് ശേഷം വന്ന പ്രധാനമന്ത്രിമാർ, പ്രത്യേകിച്ച് ഈ ഇന്ദിരാഗാന്ധിയൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു സ്നേഹം കൊണ്ട് റഷ്യയിലെ, അതായത് റൊമാൻറ്റിക് ആയിട്ട് അവര് ശരിക്കും റഷ്യയിലെ വിപ്ലവം, ചൈനയിലെ വിപ്ലവം അതിന് വിമർശനാത്മകമായിട്ടല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള സമയത്തും 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഇടുന്നുണ്ട്. അതിലൊന്നും വിമർശനമായിട്ടല്ല അവർ പറയുന്നത്, വിമർശനാത്മകമായിട്ടുള്ള പഠനങ്ങളല്ല നടക്കുന്നത്. പിന്നെ ഭഗത് സിംഗിനെ കുറിച്ച് എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ എല്ലാ വിഷയങ്ങളും നമുക്ക് പഠിക്കാം. അതിപ്പോ ബോൾഷെവിക് വിപ്ലവത്തെ കുറിച്ച് പഠിക്കാം, ഇതിനൊക്കെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണ്, ഈ രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട് കുറച്ച്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ തന്നെ ഭഗത് സിംഗ് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ നിന്ന ആളുകളും ഗാന്ധിജിയുടെ കൂടെ നിന്ന ആളുകളെ രണ്ടായിട്ട് കാണുന്ന
തരത്തിലൊക്കെയുള്ള ചരിത്രമാണ് നമുക്ക് എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ. അതിന് രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതിന്റെ പ്രതികരണമായിട്ട് വീണ്ടും അത് തിരുത്താൻ പോയിട്ട് വീണ്ടും മറ്റൊരു രാഷ്ട്രീയം കൊണ്ടുവരാന്നേക്കാൾ നല്ലത് എല്ലാവരും പഠിക്കട്ടെ. അതായത് ഇപ്പൊ ഈ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും ഗാന്ധിജിയെ കുറിച്ചും വിമർശനാത്മകമായിട്ട് എല്ലാവരും പഠിക്കട്ടെ. സുഭാഷ് ചന്ദ്രബോസ് ഒരു സോഷ്യലിസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ ഈ അക്കാഡമിക് ഫ്രീഡം അത് വേണം, അത് എല്ലാവർക്കും വേണം, ഈക്വൽ ആയിരിക്കണം. അതെ, സവർക്കറെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും ചത്തുപോകുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സവർക്കറെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് അല്ല ലേറ്റസ്റ്റ് ആയിട്ട് ട്രോൾ വരെ വന്നു. അതായത് മറ്റേ നമ്മുടെ ഈ ഇപ്പൊ നിൽക്കുന്ന മറ്റേ രാഹുൽ ഗാന്ധി ഇല്ലേ, അത് ഗാന്ധിയാണെന്നാണ്. ഈ സർനെയിം ചേഞ്ച് ചെയ്യാനായിട്ട് വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് ഈ സർനെയിം ചെയ്യും ഗസറ്റിൽ കൊടുത്ത് ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ അതില് ഒരു മൈ ഗ്രാൻഡ് പാ വാസ് ഫിറോസ് ഖാൻ എന്നും പറഞ്ഞിട്ട് ഒരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാനാണ് പുള്ളിക്കാരന്റെ, അതായത് ഫിറോസ് ഖാന്റെ ഇതാണല്ലോ, മോളാണ് ഇന്ദിരാഗാന്ധിയായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാല് ഫിറോസ് ഖാനാണല്ലോ കെട്ടുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡിന്റെ പേര് ഫിറോസ് ഖാൻ എന്നാണ്. പിന്നെ അത് ഫിറോസ് ഗാന്ധിയായി. അത് എങ്ങനെ ഗാന്ധി, എന്താണ്, എങ്ങനെയാണെന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മുടെ ചരിത്രത്തിൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ലവ് ജിഹാദായിരുന്നോ? ലവ് ജിഹാദായിരുന്നു അങ്ങനെ പറഞ്ഞല്ല. അല്ല, ഞാനിങ്ങനെ നമ്മളെ ഈ ട്രോൾ ഇങ്ങനെ കണ്ടപ്പോഴിങ്ങനെ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിലൊരു യോജിപ്പില്ല കേട്ടോ. പക്ഷെ പുള്ളിക്കാരനെ ഒരു നല്ലൊരു കാലിബർ ഉള്ള ഒരാളായിരുന്നു പുള്ളിക്കാരനെ. ഈ പറഞ്ഞ വയനാട് നിന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശരിക്കും പറഞ്ഞാല് പുള്ളിക്കാരൻ ചെയ്തേക്കണ വളരെ വലിയ ചതിയാണ്. കാരണം അവിടെ നിന്നപ്പോ പുള്ളിക്കാരനൊരു സ്റ്റാൻഡ് എന്നാല് പുള്ളിക്കാരന് പക്ഷെ പുള്ളിക്കാരനെ മറ്റേ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചേക്കുന്നത് ഇൻഹെറിറ്റൻസ് ലോ ഇല്ലേ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് നമ്മള് പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സാറേ, അതുകൊണ്ടല്ലേ മോഡിയും മറ്റേ അമിത്ഷായൊക്കെ വലിച്ചു കീറുന്നത്. അവര് ഇപ്പൊ ഇന്ന് മറ്റേ ഇവിടെ ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ വരെ പുള്ളിക്കാരൻ മറ്റേ വലിച്ചു പറഞ്ഞ് കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ല, അത് കേറട്ടെ. നമ്മളത് പറഞ്ഞ് മടുത്തിട്ടാണ് ഇന്ന് മടുത്തു എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ വേറെ വന്നിരുന്നത്. അല്ല, അവിടെ നിന്ന് പുള്ളിക്കാരൻ ഓടിയിട്ട് എന്നാ പിന്നെ പുള്ളിക്കാരൻ അവിടെയും പോയില്ല. എവിടെ അമേത്തി പോയില്ല. അമേത്തിയിലാണെങ്കിൽ അവിടെ നിൽക്കുന്നത് നമ്മുടെ ഇതാണ് സ്മൃതി ഇറാനിയാണ്. അവിടെ നിന്നില്ല, അവിടെ റായ്ബറിലോട്ട് ഓടി. അപ്പൊ അല്ല, അങ്ങനെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ സംഭവില്ല. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൂടി വേണം സാർ. ഈ നമ്മുടെ ആ ടോപ്പിക് ഞാൻ വിട്ടുപോയി സാറേ. ഈ മുഹമ്മദ് നബി ഇല്ലേ, മുഹമ്മദ് നബി, അത് എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ സാർ ഒന്ന് തിരുത്തണം കേട്ടോ. അതായത് മുഹമ്മദ് നബി ഈ മരിക്കുമ്പോ സഫിയാണ് ഇത് ചെയ്യണം, ജൂത സ്ത്രീയാണ്. പുള്ളിക്കാരത്തിയുടെ സ്വന്തം മോനെയും അച്ഛനെയും മറ്റേ ഹസ്ബൻഡിനെയും പുള്ളിക്കാരൻ മറ്റേ ഖൈബർ വാറിലല്ലേ വെട്ടിക്കൊന്നിട്ട് അന്ന് രാത്രി തന്നെ പീഡിപ്പിക്കുന്നതാണ് അല്ലേ? അതാണ് ചരിത്രം. പീഡിപ്പിക്കല്ല, കല്യാണം കഴിച്ചു എന്നാണ് ഇവർ പറയാ. പോട്ടെ, അപ്പൊ എനിക്ക് അറിയേണ്ടത്, അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ മരിക്കുമ്പോ അല്ല, ഇത് ഈ ജീസസ് ക്രൈസ്റ്റ് റിസംബ്ലൻസ് പറയണം സാറേ. ജീസസ് ക്രൈസ്റ്റ് ഇവര് മുമ്പ് 2000 വർഷം മുമ്പ് ജീവിച്ച ആളാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മള് ഈസ്റ്റർ മറ്റേ ഇത് നമ്മൾ ഇതായിട്ട് എന്താണ് ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നത്. അതേപോലെ പുള്ളിക്കാരൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് പുള്ളിക്കാരൻ അവിടെ കിടന്ന് 3 ദിവസം നോക്കി. പക്ഷെ അലിഞ്ഞ് ചീഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരന്റെ ബോഡി എവിടെയാണ്? അപ്പൊ അതാണ് ഞാൻ കമന്റ് ഇട്ടത്. അപ്പൊ പുള്ളിക്കാരന്റെ ഖബറിടം എന്നുള്ള സാധനം ഇതുവരെ ഇല്ല എന്നുള്ളതാണ് അല്ലെ? ഖബറിടം ഉണ്ട് എന്നാണല്ലോ പറയുന്നത് അല്ലേ? അതെ, അത് ഖബറിടം ഉണ്ട് എന്നുള്ളതാണ്. കുഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അത് കുഴിച്ചു നോക്കിയിട്ട് അതിനകത്ത് കിടക്കുന്നത് ആരെന്ന് അറിയണ്ടേ? കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ടില്ല സാർ അല്ലെ? അല്ല, കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ടില്ല സാർ പറഞ്ഞില്ല. അതെ, വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മൾ പറയാലോ, നമുക്ക് നിരവധി രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഇപ്പൊ ഈജിപ്തിൽ നിന്നൊക്കെ കിട്ടിയ തുത്തൻ കാമൻ, മറ്റേ കുറെ ഒരുപാട് രാജാക്കന്മാരുടെ ഒക്കെ അവശിഷ്ടങ്ങൾ നമ്മൾ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ ഇത് ഡേറ്റ് ചെയ്തിട്ടില്ല. അത് മതബിംബങ്ങൾ അങ്ങനെ തന്നെയാണ്, അവരെ ഒന്ന് കുഴിച്ചു നോക്കാനായിട്ട് സമ്മതിക്കില്ല പൊതുവിൽ. ഇപ്പോ യേശുവിന്റെ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ടില്ലല്ലോ.
അതുപോലെ പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ മുഹമ്മദിന്റെ കാര്യത്തില് ഇപ്പൊ യേശുവിന്റെ കാര്യത്തിലാണെങ്കിൽ കാർബൺ ഡേറ്റിംഗ് പോട്ടെ, യേശുവിന്റെ ബൈബിളിന്റെ ചരിത്രമൊക്കെ ചരിത്രപരമായിട്ടുണ്ടോ, ഞാൻ ബൈബിൾ ക്രിസ്ത്യാനികൾ പറയുന്ന ചരിത്രം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇസ്ലാമിന്റെ കാര്യത്തിനകത്ത് നടന്നിട്ടുണ്ട്. അത് കുറവാണ് താരതമ്യേന ഈ കഴിഞ്ഞ 5-10 വർഷങ്ങളിലാണ് അതൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വ്യത്യാസമുണ്ട്. അല്ല അത് നമ്മുടെ മറ്റേ ജെറുസലേം ചാനലില്ലേ, മറ്റേ ഇവരുടെ റീന ഫ്രാൻസ്, അവര് ആ ടോംബ് കാണിക്കുന്നുണ്ട്, അതേപോലെ ഈ ഇവരുടെ ഒരു ഖബറിന്റെ കാണിക്കുന്നുണ്ട്. അതും ശരിയാണ്, അതും കാർബൺ ഡേറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഏത് യേശു ക്രിസ്തു മറ്റേ മരിച്ചു കിടക്കണതിന്റെ സംഭവമൊക്കെ അവര് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ ഈ അത് ലാസ്റ്റ് എന്ത് പറ്റി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സാറേ ഒരു കാര്യം കൊണ്ടുണ്ട്, ഈ ആയിഷനെ ചവിട്ടി കൊന്നാണോ എന്നുള്ളത് ഒന്ന് ആയിഷയെ ഒരു വലിയ വിഷയമാണ്. അതെ, ആയിഷനെ ചവിട്ടി കൊന്നാണോ എന്നുള്ള ഒന്ന് വ്യക്തമാക്കിയാൽ. ചവിട്ടി കൊന്നാണോ വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി കൊന്നാണെന്ന് പറയുന്നതാണ് ശരി. ഡീറ്റെയിൽസിലേക്ക് പോണോ ഇപ്പോ? ഇല്ല എനിക്കറിയില്ല സാറേ, അന്ന് സാറ് ഒരു ഇതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു. മുഹമ്മദ് നബിയുടെ ശേഷമാണത്. സഫാനായിട്ട് പുള്ളിക്കാരത്തി മറ്റേ ഇതായിരുന്നു അല്ലേ? അതല്ല ഇത് ഫാത്തിമയുടെ കാര്യല്ലേ ചോദിച്ചത്? അല്ല, ആയിഷയുടെ കാര്യം ചോദിച്ചത്. ആയിഷയെ ചവിട്ടി കൊന്നതല്ലോ. ആയിഷ വാർദ്ധക്യം ബാധിച്ച് മരിച്ചു എന്നല്ലേ പറയുന്നത്? അതെ, ചവിട്ടി കൊന്നത് ഫാത്തിമയല്ലേ? അതെ, അത് ഇവരുടെ മുഹമ്മദിന്റെ മരണശേഷം ഇവര് തമ്മില് ഈ 2-3 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം അടിയായിരുന്നു കുറെ കാലം. അങ്ങനെ അതിന്റെ ഇടയിലുള്ള യുദ്ധങ്ങളിലൊക്കെയാണ് ഇവര് മുഹമ്മദിന്റെ മക്കളൊക്കെ കൊല്ലപ്പെടുന്നു. അപ്പൊ അത് ഈ ആയിഷ അല്ല തോന്നുന്നല്ലേ? ആയിഷയുടെ ഒരു മിനിറ്റ്, ആയിഷ അല്ല, എനിക്കൊന്ന് മുഹമ്മദിന്റെ മക്കളല്ലേ കൊല്ലുന്നത് ഏറ്റവും കൂടുതൽ. എങ്ങനെ മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. ഈ മുഹമ്മദിന്റെ മക്കളെയല്ലേ കൊല്ലുന്നത് മറ്റേ കൂട്ടർ, അലിയുടെ ആളുകൾ? അലി, ഹസൻ ഹുസൈനൊക്കെ. അതെ, അത് മറ്റേ നമ്മളുടെ കർബല. സാറേ അലിയുടെ പരമ്പര വന്ന ആൾക്കല്ലേ ഷിയകള് അല്ലെ? അലിയുടെ പരമ്പരയാണ് ഷിയ അല്ലെ? പരമ്പരയല്ല, അവരുടെ കുടുംബം, അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ കുടുംബമാണ് ഷിയകളായിട്ട് വരുന്നത് അല്ലെ? അതായത് കോൺഗ്രസ് ഐ, കോൺഗ്രസ് എ എന്നൊക്കെ പറയുന്ന പോലെ ഇസ്ലാം സുന്നി, ഇസ്ലാം ഷിയ, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് അടുത്ത ആളിലേക്ക് ഒന്ന് പോട്ടെ. അടുത്ത ആൾ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ശരി, ബൈ. ഗുഡ് ഡേ ബോത്ത് ഓഫ് യു. ഓക്കെ, ടേക്ക് കെയർ. അടുത്ത ആള് കാത്തു നിന്ന് മുഷിഞ്ഞു കാണും. മാധവ്, കേൾക്കാവോ? ഹലോ ആരിഫ്, കേൾക്കാമോ? യെസ്, ആരിഫും ഉണ്ട്, ജസീമും ഉണ്ട്. ഓക്കെ, ഹലോ ആരിഫ്, ഹലോ ജസീം. പറയൂ, കാത്തു നിർത്തിയെന്ന് ക്ഷമിക്കാം. ഞാൻ ഇന്നത്തെ ഹിസ്റ്ററിയുടെ വിഷയമൊക്കെ കണ്ടു. ഞാൻ അതിനെപ്പറ്റി പറയാനല്ല വന്നത്. നമ്മുടെ അൺമാസ്കിംഗ് അനോമലി ടീമിന്റെ ഒരു ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി കുറച്ച് കാര്യം സംസാരിക്കാൻ ടൈം കിട്ടുമെന്ന് അറിയാനാണ് വന്നത്. ടൈം കിട്ടായിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ അതിന്റെ റിപ്ലൈ വീഡിയോ ചെയ്യാനേ നമ്മളുടെ പൗലോസ് തിരക്കിലാണ്, ആളെ കിട്ടാത്തതുകൊണ്ടാണ് അതിന്റെ റെസ്പോൺസ് വീഡിയോ വരാത്തത്. അത് ഉടനെ വരും. ആളൊന്ന് ഫ്രീ ആവും. എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഒക്കെ തിരക്കിലാണ് ആള്. ഇപ്പൊ പരീക്ഷയൊക്കെ ആയിരുന്നില്ലേ, അത് ഉടനെ വരും. എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. അല്ല, എനിക്ക് അവര് പറഞ്ഞതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ റെസ്പോൺസ് ആയിട്ട് അവര് പറഞ്ഞതിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പറയൂ. ഓക്കെ, അപ്പോ അവര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ വിശദമായിട്ട് പറഞ്ഞു. ഇത് കട്ട് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുക്കുന്ന പണി എളുപ്പമല്ലോ. ഓക്കെ, അപ്പൊ അവരുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഈ യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ഫൈനലി ട്യൂൺഡായിട്ട് അവിടെ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സ് ഉണ്ടാവാനായിട്ട് കോൺസ്റ്റൻസ് ദൈവം അതുപോലെ ഉണ്ടാക്കി വെച്ചു എന്നാണ് അവരുടെ ആർഗ്യുമെന്റ് അല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ല. ഫൈനലി ട്യൂൺഡ് കോൺസ്റ്റൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കോൺസ്റ്റൻസിന് അനുസരിച്ച് യൂണിവേഴ്സ്. ഹലോ, പറഞ്ഞത് കട്ടായി പോയി, ഒന്നുകൂടി ആവർത്തിക്കൂ. ആരിഫ്, ഞാൻ പറഞ്ഞത് ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റൻസ് ആണ് ഉണ്ടെന്നുള്ളതാണ് അവര് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യൂണിവേഴ്സ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
കേട്ടോ? ഹലോ, കേൾക്കാമോ? അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ കേൾക്കുന്നുണ്ട്. കുറച്ച് മനസ്സിലായി. അദ്ദേഹം പറയുമ്പോ ബ്രേക്ക് ആയി പോയിരുന്നു, ശബ്ദം കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. കാരണം കാണികൾ എന്റെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെ അതെ, നെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞ അങ്ങോട്ട് ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിച്ചത്, അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനും അല്ലെങ്കിൽ ജീവന് വേണ്ടി ഉണ്ടായ നല്ലൊരു പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടായി ഉരുത്തിരിഞ്ഞു വന്നു, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ജീവൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഈ കോൺസ്റ്റൻസിന് കോൺസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സ് ഇവോൾവ് ചെയ്തതാണ്. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റൻസിന് അനുസരിച്ച് യൂണിവേഴ്സ് ഉണ്ടായി. അവരുടെ ആർഗ്യുമെന്റ് ഈ യൂണിവേഴ്സ് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻസിനെ മുൻകൂട്ടി കണ്ട് ദൈവം ഉണ്ടാക്കി എന്നാണ് അവർ വാദിച്ചിട്ടുള്ളത്. ക്ലിയർ. ഓക്കെ, അതാണ് നമ്മൾ തുടക്കത്തിലെ അവർക്ക് കൊടുക്കുന്ന മറുപടിയിൽ നമ്മൾ പറയുന്നത്. അള്ളാഹു പുട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സാധനമല്ല ഇത്. ഇത് ഉണ്ടാക്കി വന്നപ്പോ പുട്ടായി മാറിയതാണ്. ഇത് ഓക്കെ, ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇങ്ങനെ ഇരുന്ന് യൂണിവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി കളയാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണെന്നാണ് അവർ വാദിച്ചു വെക്കുന്നത്. അങ്ങനെ ഒരു എൻഡ് പോയിന്റ് ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അത് അവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതെ, പിന്നെ അവര് അടുത്തതായിട്ട് വെക്കുന്ന ഒരു അനാളജി എന്ന് പറയുന്നത് ഈ ഷേക്സ്പിയറിന്റെ ഒരു കൃതി കുരങ്ങന്മാരിരുന്ന് ടൈപ്പ് ചെയ്താൽ അതുപോലെ തന്നെ ഉണ്ടാവണം എന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷെ ഈ ഫൈൻലി ട്യൂൺഡ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ കോംപ്ലക്സിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനർ ഉണ്ടെങ്കിലേ നടക്കൂ എന്നാണ് അവരുടെ വാദം. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് ഏതൊക്കെ കോൺസ്റ്റന്റുകളാണ് ഇവർ പറയുന്നത്? ഇപ്പോ ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയാം. ഈ ഇവരിങ്ങനെ അടിച്ച് പറയാന്നല്ലാതെ ഇവര് ശരിക്കും കോൺസ്റ്റന്റുകളുടെ എല്ലാത്തിന്റെയും ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ? ഇപ്പോ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതില് ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പേപ്പറുകൾ വരുന്നുണ്ട്. ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് രണ്ട് രീതിയിൽ നമ്മൾ കണക്കൂട്ടുമ്പോൾ രണ്ട് ഉത്തരത്തിലേക്ക് പോകുന്നുണ്ട്. അതൊരു ഭൗതിക ശാസ്ത്ര ലോകത്തെ ഒരു പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഈ കോൺസ്റ്റന്റുകൾ എന്നുള്ളത് കൊണ്ട് അതിന് പുറകിൽ ഒരു ദൈവം ഇരിക്കുന്നുണ്ട് എന്നുള്ളത്, അതാണ് ഇവര് ഈ ചാടുന്നത് എങ്ങനെയാണ്, ആ ഒരു നിഗമനത്തിലേക്ക് ചാടുന്നത് എങ്ങനെയാണ്? അപ്പൊ കോൺസ്റ്റന്റുകളുടെ പുറകിൽ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു ദൈവം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവര് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ കോൺസ്റ്റന്റുകൾ നമുക്ക് കണ്ടെത്താം. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഈ ഒരു വൃത്തത്തിന്റെ ആരവും വൃത്തത്തിന്റെ ചുറ്റളവും വൃത്തത്തിന്റെ ആരവും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടി കണക്കില് നിങ്ങൾക്ക് അത് പണ്ട് കാലം മുതലേ ആൾക്കാർ കണക്കൂട്ടി മനസ്സിലാക്കിയതാണ്. ഈ പൈ എന്നുള്ള കോൺസ്റ്റന്റ്. ഈ പൈ എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട് എന്നുള്ളത് അതിനൊരു ഡിസൈനർ ഉണ്ട് എന്നുള്ളതിന് തെളിവാണോ? അത് ആ ഒരു ബന്ധം നിങ്ങൾ എങ്ങനെയാണ് അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഇതാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ഞാനൊരു ഏതിയിസ്റ്റ് ആണ്. ഏതിയിസ്റ്റ് എന്ന് പറഞ്ഞാല് ദൈവത്തിൽ ഉള്ള വിശ്വാസമില്ല, ദൈവത്തിന് തെളിവില്ലാത്തത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവം ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ തെളിവ് കിട്ടിയാൽ വിശ്വസിക്കാം. ആ ഒരു പൊസിഷനാണ് എന്റേത്. അപ്പോ ഇത് ദൈവത്തിന് തെളിവെന്ന് പറഞ്ഞാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ദൈവത്തിനൊരു തെളിവായിട്ട് എനിക്ക് ഒരു യുക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, പറഞ്ഞോളൂ. പോക്കിരി പറഞ്ഞു. അതെ, നിങ്ങളിപ്പോ ഇവരിപ്പോ ഒരുപാട് വിഷയങ്ങൾ കൂട്ടിക്കുഴച്ചിട്ട് അവര് കുറെ ഗണിതവും ഇതൊക്കെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഏത് മതത്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്? ഇസ്ലാമിലെ ഒരാള് മുഹമ്മദ് എങ്ങനെയാണോ ദൈവത്തെ പരിചയപ്പെടുത്തിയത് അതുപോലെയാണ് പരിചയപ്പെടുത്തേണ്ടത്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് നിങ്ങളൊരു ഇസ്ലാമിന്റെ പ്രചാരകനാണെങ്കിൽ ദൈവത്തെ പരിചയപ്പെടുത്തേണ്ടത് മുഹമ്മദിന്റെ രീതിയിലാണ്. മുഹമ്മദ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഖുറാന്റെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു ഈ ആകാശത്തെയും ഭൂമിയൊക്കെ കാണിച്ചിട്ട് ആണയിടുകയാണ്. കണ്ടില്ലേ, ഇതാണ് ദൃഷ്ടാന്തം. അതിലെവിടെയാണ് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ്? അപ്പൊ ഇവര് മുഹമ്മദിനെ അല്ല പിന്നീട് ഇന്നത്തെ പുതിയ ആധുനിക ഫിലോസഫേഴ്സിനെയും അല്ലെങ്കിൽ ആധുനിക ചിന്തകരെയും പിന്തുടർന്നിട്ട് അവര് കൊണ്ടുവന്നിട്ടുള്ള, അവര് കഷ്ടപ്പെട്ട് അവരുടെ ഭാവനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കുറെ എന്താ പറയുക സിദ്ധാന്തങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഇസ്ലാമിന് തെളിവുണ്ടാക്കാൻ പോകുന്നത്. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ ഈ ദൈവം ഉണ്ടെന്ന് കൂട്ടിക്കോ, ഈ ദൈവം അള്ളാഹുലേക്ക് എത്തിക്കണം. അതൊരു കടമ്പയാണ്. ഇങ്ങനെ നിരവധി അനുമാനങ്ങളും ബോധങ്ങളുമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനം, ആ കോംപ്ലക്സ് ആയതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ദൈവം ഉണ്ടാവുമെന്നാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളൊരു സാധനം അത് കോംപ്ലക്സ് ആയിട്ട് ചെയ്യാനാണോ തീരുമാനിക്കുക, അതോ വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണോ തീരുമാനിക്കുക? അതെ, നമ്മൾ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാനാണ് തീരുമാനിക്കുക. അല്ലേ
ഒരു സാധനം ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു സാധനം ഒരാൾ ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെ, കോഡ് എഴുതുന്ന സമയത്ത് അത് വളരെ സ്ട്രക്ചേർഡായി വളരെയധികം അത് എന്താ പറയുക, ആ കോംപ്ലക്സിറ്റി കുറച്ച് അത് എളുപ്പം ആളുകൾക്ക് മീൻസ് ഇനിയിപ്പോൾ അതിനകത്ത് രണ്ടാമതൊരു പണി എടുക്കേണ്ടി വന്നാൽ പോലും റിപ്പയർ ചെയ്യണമെങ്കിലുള്ള എല്ലാ ഓപ്ഷൻസ് ഇട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ ആണ് നമ്മൾ ആ സാധനം ഉണ്ടാക്കുക. ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, ഈ മണ്ണ് കുഴച്ച് ആദമിനെ അവനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അത് കറക്റ്റാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതിന്റെ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവര് എന്തുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ മിനിമം പറയേണ്ട അള്ളാഹു സ്വയം പരിചയപ്പെടുത്തി എങ്ങനെയാ അത് പരിചയപ്പെടുത്തും, അതാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. പക്ഷെ ഇവരിപ്പോ ഇനി വേറെ ഉണ്ട് ഇവർ ഈ പറയുന്ന ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ നമ്മളുടെ ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കാൻ പാകത്തിന് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ കോൺസ്റ്റൻസ് അതുപോലെ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭൂമി എന്ന് പറയുന്നത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിനകത്ത് ഒരു ചെറിയ ഒരു ബ്ലൂ ഡോട്ടാണ് അല്ലേ, ഡോട്ട് എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഈ യൂണിവേഴ്സിൽ കോൺസ്റ്റൻസ് എല്ലായിടത്തും കോൺസ്റ്റന്റ് തന്നെയാണല്ലോ ഇവർ പറയുന്ന കണക്കിന്, തൽക്കാലം നമ്മൾ അംഗീകരിച്ച് കൊടുക്കുമ്പോൾ. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് ഈ ഇത്രയും ലൈഫിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി അത് ഈ ബ്ലൂ ഡോട്ടിൽ മാത്രം വന്നു? ഇതാണ് നമ്മളെ ചോദ്യം. എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലില്ല? ഒരു ചോദ്യം അതാണ്. മൾട്ടിവേഴ്സിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഈ യൂണിവേഴ്സിനകത്ത് മാത്രമുള്ള ചോദ്യമാണത്. ഒന്നത്. ഇനി രണ്ട്, ഇങ്ങനെ ലൈഫിന് ഫേവറബിൾ ആകാൻ വേണ്ടിയാണല്ലോ ഈ ഫൈൻ ട്യൂൺ ആയി എന്ന് പറയുന്നത്, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈൻ ട്യൂൺ ആയി എന്ന് പറയുന്നത്? അങ്ങനെ പ്രോ ലൈഫ് ആവുമ്പോഴാണ് അത് ഫൈൻ ട്യൂൺ ആവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വേറെ എവിടെ ഇല്ല, ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഭൂമിയിൽ അത് ശാശ്വതമായിട്ട് നിൽക്കുന്നുണ്ടോ ഈ പറയുന്ന ഒരു ഫൈൻ ട്യൂണിങ്? ഇല്ലല്ലോ. നമ്മളുടെ ഈ ഗോൾഡിലോക്ക് സോൺ അത് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാതെയാവുമെന്ന് നമ്മൾ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഭൂമി ഒരു സൂര്യൻ വിഴുങ്ങുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ഫൈൻ ട്യൂണിങ്? അപ്പോഴും കോൺസ്റ്റന്റ് സെയിം തന്നെയല്ലേ ആണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഗുണമുള്ളത്? ഈ വാദം ശരിക്കും അവരെ സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. അല്ല, ഇതില് ഞാൻ നേരെ തിരിച്ച് ഇപ്പോ എന്താണ് ഇതിന്റെ പേരെന്താ, മാധവ് എന്നാ? മാധവ് ഗോകുൽ ആണോ? ഗോകുൽ എനിക്കൊരു മെസ്സേജ് അയച്ചു കണ്ടിരുന്നു. ഹലോ, അത് എന്റെ പേര് അങ്ങനെയല്ല. ഞാൻ ഹലോ കേക്കാമോ? കേക്കാം. അതെ, ശരിക്കുള്ള പേരല്ല, ശരിക്കുള്ള പേര് ഞാൻ പറയുന്നില്ല. വേണ്ട അല്ല, ഒരേ ആളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടു പല സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. എന്താ പറയാൻ വന്ന്? ജസീം എന്താ പറയാൻ വന്നിരുന്നു? ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ അടിസ്ഥാനം ഞാനിപ്പോ അത് പറഞ്ഞിട്ട് മാധവ് പറഞ്ഞോളൂ. ഞാൻ ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ അടിസ്ഥാനം അവർ ഉദ്ദേശിക്കുന്നുണ്ടാ, അതായത് മനുഷ്യൻ അല്ലെങ്കിൽ ജീവൻ, ജീവൻ അടിസ്ഥാനപരമായിട്ട് ജീവന് വേണ്ടി ആണ് പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ള ആ യുക്തിയാണല്ലോ പ്രയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇത്രയും കൃത്യമായി എല്ലാതും എങ്ങനെ സംഘടിപ്പിച്ചു ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഒക്കെ? ഇവർ പറഞ്ഞ ഈ ജീവൻ എന്നുള്ള ആ ഒരു വാദം ഉണ്ടല്ലോ, ജീവന് വേണ്ടി പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളത്, അത് നേരെ തിരിച്ചാണ്. നമുക്ക് പ്രപഞ്ചത്തിൽ നോക്കിയാൽ മനസ്സിലാവുക, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടി പ്രപഞ്ചം ഉണ്ടാക്കിയതാണ് കൂടുതൽ നിങ്ങൾക്ക് തെളിവ് കിട്ടുക. ജീവനില്ലാത്ത നിരവധി സൗരയൂഥങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജീവനുള്ളതിനേക്കാൾ കൂടുതൽ സൗരയൂഥങ്ങളും കൂടുതൽ ഗാലക്സികളും ആണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ മൂലകങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ജീവന്റെ സാധ്യത നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ നിഗമനത്തിൽ എത്തേണ്ടത്? ജീവന് തീരെ യോജിക്കാത്ത തരത്തിലാണ് സൗരയൂഥങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളുടെ കൂടെയുള്ള ഗ്രഹങ്ങളൊക്കെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കൗണ്ടർ ആർഗ്യുമെന്റ് നമുക്ക് വെക്കാൻ പറ്റും. അതിനകത്ത് കൂടുതൽ തെളിവുള്ളത്. അപ്പോൾ ഇതൊരു ഈ ഫിലോസഫിക്കൽ സിദ്ധാന്തങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഭാവനയാണ്. പക്ഷെ ശാസ്ത്രത്തിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണങ്ങളും വേണം, തെളിവുകളും വേണം. ആ തെളിവുകൾ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും, എനിക്കും ഇപ്പൊ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും കണ്ടുപിടിക്കാനുള്ള മാർഗം, ടെസ്റ്റബിലിറ്റി അല്ലെങ്കിൽ അത് തെറ്റാന്ന് തെളിയിക്കാൻ അത് നിരീക്ഷിച്ച് കണ്ടെത്താനുള്ള ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും മാർഗം വേണം. ഇതൊന്നും ഇവർ പറയില്ല. ഇവർ പറയുന്നത്
ഇതുകൊണ്ട് ദൈവം ഉണ്ട്, പക്ഷെ ദൈവത്തെ ബാക്കിയുള്ളവർ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, അതൊന്നും അവർ പറയില്ല. അപ്പൊ അവിടെ ഒരു അപൂർണത ഉണ്ട്. അതായത് നിങ്ങൾ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാനും ആ സിദ്ധാന്തത്തിൽ നിങ്ങൾ എത്തുന്ന നിഗമനം ശരിയാണെന്ന് തെളിയിക്കാനും ഒരു മാർഗം കൂടി പറഞ്ഞുതരണം. ശാസ്ത്രത്തിൽ ആ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ടെലസ്കോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് റെഡ് ഷിഫ്റ്റിനെ കുറിച്ച് പഠിക്കാം, നിങ്ങൾക്ക് നിരവധി രീതിയിൽ ഇത് തെളിയിക്കാൻ പറ്റും. ഇപ്പൊ അപ്പുറത്തൊരു ഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇതൊന്നും ഇവർ പറയില്ല. ഇവർ എപ്പോഴും ഈ ഫിലോസഫി മാത്രം എടുത്തിട്ട് അതുകൊണ്ട് ഈ ദൈവമുണ്ട്. പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അള്ളാഹു ആണ് ആ ദൈവം എന്നുള്ളതിലേക്ക് എവിടെ നിന്നാണ് എത്തുന്നത്? ഇതൊക്കെ ഒരുപാട് നിരവധി, അതായത് ഒരു തരത്തിലും നമുക്ക് ഇപ്പൊ നിങ്ങളൊരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശാസ്ത്രത്തിൽ ഒരു തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞ അനുമാനങ്ങളും ഊഹങ്ങളും ഉള്ള സിദ്ധാന്തമാണ് ഏറ്റവും നല്ല ശാസ്ത്ര സിദ്ധാന്തം. നിങ്ങൾ ഒരുപാട് ഊഹങ്ങൾ, ഒരുപാട് പുക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇപ്പൊ ഈ പറയുന്ന ഫൈൻ ട്യൂണിംഗ് ഒക്കെ. നിങ്ങൾ ഒരുപാട് അനുമാനങ്ങളാണ് നടത്തുന്നത്. അപ്പൊ ഇത് എന്താ പറയാ, ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഈ സിദ്ധാന്തങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അവർക്ക് അവരുടെ മതത്തെ സ്ഥിരീകരിക്കാനും ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കാനും വേണമെങ്കിൽ പറയാം. വീണ്ടും അവരുടെ മുന്നിൽ തടസ്സമുള്ളത് ആ ദൈവത്തെ അള്ളാഹുവിൽ കൊണ്ടെത്തിക്കും. ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും. അല്ല, ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ്. ഈ ആണുങ്ങൾക്ക് എന്തിനാ നിപ്പിൾസ്? എന്താണ് അവരോട് ചോദിക്കേണ്ടതാണ്. ആണുങ്ങൾക്ക് എന്തിനാ നിപ്പിളിന്റെ പർപ്പസ് എന്താണ്? അല്ല, അവര് പറയുന്നത് അവരതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, എവല്യൂഷൻ അല്ല നമ്മുടെ പ്രശ്നം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എവല്യൂഷൻ അംഗീകരിച്ചോ അവര്? എവല്യൂഷൻ ഒരു പ്രശ്നമേ അല്ല, അവരുടെ പ്രശ്നം ഫൈൻ ട്യൂണിങ് മാത്രമാണ്. അതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പോരെ എവല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞ പോലെ, ലെസ്നർ പറഞ്ഞ പോലെ, ഈ എർത്ത്ക്വേക്ക്, ഗ്ലോബൽ വാർമിങ്, സുനാമി, മീറ്ററേറ്റ് സ്ട്രൈക്ക്, ലോ വാട്ടർ ലെവല്, സീ ലെവൽ ഇൻക്രീസിങ്, ഇതെല്ലാം ഫൈൻ ട്യൂണിങ് ആണ്. അതെ, അതാ ഞാൻ പറഞ്ഞേ, ഗോൾഡിലോക്ക് സോണിൽ നിന്ന് അത് ഭൂമിയുടെ സ്ഥാനം അവിടെ നിന്ന് മാറുമ്പോൾ, മീൻസ് ആ സോൺ മാറുമ്പോൾ ഭൂമി സൂര്യൻ വിഴുങ്ങുന്ന അവസ്ഥ വന്നു. പിന്നെ നമ്മളുടെ അവസ്ഥ എന്താണ്? എവിടെയാണ് പ്രോ ലൈഫ് ഉള്ളത്? പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവർ മറന്നിട്ടാണ് ഈ വലിയ വാദമൊക്കെ തള്ളിമറിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, മനുഷ്യനിവിടെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇസ്ലാം ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി എന്നൊക്കെയാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ. ഇത് ചെറിയൊരു വ്യത്യാസം മതി, ഇതെല്ലാം മാറുന്നു. ഈ പറയുന്ന ആ ഭൂമി മനുഷ്യന് ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായിട്ട് മാറും. അപ്പോഴും കോൺസ്റ്റൻ്റ് ഒക്കെ കോൺസ്റ്റൻ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതിപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയാണല്ലോ പല സ്ഥലങ്ങളിലും. പക്ഷെ ആ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കി എന്നുള്ളതല്ല. അത് സർക്കിൾസ് അവിടെ വരച്ച് വന്നപ്പോൾ എങ്ങനെയാണോ പൈ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയത്, അതേപോലെ നിലവിലത്തെ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നു. ഇത് വേറൊരു യൂണിവേഴ്സിൽ പോകുമ്പോൾ അത് വേറെ കോൺസ്റ്റൻസ് ആയിരിക്കും. അത്രേ നമ്മൾ അവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. പക്ഷേ മൾട്ടിവേഴ്സ് എന്ന് പറയുമ്പോഴേ അവർക്ക് പ്രശ്നമാണ്, അലർജിയാണ്, അത് പറയാൻ പാടില്ല. അതാണ് കുഴപ്പം. അതിനേക്കാൾ അവർക്ക് എളുപ്പം നമ്മളുടെ ഒക്കാംസ് റൈസറാണ്. അതായത് പടച്ചോൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഒക്കാംസ് റൈസറിന്റെ കാര്യത്തിൽ അബ്ദുള്ള അബ്ബാസിൽ ഒരു കോമഡി പറയുന്ന കേട്ടായിരുന്നു. ഒക്കാംസ് റൈസറിലെ ഏറ്റവും എക്സ്പ്ലനേഷൻ എടുക്കണം എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെ കേട്ടില്ല. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ ഗ്യാപ്പ് വന്നു. ഹലോ, കേൾക്കാമോ? ഇപ്പൊ പറഞ്ഞു. ഒക്കംസ് റൈസറിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എന്ത് എക്സ്പ്ലനേഷനും എടുക്കാമോ എന്ന് ആരിഫ് കഴിഞ്ഞ തവണ ചോദിച്ചപ്പോ അബ്ദുള്ള അബ്ബാസിൽ ഒരുമാതിരി കളിയാക്കിയിട്ട് പറയുന്നത് കേട്ടു. സയന്റിഫിക്കൽ എക്സ്പ്ലനേഷൻസിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എടുക്കുക എന്നാണ് അബ്ദുള്ള അബ്ബാസിൽ പറയുന്നത്. എന്നിട്ട് അവർ പോകുന്ന എവിടേക്കാണ്? ദൈവത്തിലേക്കാണ്. അവര് തന്നെ പറയുന്നത് സമ്മതിക്കില്ല. അല്ലെ, അവര് സാധാരണ അവരുടെ എല്ലാ വീഡിയോയിലും പറയുന്നത് ദൈവം സയൻസിന്റെ മേഖലയിൽ വരുന്ന ഒരു കാര്യമില്ല, സയൻസിന് പുറത്തുള്ളതാണ്, സയൻസിന് വെളിയിലുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഒക്കംസ് റൈസറിന്റെ പേരിൽ അവരെടുത്തത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞെടുത്തത് അവർ ദൈവത്തെയാണ് എടുത്തത്. നമ്മൾ ഒക്കാംസ് റൈസറിനെ തള്ളിക്കളഞ്ഞു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഒക്കാംസ് റൈസറിനെ അല്ല തള്ളിക്കളഞ്ഞത്. അതായത് ഈ സിമ്പിൾ സൊല്യൂഷൻസ് വേണം, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ആ പേരും പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മൾ ദൈവത്തിനെയാണ് തിരികൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലത്തുണ്ടായിരുന്നു. ഇസ്ലാം അങ്ങനെയാണല്ലോ നിലനിൽക്കുന്നത്? അതാണ് നമ്മൾ ചോദിച്ചു വെക്കുന്നത്. അല്ലാതെ
ഈ ഒക്കാംസ് റേസറിനെ നമ്മൾ തള്ളിക്കളയോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, എക്സ്പ്ലനേഷൻസ് അതിനെ എടുക്കരുതെന്നും അല്ല നമ്മൾ പറയുന്നത്. അതെടുക്കാം, പക്ഷെ അത് ദൈവമാണെന്ന് പറഞ്ഞ് അത് മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ ഇടിമിന്നൽ എന്താണ്? അത് ദൈവമാണ്. എർത്ത്ക്വേക്ക് എന്താണ്? അത് ദൈവമാണ്. സുനാമി എന്താണ്? ദൈവമാണ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കില്ല. അൽഫഹമെന്തില്ല എന്നും പറഞ്ഞ് അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അല്ല, ഇതാണ് നമ്മുടെ ഈ ഖുറാനിലും മറ്റേതിലൊക്കെ ദൈവത്തിന്റെ പ്രത്യേക ദൈവത്തിന്റെ സൃഷ്ടികളായിട്ട് പറയുന്നതിൽ ആകാശം ഭൂമിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ അസമാവാത്ത് വല്ല അറുതെന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. അറുള് മാത്രമേ ഉള്ളൂ, ബാക്കി മാർസ് അവരൊക്കെ അവരൊന്നുമില്ല. അസമാവാത്ത് ചന്ദ്രൻ സൂര്യൻ അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രശ്നം ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് ആരിഫും ജസീമൊക്കെ ഞാൻ പറയട്ടെ, പറഞ്ഞോ. ആരിഫും ജസീമും അള്ളാഹുവിന്റെ കാര്യം എത്ര പറഞ്ഞാലും അതിലവർ തൊടുന്നില്ല. അവര് മുന്നോട്ട് വെക്കുന്ന ഒരു മതത്തിന് പുറത്തുള്ള ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു ദൈവത്തെ വെച്ചിട്ട് ആണ് അവര് കളിക്കുന്നത്. എന്നിട്ട് അവര് പറയുന്നത് അങ്ങനെ ഒരു ദൈവം ഫൈൻ ട്യൂണിങ് ഉണ്ടാക്കി, അങ്ങനെ ഒരു ദൈവത്തിനെ അവര് പറഞ്ഞതിന് ഈ ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റൻസ് കോംപ്ലക്സ് അത് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് അവരുടെ വാദം. അതിന്റെ പ്രോബബിലിറ്റി വളരെ വളരെ കുറഞ്ഞതുകൊണ്ട്. ഹലോ, കേട്ടോ, അതിന്റെ പ്രോബബിലിറ്റി വളരെ വളരെ കുറഞ്ഞതുകൊണ്ട് അത് ദൈവം ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നത്. അതെ, പ്രോബബിലിറ്റി മൈനസ് ആണ് എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ മദ്രസജീവികളുടെ അടുത്ത് തമാശ പറയരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളുടെ എനിക്കത് ഓർമ്മ വരുന്നത്, നമ്മളുടെ ഹൈത്തമിയായിട്ട് നടന്ന സംവാദത്തിൽ ഇതാണ് മതം എന്നുണ്ടെങ്കിൽ ഈ മതം നമ്മൾ സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ മതത്തിന്റെ ക്വാളിറ്റി ആയിട്ട് എണ്ണിയ സാധനം, അങ്ങനെ ഒരു മതം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവർക്ക് ഈ പറയുന്ന സംഗതി മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇത് ഇവര് നമ്മളിപ്പോ നമുക്ക് ഇവരെ എൻഗേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ, ഇവര് പറയുന്നത് ഇവരുടെ മതത്തെ കുറിച്ചല്ല. ഇപ്പൊ ഞാൻ എന്തിനാണ് ഇവരെ ഫ്രൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, കണ്ടിജൻസി ആർഗ്യുമെന്റ് ഒക്കെ തകർത്ത് തരിപ്പണമാക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഞാൻ ഇസ്ലാമായിട്ട് ബന്ധമില്ല. ഇപ്പൊ ഇവര് അള്ളാഹുവിനെ കൊണ്ടാണ് വരുന്നെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ഇനി എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ അല്ല, നമുക്ക് വിശ്വസിക്കാമല്ലോ. ഇടയ്ക്ക് പറയുന്നത് അതാണ്. ഇനിയിപ്പോ നിങ്ങളിപ്പോ നിരീശ്വരവാദി ആയിക്കോ, പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ പറയുമ്പോഴും ഇപ്പൊ എത്തിസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ നിലവിൽ. ഇപ്പൊ ദൈവം ഇല്ല, പക്ഷെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അതിന്റെ ആ പ്രോബബിലിറ്റി ടുവേർഡ്സ് 0 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡിറക്ഷൻ 0യിലേക്കാണ്. ഓരോ സംഗതി നമ്മൾ കാണുമ്പോഴും നിയർ 0 എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഡിറക്ഷൻ അത് ഇല്ലായ്മയിലേക്കാണത് ചൂണ്ടുന്നത്. വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കുന്നത് ആ ഡിറക്ഷനിലാണ്. അതേസമയം ദൈവമില്ലാതെയും കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനുള്ള പ്രോബബിലിറ്റി, അതിനുള്ള തെളിവുകൾ, അത് എന്താണ് എവേ ഫ്രം 0 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളുടെ സ്റ്റാൻഡ് പോയിന്റ്. അല്ലാതെ നമ്മൾ പറയുന്നത് അതാണ്. അതായത് ദൈവം ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം ആ ഡിറക്ഷൻ 0യിലേക്ക് ആയതുകൊണ്ട് അത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0യിലേക്കല്ല എത്തുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് 0 എന്ന് പറഞ്ഞാൽ പോരാ, അത് മൈനസ് എന്ന് പറയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് പക്ഷെ അവർക്ക് ആ ലിറ്ററൽ മീനിങ് അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതാണ് അവര് കണക്കറിയില്ല. അതെ, സർക്കാസം അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ സർക്കാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധി വേണമെന്നുള്ള കാര്യം അത് വേറെ നാട്ടുകാർ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ മദ്രസ ജീവികൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്. അവരുടെ വലിയ പരാതി അതാണ്. നമ്മൾ മദ്രസ ജീവി എന്ന് വിളിച്ചു, മദ്രസ വേറെ പല വാക്കുകളും വിളിച്ചു. അതാണ് ഇവർക്ക് ഇവര് ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഇവര് സ്വതന്ത്ര ചിന്തകർ, എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കെന്നും പറഞ്ഞും അതുപോലെ അമ്മ പെങ്ങൾ ഭോഗവും പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇന്ന് അണ്ണാക്കിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ അയ്യോ ഇച്ചിരി ബഹുമാനം ഞങ്ങൾക്കും വേണേന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതാണ് ഈ കാണുന്നത്. അത് നമ്മൾ കാര്യത്തിൽ എടുക്കുന്നില്ല. മതം അത്രയേ ഉള്ളൂ. പിന്നെ ഈ ടീം എന്ന് പറയുന്നത് ഈ നമ്മുടെ LGBT കമ്മ്യൂണിറ്റിയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ ഒരു ടീമും കൂടെയാണ്. അവർക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് അവർക്ക് ഇത്ര പ്രശ്നമാവും. അതെ 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 അതിപ്പോ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അടുത്തും പറയണ്ടായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ഇച്ചിരിയൊക്കെ ബഹുമാനം ഞങ്ങളെ വേണമായിരുന്നു, ഈ മതത്തിനൊന്നും ഇങ്ങനെയൊന്നും എടുത്തിട്ട് അമ്മാനാടരുതെന്ന് നിലവിളിയാണ്.
അല്ല ഓക്കെ. ഇപ്പൊ ഇവരുടെ ഈ ഫൈൻ ട്യൂണിങ് കോൺസ്റ്റൻസിന്റെ കാര്യത്തിൽ ഇവര് മുന്നോട്ട് വെക്കുന്നത് അത് വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ അത് അങ്ങനെ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ദൈവം ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും പ്രോബബിലിറ്റി വളരെ വളരെ കുറഞ്ഞതായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറലി റാൻഡമായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാവാറുണ്ട് പലതും. അത് ഇവര് മനസ്സിലാക്കാതെയാണ് ഇവർ ഷേക്സ്പിയറിന്റെ കൃതി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതെ, അത് റാൻഡമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അതാണ് നമ്മൾ അതെ പറയുന്നത്. അതെ റാൻഡമായിട്ട് ഉണ്ടാകുന്നുള്ളൂ. ഇപ്പൊ അതെ. ഒരു ഡൈസിന്റെ എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ 5 ഡൈ ത്രോ ചെയ്തിട്ട് അതിൽ 5 എണ്ണത്തിലും 6 വരിക. അത് നമുക്ക് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു റാൻഡം ആൻസർ ആണ്, റാൻഡം ഇവന്റ്. അതെ. ഇപ്പൊ ഒരു 5 ഡൈ ത്രോ ചെയ്താൽ അതിൽ എല്ലാത്തിലും 6 വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും 6 എന്നുള്ളൊരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 out of 7,000 സംതിങ് 76 ആണ്. അതേസമയം 10 ഡൈ ആവുമ്പോ അതിന്റെ ഒരുപാട് ഇരട്ടി 6 കോടിയിൽ ഒരു പ്രോബബിലിറ്റി ആയിട്ട് മാറുകയാണ്. ഹലോ, ഇടയ്ക്ക് ഒന്ന് ബ്രേക്കായി. ഞാൻ പറഞ്ഞത് 10 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 10 ഡൈസ് നമ്മളിങ്ങനെ എറിഞ്ഞ് ഉരുട്ടി വിടുമ്പോൾ അതിലെല്ലാത്തിലും നമുക്ക് എന്ത് ഔട്ട്കം കിട്ടിയാലും ആ ഔട്ട്കം എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി 6 കോടി 4 ലക്ഷത്തി സംതിങ്ങിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ അതൊരു റാൻഡം ഇവന്റ് ആണ്. നമ്മൾ അതിൽ പറയുന്നത് അത് നോൺ സീറോ ആണെന്നുള്ളതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. അതെ, ഓക്കെ. ഈ ഗോഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അത് ടുവേർഡ് സീറോ ആണ് അല്ലെങ്കിൽ സീറോ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതെ, വളരെ സീറോ എന്ന് തന്നെ പറയാം. സീറോ ആണ്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ വളരെ കുറഞ്ഞ പ്രോബബിലിറ്റി ഇവല്യൂഷൻ അംഗീകരിക്കാത്ത ടീമുകളാണ് എങ്കിലും. ഹലോ, അതെ, പറയൂ. ഇപ്പൊ ഇവല്യൂഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ അബയോജനസിസ് തൊട്ട് ഇപ്പൊ നമ്മൾ അബയോജനസിസ് നടന്ന കാലത്ത് ആദ്യത്തെ സെൽ ഉണ്ടായ കാലത്ത് നിന്നിട്ട് മനുഷ്യൻ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ 0 എന്ന് പറയേണ്ടി വന്നേനെ. പക്ഷേ സ്റ്റിൽ മനുഷ്യൻ ഉണ്ടായി. അപ്പോൾ വളരെ നമ്മൾ ഇന്ന് ഒരു പണ്ടുണ്ടായ റാൻഡം മ്യൂട്ടേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. ഒരു മ്യൂട്ടേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യന്റെ സ്പീഷീസ് പോലും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു മോഡലിൽ നടന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ എക്സിസ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. എങ്കിലും ഇതുപോലെയായി. അപ്പോ വളരെ പ്രോബബിലിറ്റി കുറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്, റാൻഡമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ ഈ അനാളജിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് ഇന്റലിജന്റ് ബീയിങ് ആയിട്ടുള്ള ഷേക്സ്പിയർ. ഹലോ, കേൾക്കാമോ? ഇവര് ഇന്റലിജന്റ് ഒരു ഇന്റലിജന്റ് ഹ്യൂമൻ ആയിട്ടുള്ള ഷേക്സ്പിയർ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി വെച്ച ഒരു കൃതി അത് മുന്നോട്ട് വെച്ചിട്ട് അതിനെ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് അവർ ചോദിക്കുന്നത്. ഒരെണ്ണം മുന്നിൽ വെച്ച് അത് അതേപോലെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്, ഒരു അനാളജിയാണ് അവർ വെക്കുന്നത്. എന്ന് വെച്ചാൽ അവരവിടെ ആദ്യമേ ഈ ഫൈൻ ട്യൂൺഡ് ഈ ഷേക്സ്പിയർ കൃതി ഇന്റലിജന്റ് ആയിട്ടുള്ള ഷേക്സ്പിയർ കൃതി എഴുതി എന്നുള്ളത് പോലെ ഫൈൻ ട്യൂൺഡ് കോൺസ്റ്റൻസ് ദൈവം ഉണ്ടാക്കി എന്നവരെ ഓൾറെഡി അസ്യൂം തെളിയിക്കാനല്ലേ നോക്കുന്നത്, അതിനെ അവർ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ നൾ ഹൈപ്പോത്തിസിസ് അവിടെ പ്രശ്നമാണ്. അതെ, അപ്പൊ അവര് അങ്ങനെ അതൊരു ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറയാം. അവര് പ്രൂവ് ചെയ്യേണ്ട ആ ഒരു കൺക്ലൂഷനിൽ വരേണ്ട കാര്യം അവരതിന്റെ പ്രിമൈസിൽ തന്നെ അസ്യൂം ചെയ്യുമ്പോൾ അത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസിയാണ് അവിടെ വരുന്നത്. പിന്നെ അതൊരു ഫാൾസ് അനാളജിയാണ്. വളരെ വളരെ പ്രോബബിലിറ്റി കുറഞ്ഞ സംഗതികൾ നമ്മുടെ ഈ ഡൈസ് ത്രോ ചെയ്യുന്ന പോലെയുള്ള റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ റാൻഡമായിട്ട് നടക്കുമ്പോൾ അവര് എടുത്തു വെക്കുന്ന അനാളജി എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ കൃതി അതേപോലെ ഒരു തവണ നടന്ന കാര്യം വീണ്ടും ചെയ്യുന്ന പോസിബിലിറ്റിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് പിന്നെ ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ ഈ കോംപ്ലക്സിറ്റിയുടെയും ഈ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഇതുകൊണ്ട് ദൈവം ഉണ്ടാക്കി എന്നാണ് ഇവർ പറയുന്നത്. നമ്മളുടെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഭൂമിയിലുള്ള ജൈവിക വർഗങ്ങളുടെ ബ്രെയിനാണ് യൂണിവേഴ്സിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമായിട്ട് സയൻസ് പറയുന്നത്. അത് വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ട് ഉണ്ടായ കാര്യമാണ്. അത് ഇവര് സമ്മതിക്കത്തില്ല. ഇവര് ക്രിയേഷനിസ്റ്റ് ടീമുകളാണ്. പക്ഷേ
സയൻസ് പറയുന്നത് ഇവല്യൂഷൻ ആണ്. സയൻസ് ഒരു ഫാക്ട് ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. റാൻഡം മ്യൂട്ടേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഇവല്യൂഷൻ വഴിയാണ് ഈ ബ്രെയിനിൽ നിന്നുണ്ടായത് എന്ന് സയൻസ് അംഗീകരിച്ച് കഴിഞ്ഞ അതെ അവര് എതിർത്താലും ഇവർക്ക് അന്ധമായിട്ട് എതിർക്കാവുന്നേ ഉള്ളൂ. സയൻസ് പറഞ്ഞ കാര്യത്തിനെ എതിർക്കാമെന്നേ ഇവർക്ക് കഴിയുന്നുള്ളൂ. സോ നാച്ചുറലി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വളരെ പ്രോബബിലിറ്റി കുറഞ്ഞ എന്താ ജസീം എന്താ പറയാമെന്ന്? അതെ, ഈ നിങ്ങൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോ അത് ഇവരുടെ തന്നെ ദഴവക്കാരനെ പറയുന്നതാണ്, പക്ഷെ അതൊരു വാലിഡ് ആർഗ്യുമെന്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡംനെസ്, ശാസ്ത്രത്തിൽ റാൻഡം എന്ന് നമ്മൾ പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും സ്ഥൂല ലോകത്ത് കാണുന്ന കുറെ കാര്യങ്ങൾ പലപ്പോഴും എന്താ പറയാ സംഭവിക്കുമ്പോൾ നമ്മൾ റാൻഡം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ റാൻഡംനെസ് എന്ന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോയിൻ നിങ്ങളെടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൻ എങ്ങോട്ടൊക്കെ കറങ്ങുമെന്ന് ഭൗതികശാസ്ത്രപരമായിട്ട് അതിന്റെ എയർ, വായുവിന്റെ അതിലുള്ള ആ ബലം ഒക്കെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്രവചിക്കാം ശാസ്ത്രീയപരമായിട്ട്. പക്ഷെ നമ്മൾക്ക് പ്രവചിക്കാൻ ഘടകങ്ങൾ അത് ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് അതിന്റെ സങ്കീർണത കൂടിയത് കൊണ്ട് മാത്രമാണ് നമ്മളത് റാൻഡം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റാൻഡംനെസ് ഉള്ളത് ശരിക്കും എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് റാൻഡം, അതായത് അബ്സല്യൂട്ട് റാൻഡംനെസ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഈ വാക്ക് നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എവല്യൂഷൻ റാൻഡം ആണെന്ന് നമ്മൾ പറയുന്നത് അതിന് സ്ഥൂല ലോകത്ത് പ്രസക്തിയുണ്ട്. പക്ഷെ എവല്യൂഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എവല്യൂഷൻ റാൻഡം അല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഇപ്പോ നമ്മൾ പറയാറുണ്ട് ചില നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഒന്നും പഠിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഒരു ബൗണ്ടറി കഴിഞ്ഞ് എന്താ പറയാ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ബൗണ്ടറി കഴിഞ്ഞ് പുറത്തേക്ക് പോയ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അറിവ്, അവിടുത്തെ വെളിച്ചം നമ്മളിൽ എത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റാൻഡം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ സങ്കീർണത കൊണ്ട്, അപ്പൊ കോംപ്ലക്സിറ്റി കൊണ്ടായിരിക്കാം. അതപ്പോ എവല്യൂഷന്റെ കാര്യത്തിൽ ഇപ്പൊ എല്ലാ കെമിക്കലും എങ്ങോട്ട് മൂവ് ചെയ്യും, ഇതൊക്കെ എല്ലാതും കണ്ടെത്തി കഴിഞ്ഞാൽ അത് റാൻഡം അല്ല. അപ്പോൾ മനുഷ്യന്റെ അറിവില്ലായ്മയാണ് റാൻഡംനെസ് എന്ന് ഈ മുസ്ലിം തവഴക്കാർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അവർ ഈ റാൻഡം, നമ്മളിപ്പോ റാൻഡം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും റാൻഡംനെസ് ഉള്ളത് ക്വാണ്ടം ഫീൽഡിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ ക്വാണ്ടം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് പൊതുവിൽ റാൻഡം എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ റാൻഡം ആയിട്ടുള്ളത്. മറ്റേത് നമുക്കിപ്പോ ഇപ്പോ നമ്മളിപ്പോ കൊറോണ വൈറസ് വന്നപ്പോ ഏതാണ്ട് ഈ വാക്സിൻ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരു അനുമാനം ഉണ്ടായിരുന്നു ഈ വൈറസ് എത്ര മ്യൂട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പല വാക്സിനുകളും വികസിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ അറിവിന്റെ അനുസരിച്ചാണ് റാൻഡംനെസ്. നമ്മൾ കൂടുതൽ അറിയും തോറും റാൻഡംനെസ് കുറഞ്ഞു വരും. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ മാധവ് പറഞ്ഞ ഒരു കാര്യം, ഈ ഇങ്ങനത്തെ വാദങ്ങളെ നമ്മൾക്ക് എതിർക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഇവര് ഈ പറയുന്ന വിഷയം അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കുറിച്ചല്ലല്ലോ വിമർശനം ഉന്നയിക്കുന്നത്. അതെ, നിങ്ങൾ മതത്തിനെ കുറിച്ചാണ് വിമർശനം ഉന്നയിക്കുന്നത്. അവര് ഒരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നാണ് അവര് അങ്ങനെ ഒരു സംഗതി വന്നാൽ പോലും ഈ ടീം അവരുടെ മതദൈവത്തിനെ പറ്റി അവർ ചർച്ചയ്ക്ക് വരില്ല. ഇവിടെ ഈ റാൻഡംനെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പെർസെപ്ഷനിലുള്ള ആ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടുള്ള കാര്യമാണല്ലോ നമ്മളിവിടെ പറയുന്നത്. അവിടെയാണ് ഈ റാൻഡംനെസ് നമ്മൾ ചർച്ചയാകുന്നത് പോലും. അപ്പോൾ അത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഈ ഡൈസിന്റെ എക്സാമ്പിൾ നമ്മൾ റാൻഡം എന്ന് വിളിക്കുന്നത് അതിന്റെ ഔട്ട്കം നമുക്ക് അതിന്റെ എല്ലാ കോയിഫിഷ്യന്റ്, ഇപ്പോൾ ഗ്രാവിറ്റി, എയർ റെസിസ്റ്റൻസ്, അതൊക്കെ അങ്ങനെ കോയിഫിഷ്യന്റ് ഒരുപാട് കാണും. അത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് റാൻഡം ആവില്ല. പക്ഷെ കറന്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ അത് കറന്റ് അതിന്റെ ഔട്ട്കം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലയിൽ അവർ നമ്മുടെ ഒരു പെർസെപ്ഷനിൽ അത് റാൻഡം ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലെവലിലുള്ള ഡിസ്കഷൻ നമ്മളുടെ കാണികൾക്ക് ഭയങ്കരമായ അവർക്ക് അത്ര അങ്ങോട്ട് ദഹിക്കാത്തൊരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാധവ് എന്നാണ് ഇവിടെ പേര് കാണുന്നത്. മാധവിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. ഇത് എന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഈ വിഷയത്തിൽ. താങ്കൾ എന്താ ചെയ്യുന്നത്, എന്താ ഫീൽഡ് എന്നറിയാൻ? ഞാൻ പഠിച്ചത് BBA ആണ്.
ഓക്കെ. ഓക്കെ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും സയൻസ് എന്തൂസിയാസ്റ്റ് ആണ്. സയൻസ് ഒന്നുമില്ല, ഞാനിപ്പോ കുറച്ച് ഫിലോസഫിയൊക്കെ യൂട്യൂബിൽ അങ്ങനെയുള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ല, താങ്കൾക്കിത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ബാക്കിയുള്ള ആളുകൾക്കും എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സത്യത്തിൽ. പക്ഷേ അവിടെ തടസ്സം നിൽക്കുന്നത് ഏത് ആംഗിളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ദൈവത്തിനുള്ള ഒരു പ്ലേസും കൂടി കാണേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട്, അങ്ങനെ ഒരു ചുമതല ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഡിബേറ്റ് ചെയ്ത് അവർ പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഭാരമില്ല. അതെ, ഞാൻ മനസ്സിലാക്കുന്നതിൽ എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ പോലും, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ടെങ്കിൽ പോലും ഈ മതദൈവങ്ങളൊന്നും ശരിയായിട്ടുള്ള ദൈവം ആവില്ല. പക്ഷെ അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ജനിച്ചു വീണപ്പോ അതെ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, ബാങ്ക് ചെവിയിലും വിളിച്ചു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അള്ളാഹു ഉണ്ടോ ഇല്ല? ഇതാണ് നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. വേറെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. അതെ, പക്ഷെ ഇവരുടെ അവസാനത്തെ വീഡിയോയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ആരിപ്പോ ഗോൾഡ് ലോക്സ് ആണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൈവത്തിനെതിരെയുള്ള വാലിഡ് ആർഗ്യുമെന്റ്സ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ വരുന്നതിനൊന്നും അവർ അഡ്രസ് ചെയ്യില്ല, അവർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ ഇത്രേ പറയണുള്ളൂ. ഇനിയിപ്പോ ഇവര് പറയുന്ന ഫൈൻ ട്യൂൺ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഫൈൻ ട്യൂണിങ് ഇതൊന്നുമല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതെന്താ? അതായത് 7 ആകാശവും 7 ഭൂമിയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിലൊരു വിടവ് പോലും ഇല്ല എന്നും കൂടിയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതാണ് ഫൈൻ ട്യൂൺ. 7 ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.25 ആകാശവും അല്ല, 7.5 ആകാശവും അല്ല. അത് 7 എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. 7 ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 ഭൂമിയോ 7.5 ഭൂമിയോ അല്ല, അത് 7 തന്നെയാണ്. മാത്രമല്ല ആ ആകാശത്തിന് ഓട്ടയോ വിള്ളലോ ഒന്നുമില്ല, വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വലിയ തോതിൽ സംവിധാനിച്ചു എന്ന് പറയുന്ന ആ വാക്കൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അത് ഇത് ഫൈൻ ട്യൂണിങ് ആണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ് തള്ളി മറിച്ച് അങ്ങ് പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണത്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതെ, ഞാൻ കണ്ടിട്ടുള്ളത് ഇവരുടെ ഈ അള്ളാഹുവിനെയൊക്കെ ഇവര് തന്നെ പെട്ടിയിലിട്ട് പൂട്ടിയിട്ട് ഒരു കോസ്മിക് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ദൈവത്തെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്ന ടീമുകളാണ്. അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരും. ഇങ്ങനെ ഒരു ദൈവം ഈ ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അടിമഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, 6 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറയുന്ന, അതുപോലെ അടിമയും ഉടമയും വെക്കാൻ പറയുന്ന, അങ്ങനെ കാഫിറിനെ കാണണമെന്ന് പറയുന്ന, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം എന്ന് പറയുന്നത്, ജൂതനെ വെറുക്കണം എന്ന് പറയുന്ന ഒരു ദൈവമാണോ അള്ളാഹു? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് വേണ്ടെന്നേ, അത്രേ നമ്മൾ പറയണുള്ളൂ. അപ്പൊ അതൊന്നും അല്ലാതും കൂടി പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതിന്റെ അകത്ത് എനിക്കൊരു സംശയം എന്താ വെച്ചാൽ, ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഇവര് ഈ ദൈവത്തിലേക്ക് എങ്ങനെ പോകുന്നത്? എനിക്ക് അതൊരു മെഷീൻ ആയിക്കൂടെ, ദൈവങ്ങളായിക്കൂടെ, മനുഷ്യനായിക്കൂടെ, ഒരു മൃഗമായിക്കൂടെ? നിങ്ങൾ പറയുന്നത് ഇതിലെ ഏതെങ്കിലും ഒക്കെ ഒന്നാവാം. ദൈവം ആവണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന് മെഷീൻ ആയിക്കോട്ടെ, ഇതൊരു സിമുലേഷൻ ആണെങ്കിലും. ഇപ്പൊ ശാസ്ത്രം പഠിച്ച ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു സിമുലേഷൻ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സിമുലേഷൻ ആണെങ്കിലും. അപ്പൊ രണ്ട് ദൈവമായിക്കൂടെ എന്നുള്ള ചോദ്യം ഖുറാനിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പറയണല്ലോ, അവരുണ്ടാക്കിയത് തമ്മിൽ കൊണ്ട് ഓടുന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്നും നമ്മൾ ഇനിയിപ്പോൾ ഒരു ഫിലോസഫിക്കൽ ആംഗിളിൽ പോലെ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമില്ല. അള്ളാഹു അതിന് ഉത്തരം തന്നിട്ടുണ്ടെന്നേ. എന്തിനാ വെറുതെ അള്ളാഹുവിനെ അതിനൊക്കെ വെച്ച് ബുദ്ധിമുട്ട്? എൻ്റെ പോയിന്റ് അതാണ്. നമ്മൾ എന്തിനാണ് ഈ കോസ്മിക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം? എല്ലാത്തിനുള്ള ഉത്തരം അള്ളാഹു തന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ. എന്തുകൊണ്ട് 2 ദൈവമില്ല? ഇവർ പറയണതല്ലേ ഏക ദൈവം എന്തിനു വേണമെന്ന്, കോസ്മിക് ദൈവം ഒരാളാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കണം. എന്തിനാ? അത് ഖുറാനിൽ എഴുതി വെച്ചിട്ടില്ലേ, നമ്മളത് എടുത്താൽ പോരെ? നമുക്ക് വേണ്ടത് ഖുറാനല്ലേ, അതല്ലേ നമ്മളെ കാറ്റലോഗ്. അതെന്താ എടുക്കാത്തത്? ഇവരുടെ ഈ ഒരു അനാളജിയുടെ പ്രശ്നം, പിന്നെ ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ കോംപ്ലക്സിറ്റി, പിന്നെ വളരെ ലോ പ്രോബബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ടെങ്കിലേ വരൂ എന്നാണ് ഇവർ പറഞ്ഞത്. അല്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ അബ്ദുള്ള ബോസിന്റെ ഒക്കംസ് റേസറിലെ മണ്ടത്തരം, അതിൽ ഒക്കംസ് റേസറിലെ സയന്റിഫിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എടുക്കും എന്ന് പറയുന്ന ടീം തന്നെ ദൈവത്തിനെയാണ്. അതെ, ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഇവര് ദൈവത്തിനെ വെളുപ്പിക്കുന്നത് ശാസ്ത്രത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് ദൈവത്തിനെ പറയുന്നു. ഇവിടെ ഒക്കംസ് റേസറിൽ സയൻസിന്റെ മേഖലയിൽ ഇവിടെ ദൈവത്തിനെ കൊണ്ടുവരുന്നു. അത് ഒരു വലിയ ഇരട്ടത്താപ്പായിട്ട് തോന്നുന്നു. അത് ഒക്കത്തെ റേസറാണ്, അതുകൊണ്ടാണ്. ഒക്കാമിന്റെ അല്ല, ഒക്കത്ത് വെച്ചിരിക്കുന്നതാണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം.
ഞാനത് കട്ട് ഓക്കെ ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരും കാണട്ടെ. നമുക്ക് മറ്റേ പൗലോസിനെ കിട്ടുമ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഓക്കെ യാ, താങ്ക് യു സോ മച്ച്. ബൈ ഓക്കെ താങ്ക് യു ബൈ. ഓക്കെ. ഒരാളും കൂടി കയറിയിട്ടുണ്ട്. ആളുടേക്കും പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 12 മണി ഒരു ഒരു ഡൗ- ഒരു ഡൗ- ഒരു ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ആ ഈ വിശ്വാസികൾ വന്നിട്ട് പറയുന്നതാണ് ആദം നബി മുതല് ഇങ്ങോട്ട് 1,24,000 പ്രവാചകന്മാരെ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും അള്ളാഹുവാണ് വിട്ടേക്കുന്നത്. അതിനു മുമ്പ് വേദഗ്രന്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് ഈ സൊറാസ്ട്രിയനിസം എന്ന് പറയുന്നൊരു മതം ഉണ്ടായിരുന്നല്ലോ. അത് ഇവർക്ക് അറിയത്തില്ലായിരുന്നോ? അത് മുഹമ്മദിന്റെ അറിയത്തില്ല. കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിലുള്ളത്. അല്ല, എങ്ങനെ? അതിപ്പോ ഈവൻ ശ്രീകൃഷ്ണനും ബുദ്ധനും ഒക്കെ പ്രവാചകന്മാരാണെന്നാണല്ലോ പറയണേ. അല്ല അല്ല അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ ഇവര് നമ്മുടെ ഇപ്പം ഖുറാനില് ഇപ്പം ജ്യൂസിനെയും ക്രിസ്ത്യൻസിനെയും കുറിച്ച് പറയുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ ഇവര് പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് ആദം നബി ഉണ്ട്, അപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഈസാ നബി ഉണ്ട്. അതേപോലെ എല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെന്നാണ് പറയുന്നത്. ഉം. ഞാൻ ചോദിക്കുന്നത്, ഈ സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഇതിനു മുമ്പ് ആക്ച്വലി ഈ സൊറാസ്ട്രിയനിസം കാരണമാണ് ജുദായിസവും ക്രിസ്ത്യാനിറ്റി എല്ലാം വരുന്നത്. അതെ, അല്ല, ജുദായിസം വരുന്നത്, ജുദായിസത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി വരുന്നത്, അതിൽ നിന്നാണ് ഇസ്ലാം വരുന്നത്. അത് ഇവോൾവ് ചെയ്തുകൊണ്ടാണ്. പിന്നെ അത് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല്, ഈ പറയണ മുഹമ്മദ് നബിക്ക് അപ്പൊ ഈ സൊറാസ്ട്രിയനിസത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പരാമർശിക്കാതിരുന്നത്. അങ്ങനെയല്ല, അല്ല, ഈ സൊറാസ്ട്രിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് സാബികൾ എന്നാണ് പറയുന്നത്. സാബികൾ. അത് അല്ലെങ്കിൽ തീയുടെ ആൾക്കാർ എന്ന് പറയും, പീപ്പിൾ ഓഫ് ദ ഫയർ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗക്കാരുണ്ടല്ലോ. പീപ്പിൾ ഓഫ് ദ ഫയർ എന്ന് പറയുന്നത് ഇവര് ജിസിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്താ പറയാ, അതായത് ഏകദൈവ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടരാണ് ഇവര്, ഈ സാബികൾ. അതെ. അപ്പോ സൊറാസ്ട്രിയൻസിനെ കുറിച്ച് മുഹമ്മദിന്റെ ആൾക്കാർക്ക് അറിയായിരുന്നു, കാരണം ആ പ്രദേശത്ത് തന്നെ ആയിരുന്നല്ലോ, പേർഷ്യയിലും അവിടെ ഇവർ മുഹമ്മദിന്റെ മക്കയിലൊക്കെ ഇവരുണ്ടായിരുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. പല കഥകളും അതിൽ നിന്ന് എടുത്തതാണ്. ഇപ്പൊ നമ്മളുടെ ഏഴാനാകാശത്ത് പറഞ്ഞ കഥയൊക്കെ കൂടുതലും ഈ സൊറാസ്ട്രിയൻ കഥയാണ്. നമ്മൾ ഹൂറികൾ നിസ്കാരം, അത് 5 വക്ത് നിസ്കാരം എന്നൊക്കെ പറയുന്നത് അത് സൊറാസ്ട്രിയനത്തിൽ കൂടെ വന്നാണ്. അപ്പോൾ മതങ്ങളിൽ നിന്ന് കൈ കൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളുണ്ട്, പിന്നെ അവർ വിളിക്കുന്നത് ഇങ്ങനെയാണ്, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, അടുത്ത ആളിലേക്കും കൂടി പോവാം. PES ആരാണ് പേര്? ഇതെങ്ങനെ വായിക്കല്? ഹലോ, യാ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. അല്ല, ഞാനില്ല, രാത്രി വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ ലൈവ് വന്ന്. നോർമലി എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റാറില്ല. ശരി. ദിവസമാണ് ഞാൻ കാണാറ്. എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, പക്ഷെ കേറാൻ പറ്റാറില്ല. ഞാൻ പിറ്റേ ദിവസമാണ് ലൈവിന്റെ ഇത് കാണാറ്. ഇപ്പൊ സന്തോഷമായല്ലോ. ഞാനിത് എന്താന്ന് അറിയാനായിട്ട് നിങ്ങളിപ്പോ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ, ഇപ്പൊ ലൈവ് പിറ്റേ ദിവസം ഞാനിത് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ എനിക്കിങ്ങനെ രണ്ടു ദിവസം ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ എവിടെ ലിങ്ക് കണ്ട് ഞാൻ വെറുതെ കയറിയപ്പോ എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടുപോയി. ശരി, ഇനിയിപ്പോ ഇറങ്ങാം. സന്തോഷം കേറി വന്നതിന്. ഇതുപോലെ ഇടയ്ക്കൊക്കെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഒരു കാര്യം പറയാനുള്ളത്, ഹാരിസ് സാറിന്റെ വീഡിയോ ഞാൻ കണ്ടു തുടങ്ങണത് റമദാന്റെ അന്നായിരുന്നു. റമദാന്റെ ടൈമില് ഞാൻ ഓർത്ത് ഇതിനെപ്പറ്റി പഠിക്കാൻ കുറച്ചും കൂടി നല്ല സമയം ഈ കുട്ടി റമദാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, റമദാനില് ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്. കാരണം വീട്ടില് ഇച്ചിരി ഉമ്മച്ചി അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അല്ല, നോമ്പ് വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇറങ്ങും, പക്ഷെ ഇതാണ് പരിപാടി. അപ്പോ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉസ്താദ്മാരുടെ ഭാഗത്ത് കേൾക്കുന്നതിന് പകരം ഹാരിഫ് സാറിന്റെ ഭാഗത്താണ് കേൾക്കാറ് ലൈവ്.
ശരി. എന്നിട്ടിപ്പോ എന്തായി കഥ? വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? വീട്ടിന്ന് പുറത്താക്കണ്ടെങ്കിൽ ഞാന് എന്താ പറയാ, ഞാൻ മറ്റേ ഒളിച്ചടത്തലാണ്. എന്ന് വെച്ചാൽ പുറത്ത് പറയാൻ പറ്റില്ല. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ഈ കാര്യങ്ങൾ. നമുക്ക് ഒളിഞ്ഞും തിരിഞ്ഞൊക്കെ ആയിട്ടാണ് നിക്കാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടില് പിന്നെ വാപ്പ പണ്ടേ ഇങ്ങനെ നിന്ന് പള്ളി പോവാറൊന്നുമില്ല. വാപ്പ കുറച്ച് ഇതാണ്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ അധികമൊന്നും പറയാറില്ല ഇങ്ങനെ നിൽക്കുമ്പോ. ഞാനിപ്പോ എന്താ പറയാ, ആരിഫ് സാറിന്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഇപ്പോ ഈ പല കാര്യങ്ങളിൽ ഒക്കെ ആയിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ റിലീജിയനില്. ഇതിപ്പോ ഇത് നമ്മള് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി. അപ്പൊ ഇത് ഇങ്ങനെ അന്വേഷിച്ച് പോയി ആണ് എന്താ ആരിഫ് സാറിന്റെ വീഡിയോ കാണുന്നത് ചുമ്മാ ഒരു ഫൺ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ചിലവര് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ, എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട്, അപ്പൊ ഇവൻ ആയിട്ട് ഇങ്ങനെ എന്നും തർക്കാണ്. അത് തുടങ്ങണത് ഫലസ്തീനിന്നായിരിക്കും ആസ് യൂഷ്വൽ. പക്ഷെ എത്തണത് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. 5 ദിവസം യുദ്ധമൊക്കെയാണ് ഞങ്ങൾ തമ്മില് വാട്സപ്പിലൂടെ. അപ്പൊ ഇവനായിട്ട് പറയുമ്പോ ഇവൻ പറയും, നീ ആരുടെ കേക്കണേന്ന് പറയും. ആര് പറഞ്ഞു? അപ്പൊ ഞാൻ പറയും, ഞങ്ങളൊക്കെ ആരിഫ് മൗലവിയുടെ ആൾക്കാരാന്ന് പറയും. അപ്പൊ ഇവന് പെട്ടെന്ന് മനസ്സിലായില്ല, ആരാന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ആരിഫ് ഹുസൈൻ ഈ പുള്ളി. അപ്പൊ അവൻ പറഞ്ഞ്, വെറുതെ അല്ലേ ഇത് ഇങ്ങനെ ആയത്, മലപ്പുറം വെറുതെ അല്ലേ ഇത് ഇങ്ങനെ ആയത്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഇത് കണ്ട ബാക്കവിനൊക്കെ കേക്കല്ലേ, അതുപോലെ ഞങ്ങൾക്കൊരു ബാക്കവിയാണ് അത്, അപ്പുറം പറയണമെന്നുള്ളൂ, കരമാറി പറയണമെന്നുള്ളൂ, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അങ്ങനെ. അപ്പൊ അല്ല, ഞാന് ഈ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ റിലീജിയനൊക്കെ പറ്റി. പിന്നെ ഞാൻ സാധാരണ ഒരു മുസ്ലിം ചെയ്യാത്തൊരു കാര്യം, അതായത് റിലീജിയനൊന്ന് ചോദ്യം ചെയ്തു. അതായത് വാട്ട് ഇഫ് എന്താ പറയാ, ഈ ഖുറാനും ഇതും പറഞ്ഞത് സത്യം അല്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ഒന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ ആ പ്രതിക്കൂട്ടിന്ന് വരെ ഇറക്കിയിട്ടില്ല. ഇനി അവരെ ജയിലിലേക്ക് ആക്കി ഇറങ്ങിയിട്ട്. അപ്പൊ ഇത് ഓൾറെഡി എന്താ പറയാ, ഞാനാ പറഞ്ഞത്, ആരിഫ് സാറിന്റെ വീഡിയോ എന്താ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇങ്ങനെ കണ്ടിരിക്കുക. ഈ അത് കണ്ടിട്ടല്ല ഞാൻ വന്നത്. അത് വന്നപ്പോ ഒന്നുകൂടി എന്റെ ഒരു ക്ലെയിം സോളിഡിഫൈ ആയി എന്നുള്ളൊരു ഇതുള്ളൂ. അതിനു മുന്നേ എനിക്ക് ഏകദേശം ഒരു തിരിവ് വന്നതാണ്, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഞാൻ അന്ന് ഇൻസ്റ്റയിലെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്ത് ഒന്ന് റിപ്ലൈ വന്നത് ഒരു നബി അസ്ലി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ അതാണ് ആദ്യമായിട്ട് കണ്ടത്. അല്ല, അതിലവര് കറക്റ്റ് പിക്ചറൈസ് ചെയ്യുന്ന ഒരു നബിയുടെ ഒരു ഇതുണ്ടല്ലോ, അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അവര് കറക്റ്റ് എന്താ പറയാ റെഫറൻസ് വെക്കുന്നുണ്ട്. അത് ഇവര് സഹീഹ എന്ന് പറയുന്ന സഹീ ബുഖാരി വെച്ചിട്ട് തന്നെയാണ് ഇവര് പറയുന്നത്, അല്ല വേറെ എവിടെയും പോകണില്ല. അവര് നേരെ നടുക്കഷ്ണത്തിലാ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് അത് സഹീ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ആളുകളെ എന്താ പറയാ, ഈ നബി ആയത്തിറക്കണത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ വള്ളി പിടിക്കുമ്പോ അവിടുന്ന് രക്ഷപ്പെടാനാണ് ഒരു ആയത്തിറക്കണേന്നുള്ള ആ ഒരു പോപ്പുലർ നോഷൻ ഉണ്ടല്ലോ, അതും ശരിവെക്കുന്ന രീതിയിലാണ് പുള്ളി ശരിക്കും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളിത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ കറക്റ്റ് ഇതിപ്പോ ഇങ്ങനെയാണല്ലോ, ഇതെന്ത് ഇങ്ങനെ, നമ്മളെ മദർസയിൽ ഇങ്ങനെ അല്ലല്ലോ പഠിച്ചത്, ഇത് യുദ്ധാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുൾ കൊള്ളയാണെന്നൊക്കെ നമുക്കൊരു റിയലൈസേഷൻ വന്നത് അപ്പോഴാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ മുത്തുനബി ഇങ്ങനെയല്ല, നമ്മുടെ ഇത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, ഇത്ര ആൾക്കാർ ഇങ്ങനെ ഒരു റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്, എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല, ഇങ്ങനെ ഒന്നും ആവാൻ വഴിയില്ല. എന്റെ മടുപ്പ് ചെറുതായിട്ടൊന്ന് മാറിട്ടോ, മുത്തുമുത്തുള്ള രീതിയിൽ അല്ല, എന്റെ മടുപ്പ് മാറിയെന്ന്, മടുത്തിരിക്കുന്നു. അതെ, അല്ല ഞാന് ഇങ്ങനെ വന്ന വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി തുറന്നതാണ്. നല്ല കാര്യം. അതെ. അപ്പൊ ഈ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഇതിലെന്തോ ഒരു അപാകത ഉണ്ട് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇവര് പറയുന്ന പോലെ
എന്താ ഈ പണ്ട് മദ്രസയിൽ പഠിച്ചാണ്. അതായത് ഈ ബൈബിളും മറ്റേ ഈ ടോറയൊക്കെ ശരിക്കും ഇസ്ലാം പടച്ചോൻ തന്നെ കൊണ്ടുവച്ചതാണ്. പടച്ചോന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. അതില് കുറെ കാര്യങ്ങൾ സെയിം ആണ്, കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. സെയിം ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് അംഗീകരിക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങള് അവർ തിരുത്തി എഴുതിയതാണ്. അങ്ങനെയാണ് ശരിക്കും മദ്രസകളിലൊക്കെ പറയണേ. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ച് ശരിയായിരിക്കും, ഈ മനുഷ്യന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം തിരുത്തും, നമ്മന്റെ ഗ്രന്ഥം മാത്രം തിരുത്താണ്ട് അന്ത്യനാളില് മേലിലേക്ക് പൊങ്ങിപ്പോകും എന്ന് വിചാരിച്ചിട്ടിരുന്നാണ്. പിന്നെ ഞാനൊന്ന് എന്താ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് തിരിച്ച് ചിന്തിച്ചപ്പോഴാണ്, അല്ല ഇത് ഖുറാൻ ലാസ്റ്റ് വന്ന മതമാണല്ലോ, അതിനുമുമ്പ് വന്നതാണല്ലോ ഈ ഗ്രന്ഥങ്ങള്. ഖുറാനിന് ചിലപ്പോ അവിടുന്ന് എടുത്തതാവാമായിരിക്കുമല്ലോ ഈ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഈ എല്ലാം കൂടി അങ്ങോട്ട് ആയപ്പോ എനിക്ക് മനസ്സിലായി ഇതെന്തോ വശപശക ഉണ്ടെന്ന് മനസ്സിലായി. ഈ മൊത്തം ഈ ഒരു മതത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഇനി ഇതിന്റെ പുറകെ നിന്നിട്ട് കാര്യമില്ല, ഉള്ള സമയം വല്ല ജോലി ചെയ്ത് 10 കാശുണ്ടാക്കാം, അല്ലാണ്ട് ഇതിന്റെ പുറകെ ഉസ്താദിന്റെ താടി നടവി ഉസ്താദിന്റെ പോക്കെല്ലാം 500 രൂപ വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പൊ ജീവിതം എങ്ങനെ പോകുന്നു? അതെ, ജീവിതം ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ മറ്റേ ഇടക്ക് ഇൻസ്റ്റാഗ്രാമില് കമന്റ് യുദ്ധത്തിനൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക്. എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എപ്പോഴും ഈ മുസ്ലിം റീൽസ് ഒക്കെയാണ് അയച്ചത്. ഇങ്ങനെ അൽഗോരിതം എനിക്ക് ഇങ്ങനെ മുസ്ലിം റീൽസ് അയച്ചു തരും. അപ്പൊ ഇവര് ഓരോന്ന് ഈ ഹമാസ് പലസ്തീന്റെ വിഷയം, എന്താ പലസ്തീൻ ചിരിക്കാതെ വെളിച്ചെണ്ണ തൊടൂല എന്നൊക്കെ പറയുന്ന ഓരോരോ സാധനങ്ങള്, അങ്ങനത്തെ റീൽസ് ഒക്കെയാണ് ഇവര് എനിക്ക് അയച്ചത്. ഇതില് കമന്റ് ഇടും, മെയിൻ പണി അതാണ്. ഞാൻ ഇതിലൊക്കെ കയറി കമന്റ് ഇടും, എന്നിട്ട് ഇവരെനിക്ക് റിപ്ലൈ തരും. ചിലവരെനിക്ക് പേഴ്സണലായിട്ടൊക്കെ റിപ്ലൈ തരും. അങ്ങനെ അത് ഒരു വശത്തു നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ മെയിനായിട്ട് ഇത് ആരോടും പറയാറില്ല, ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. അത് എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടക്ക് ഞാൻ ഫാമിലിയില് ആരുടെ അടുത്തും ഇങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ മാക്സിമം പള്ളി പോണ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോ ഒഴിവാക്കിയിടലാണ് പതിവ്, എങ്ങനെ വന്നാലും. ഇടക്ക് നമുക്ക് പോകേണ്ട വരും, അതിപ്പോ ഇവിടെ ആയതുകൊണ്ട് പോകാണ്ടിരിക്കാനും വയ്യ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഫാമിലിയില് ഞാൻ എന്റെ ഈ സൈഡ് കാണിച്ചല്ല. ഫാമിലി വിചാരിച്ചത് പാവാ ചെക്കൻ ഇപ്പൊ എന്താ പറയാ പള്ളിയിലൊന്നും പോകണ്ട, ചിലപ്പോ കുറച്ചാകുമ്പോ ഒരു പെണ്ണെട്ടി കഴിയുമ്പോ നന്നായിക്കോളും എന്നുള്ള രീതിയിലായിരിക്കും വീട്ടുകാർ നിൽക്കണേ. എനിക്കറിയാം ഞാനിനി ആ അവസ്ഥയ്ക്ക് പോകും. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഈ പള്ളി പോയ സമയത്ത് ഇപ്പൊ ദുഹറിനൊക്കെ ഈ ഒരു ഞായറാഴ്ച അല്ലെ ശനിയാഴ്ച ഈ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നിസ്കാരം അങ്ങനെ ചിട്ടയല്ലായിരുന്നു. പക്ഷെ ഇടക്ക് ഒരു ദുഹറിന് പള്ളിയിൽ പോയി കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുമ്പോ ആഹാ എന്ത് സമാധാനാണ്, പള്ളിയിലൊക്കെ ഇടക്ക് വന്ന് ഇരിക്കണം എന്നൊക്കെ പണ്ട് തോന്നാറുണ്ട്. ഈ അടുത്ത് പള്ളി പോകുമ്പോ എനിക്ക് അങ്ങനെ തോന്നാറില്ല. അത് മെയിൻ കാര്യം. മെയിനായിട്ട് ഈ ഇവര് നിസ്കരിക്കുമ്പോ ഇങ്ങനെ അല്ലാഹു അക്ബർ വിളിക്കണ കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ 1600-300 വർഷങ്ങളൊക്കെ മുമ്പ് ഇവര് മുസ്ലിം പട്ടാളങ്ങൾ ഓരോ രാജ്യം കയറി അതിക്രമിച്ചും ഇതൊക്കെ ചെയ്ത് നടന്ന ടൈമില് ഇവര് ഒരു വാർക്രൈ പോലെ എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാരും കൂടി ഇങ്ങനെ അല്ലാഹു അക്ബർ വിളിക്കുമ്പോ ഒരു കൊടിയും 2 കുതിരയും 2 വാളും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവര് പോയി അപ്പുറത്തെ ജംഗ്ഷൻ പോയി തല്ലി പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് അവര് നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് വരുന്നത്, ഒരു ഭക്തി തോന്നാറില്ല. ചെക്കൻ മുസ്ലിം വിരുദ്ധനുമാണ് കേട്ടാ. അല്ല, അത് എന്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. ഈ ഞാൻ അതാണ് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പിന്നെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത് പിന്നെ ഭയങ്കര വിഷയം. അതായത് ഒരു തവണ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ ചുമ്മാ കാഷ്വൽ ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ അവൻ മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്, ഫ്രണ്ട്ലി ഫയർ ആണ്. ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഹിന്ദു മുസ്ലിം അല്ല, ഞങ്ങൾ എന്റെ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞ് എല്ലാ മുസ്ലിങ്ങളും ഒരു ടൈം ബോംബാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞ് അങ്ങനെ ആവാൻ വഴിയില്ല, നീ അത് ഭയങ്കര ജനറലൈസ് ചെയ്യാണ്, എല്ലാവരും ടെററിസ്റ്റ് ആണെന്നുള്ള. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്,
ഇപ്പോ കൺവെൻഷനൽ ആയിട്ട് ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളി പോകുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ഒരു ഫ്യൂച്ചറിൽ ഈ മതത്തിനൊരു ക്രൈസിസ് വരെയാണ്, ഇതിന്റെ ഒരു എക്സിസ്റ്റൻസിന് ഒരു ക്രൈസിസ് വരെയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച മാത്രം പള്ളി പോകുന്ന, റമദാനിന് മഗ്‌രിബിന് സമൂസ തിന്നാൻ വേണ്ടി മാത്രം പോകുന്ന ആളുകൾ വരെ തോക്കും കമ്പിപ്പാരെടുക്കുമെന്ന് എനിക്കറിയാം. അത് നമ്മുടെ മതത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഞാൻ അതാണ് ടൈം ബോംബ് ഉദ്ദേശിച്ചത്. ടൈം ആയി കഴിഞ്ഞാൽ ഈ ബോംബുകൾ പൊട്ടും, പെട്ടപ്പെടുന്ന പറഞ്ഞ ഓരോ സ്ഥലത്തുനിന്ന് പൊട്ടും. അത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു വയലന്റ് നേച്ചറാണ്. അതായത് നമ്മുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് അതാണല്ലോ, നിങ്ങള് ജിഹാദിന് പോയി ഹൂറികളെ സ്വന്തമാക്കൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞ ആളുകള് നേരെ പോയി ജിഹാദ് ചെയ്ത് സ്വർഗത്തിൽ പോവും എന്നുള്ള രീതിയിലാണ് ആ മതത്തിന്റെ ഫ്രെയിം വർക്ക് തന്നെ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവര് ജനറലൈസ് ആയിട്ട് എടുക്കും. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് ഇതുപോലെ സംഭവിച്ചു. വീട്ടിൽ വെച്ച് ഉമ്മച്ചി പറഞ്ഞ് എന്തോ മുല്ലപ്പൂ വെക്കുന്ന കേസ് എന്തോ പറഞ്ഞു, കല്യാണത്തിന് എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞ്, നിങ്ങൾ മുല്ലപ്പൂ വെക്കണ്ട, ഇതൊക്കെ പിള്ളേര് വെക്കണതാണ്, ഈ 9-10 വയസ്സുള്ള പിള്ളേര് വെക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ എന്റെ അടുത്ത് തമാശക്ക് ചോദിച്ചു, എന്റെ ഇത്താദ്യം സൈഡിലുണ്ട്, ഉമ്മ എന്റെ അടുത്ത് തമാശക്ക് ചോദിച്ചു, നീ എന്തിനാ 9-10 പിള്ളേരെ, നീ അവരാണ് ഇപ്പൊ നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു, 9-10 പിള്ളേരെ നോക്കാൻ ഞാൻ മുത്തുനബി ഒന്നും അല്ല. അത് ഉമ്മച്ചി കേട്ടില്ല, ഉമ്മച്ചത് കേട്ടില്ല. അത് ശരിക്കും പറഞ്ഞ അത് ഇത്താതെ കേട്ടു, ഇത്താ എന്നെ അടുത്തിരുന്ന. അപ്പൊ ഇത്താ പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളതിൽ എന്നെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ എന്താ പറഞ്ഞ ആള് മാറി പോയി എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, വീട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ പറയാറില്ല. പെട്ടെന്ന് പറഞ്ഞപ്പോ ഇത്താതെ നെറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ അതിന് ഇത്താതെ പിന്നെ എന്റെ അടുത്ത് കുറെ എന്താ പറയാ തിരിച്ച് താനൊന്ന് വീട്ടിൽ കൊണ്ടുപോക്കാൻ പറഞ്ഞ് കാറില്. അപ്പൊ ഇത്താതെ കാറിൽ നിന്നിട്ട് എന്താ നീ ഇങ്ങനെയൊക്കെ ആവുന്നേന്നുള്ള രീതിയില്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഈ പന്ന മതത്തില് വിശ്വാസമൊന്നുമില്ല, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ അടുത്ത് രണ്ടാമതൊന്നും ചോദിക്കാൻ പോയില്ല. ഇങ്ങനെ ചെറിയ സ്ലിപ്പ് ആവാറുണ്ട് ചെറുതായിട്ട്. ആണല്ലേ? തല പോണ്ട് നോക്കോ, ടൈം ബോംബാണ്, തല പോണ്ട് നോക്കോ. തല സൂക്ഷിച്ചാൽ കളിക്കുള്ളൂ. ഓക്കെ, എന്തായാലും കൊള്ളാം. വളരെ ഞാനിതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ അനൗൺസ് ചെയ്യുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രൈമറി. അതേതായാലും നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ സമയമെടുത്ത് സൗകര്യം പോലെ. അല്ല, എനിക്ക് വേറൊരു ഒരു ചോദ്യമായിട്ടുള്ള ഇതാണ് ജനറൽ ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ മദ്രസയിൽ നിൽക്കുമ്പോ തന്നെ എനിക്ക് കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ട്. അതങ്ങനെ വരാൻ പാടില്ല, എന്തുകൊണ്ടാ വന്നേന്ന് അറിയില്ല. അതായത് ഈ ഇപ്പോ മെയിൻ ആയിട്ട് എനിക്കിപ്പോ ഇതിന് പുറത്ത് വരാൻ ഉള്ള ഒരു പ്രചോദനം, അത് കുറെ പേര് ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ ആളുകൾ പറയുന്നു, ഇപ്പോ ഈ എക്സ് മുസ്ലിംസ് എല്ലാവരും ഇവരൊക്കെ ഇങ്ങനെ കുറെ പഠിച്ച് ഇത് അറിഞ്ഞ് മതം ഭയങ്കര ഒരു വിഷമാണെന്നുള്ള രീതിയിൽ, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതിന് എതിർഭാഗം പറഞ്ഞു. ഇപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു, അവൻ പറഞ്ഞത്, ഈ എന്തറിഞ്ഞിട്ടാ പറയണേ, ഈ ഖുറാൻ ഫുള്ള് വായിക്കുക, അല്ലാണ്ട് 2 ആയത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഖുറാൻ പഠിച്ചോണ്ടി ആണെങ്കിൽ ഫുൾ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ, ഈ 2 ആയത്ത് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തീർന്നല്ല. ഫുള്ള് വായിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? മറ്റേ സൂത്രനും ശരിയും കഥയൊന്നും അല്ലല്ലോ, ജമ്പനും തുമ്പനൊക്കെ പോലെ കണ്ടിന്യൂറ്റി ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നല്ലേ ഉള്ളൂ, അതവിടെ തീരുന്നാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇസ്ലാമിന്ന് ഇപ്പോ ഈ മതം തെറ്റാണെന്നുള്ള ഒരു ഹിന്റ് തന്നെ ഒരു ഫ്രണ്ട് എൻഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോ ഈ ഇസ്ലാമിലെ 7 വൻ പാപങ്ങൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതില് കുറെ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, യതീം മക്കളുടെ ഇത് അങ്ങനെ കുറെ ഒക്കെ ഉണ്ടല്ലോ, 7 എണ്ണം. അതില് 6 എണ്ണം എല്ലാം അടിപൊളിയാണ്, 6 എല്ലാം ജസ്റ്റിഫയബിൾ ആണ്. അതില് 7ാമത് പറഞ്ഞുണ്ട്, 7ാമതല്ല, എമംഗ് ദ 7 ഒരെണ്ണം മാത്രം ഒരു ബ്ലാക്ക് ഷീപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതാരും കണ്ടിട്ടില്ല, അതാരും ചർച്ച ചെയ്യണില്ല എന്നുള്ളതാണ് ഒരു ഇത്. 7ാമത്തെ പറയുന്നത് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക. യെസ്. അത് ഒരു ഇതായിട്ടാണ് ഒരു 7 വൻ പാപങ്ങൾ. അത്
7 വൻ പാപം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പീക്കിൽ നിൽക്കുന്ന 7 പാപങ്ങളിലുള്ളതാണ് ഈ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത്. അപ്പൊ അന്ന് മദ്രസയിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അത് ഫിസിക്കലായിട്ടുള്ള യുദ്ധമല്ല, നമ്മൾ മെന്റലായിട്ട് നമ്മുടെ ലൈഫിന്റെ യുദ്ധങ്ങളിൽ നിന്ന് തിരിഞ്ഞു ഓടരുത് എന്നാണ് പറഞ്ഞത്. അന്ന് അപ്പൊ ഞാനത് വെള്ളം വീങ്ങാണ്ട് വിശ്വസിച്ചു. കാരണം ഉസ്താദ് അത് കഴിഞ്ഞപ്പോ മിഠായിയൊക്കെ തന്നുകൊണ്ട് അത് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാനത് ആലോചിച്ച് നോക്കുമ്പോ, അതായത് ഇപ്പോ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ശിക്ഷയാണ്, അതൊരു വൻ പാപമാണ്. യുദ്ധത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, അതിപ്പോഴാണ് മനസ്സിലാക്കിയത്. യുദ്ധത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളമുതൽ കിട്ടും. യുദ്ധത്തിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലും ലഭിക്കും, സ്വർഗത്തിലും കയറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യബുദ്ധിയില് ഒരു മുസ്ലിമായ ആള് തെരഞ്ഞെടുക്കുന്നത് യുദ്ധമായിരിക്കുള്ളൂ. ആ ഒരു ലോജിക്ക് ജസ്റ്റ് ഡോട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ആ നൂറ്റാണ്ടില് അത്ര ഇപ്പൊ പിന്നെ ആളുകൾ വേണി ഒരു മൊറാലിറ്റി എന്നുള്ള രീതിയിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. പക്ഷെ അന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അന്നൊരു കോമൺ കാര്യമാണ്, റിവാർഡും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ആളുകൾ എന്തായാലും യുദ്ധം ചെയ്യൂലോ. അപ്പൊ ഇത് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണല്ലോ ഫ്രണ്ട് എൻഡിൽ തന്നെ. യുദ്ധമാണ് ഈ മതം. യുദ്ധമാണ് ഈ മതം. കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട് എൻഡിൽ തന്നെ എന്താ പറയാ അത് കാണിക്കുന്നുണ്ട്. അതാരും എന്താ പറയാ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. പിന്നെ ഈ എന്താ പറയാ ഈ രണ്ടാമത് ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കുറെ പേരുടെ അടുത്ത് ഈ ബദർ യുദ്ധം, ഉഹുദ് യുദ്ധം എന്നൊക്കെ പറയാം. ഞാൻ പറയും ഇത് യുദ്ധമല്ലത്, ഇത് നല്ല ഇതാണ്, കൊള്ളയാണത്. അതുകൊണ്ട് അത് യുദ്ധമാണ്, അത് അവര് നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, ഓക്കെ ശരി, മുഹമ്മദ് നബിയുടെ കാലത്ത് കുറെ ശത്രുക്കൾ ഉണ്ടായെന്ന് വിചാരിക്കും, അവര് നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന വിചാരിക്കും. ഈ നബിയുടെ കാലം കഴിഞ്ഞപ്പോ അറേബ്യൻ പെനിൻസുല ഏകദേശം ഇസ്ലാമിക് കൺട്രോളിലായി. അത് കഴിഞ്ഞിട്ട് ഈ ഖലീഫമാര് വന്നവര് പിന്നെ ഈ നോർത്ത് ആഫ്രിക്ക ഇങ്ങടേക്കൊക്കെ പോയല്ലോ, ഇങ്ങടേക്ക് കുറെ യുദ്ധം ചെയ്തു പോയല്ലോ. അതെന്ത് ചെറുത്ത് നിൽപ്പാന്ന് ചോദിച്ചു. അവിടെ തരില്ല. അത് പിന്നെ നമ്മന്റെ മതം വളർത്താനാന്ന് പറഞ്ഞു. അല്ല, അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇന്ത്യയിലേക്ക് പോലും വന്നത് അങ്ങനെയാണല്ലോ. ഗസ്വ ഹിന്ദ് അവിടെ വേറെ കിടപ്പുണ്ട്. ഇന്ത്യയെ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. ഞാനത് കണ്ടു, എന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പിന്നെ അതോടെ കിടപ്പുണ്ട്. അതെ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. അത് പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഖുറാനിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് അറിയുന്ന ആളുകൾ പ്രഖ്യാപിച്ച ഒരു എന്താ പറയാ അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സമയം ഒരുപാട് ആവുന്നുണ്ടോ, ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും അത് ഇപ്പൊ അതുപോലെ തന്നെ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലായാലും തന്നെ ഇതില് എന്താ ഞാൻ നോക്കുന്നിടത്ത് ഇസ്രായേലിന് ചെയ്യുന്നത് അവര് ചെയ്യുന്നതാണ് ചെറുത്തുനിൽപ്പായിരിക്കും. അവർക്കാണ് എന്താ അവര് ഈ ഹമാസ് ഞാൻ ഇപ്പൊ ചിലവര് പറഞ്ഞ പോലെ ഇപ്പൊ പലസ്തീനെതിരല്ല, ഇപ്പൊ പലസ്തീനില് അനുഭവിക്കുന്നത് ജനതയാണ് അനുഭവിക്കുന്നു. അത് നമുക്ക് എന്താ പറയാ കണ്ണില്ലാന്ന് നടിക്കാൻ പറ്റില്ല. ആളുകൾ സഫർ ചെയ്യുന്നുണ്ട് അവിടുത്തെ ആളുകള്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒളിഞ്ഞിരുന്ന് പെയിന്റ് അടിക്കണതാണ് ഹമാസ്. ഇവരെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് അതിന്റെ കോസ് മനസ്സിലാവുള്ള, ആളുകളുടെ ആ ഒരു മെന്റാലിറ്റി മനസ്സിലാവുള്ള. ഇവര് ഇപ്പോഴും ഹമാസിന് ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ആയിട്ട് കാണുന്നു എന്നുള്ളത് എന്താ പറയാ അതൊരു ഇതാണ്. ശരിക്കും അങ്ങനെയല്ലല്ലോ അത്. ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, താങ്കൾക്കുള്ള ചോദ്യമാണ്. അതായത് മതം വിട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ മറ്റുള്ളവരെ കാണുന്നതിലുള്ള വ്യത്യാസം അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് കാഫിറുകളൊക്കെ ആയിരിക്കും, മറ്റു മതക്കാർ. മനസ്സിലായില്ല, മറ്റുള്ളവരെ കാണുന്ന ഒരു മുസ്ലിം ആയിരിക്കെ നമ്മൾ മറ്റുള്ള ആളുകളെ കാണുന്നതും ഇപ്പോ മതം ഉപേക്ഷിച്ചതിന് ശേഷം ഇപ്പൊ കാഫിറുകളായിട്ടുള്ള ആളുകളെ കാണുമ്പോഴുള്ള വ്യത്യാസം. അതിന്റെ ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോ ഞാനിപ്പോ ഇത്രയും എന്താ പറയാ മതം ഇത്രയും അങ്ങോട്ട് വിട്ട് നിന്നിട്ട് ഇപ്പൊ അധികം ആയിട്ടില്ല. അപ്പോ ഈ അടുത്ത് ഇപ്പോ നമ്മുടെ
മോദി സർക്കാർ അവര് മറ്റേ ഹെൽത്ത് മിനിസ്ട്രിയുടെ എന്തോ സിമ്പൽ മാറ്റിയിട്ട് എന്തോ ദേവിയുടെ എന്തോ സിമ്പൽ വെച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായതായിരുന്നു. എല്ലാവരും വന്നിട്ട് സെക്യുലറിസത്തെ കൊണ്ട് കമ്പിപ്പാര കയറ്റി എന്നൊക്കെ പറഞ്ഞ് അവര് എല്ലാരും ഈ മുസ്ലിങ്ങളാണ് അതിലൊരു 80% ആൾക്കാര്. പിന്നെ കുറച്ച് മുസ്ലിങ്ങളുടെ വാക്ക് കേട്ട് കുറെ 20% ഹിന്ദുക്കളും ഇതിന്റെ പുറകെ ഉണ്ട്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക, അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതില് ഞാനിപ്പോ മുസ്ലിം ആയിരുന്ന ടൈമില് ഇങ്ങനെയൊക്കെ വരുമ്പോ, അതായത് ഇങ്ങനെ ഓരോ ദേവി അവരുടെയൊക്കെ സിമ്പല് വെക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഒഫൻഡ് ആവുമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ സെക്യുലറിസം ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി, ഇനി ഇന്ത്യയിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരാൻ തോന്നും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ ഈ ആരിഫ് സാറിന് പോലെ എന്നെ സംഖ്യകളെ ഇപ്പൊ അത് വേറെ. അതായത് എന്റെ ഒരു അഭിപ്രായത്തില് അങ്ങനെ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ റിലീജിയസ് ആയിട്ട് ഇപ്പൊ ഇസ്ലാമിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളും പിന്നെ വേറെ മതത്തിലേക്ക് പോകില്ല. അതിന് കാരണം അറിയാലോ. കാരണം നമ്മൾ മതസ്ഥയിൽ പഠിക്കുമ്പോ തന്നെ ബാക്കി എല്ലാ മതങ്ങളും വെറുതെ ആണ്, നമ്മുടെ മതമാണ് ഉത്തമം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഉത്തമ മതവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ ഒന്നുമില്ല നമുക്ക്. അതാണ് നമ്മുടെ എല്ലാവരുടെ അവസ്ഥ. എളുപ്പമാണ്, നമുക്ക് വേറെ അങ്ങോട്ട് ചാടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പോ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഇപ്പൊ ഈ ദേവി എന്തൊക്കെയാണെങ്കിലും ഇവരൊക്കെ എല്ലാവരും ഒരു റിലീജിയസ് സിമ്പിളായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത്ര പ്രശ്നം വരുന്നത്. ഇപ്പോ എന്താ പറയാ, ജപ്പാനിലെ ഹെൽത്ത് മിനിസ്ട്രിയില് ഈ ദേവിയുടെ പടം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് ആൾക്കാർ വിചാരിക്കും ഇതെന്ത് ഇതാന്ന് ചോദിച്ചവര്, ഇത് എന്തിനാന്ന് ചോദിക്കുന്നത്. പക്ഷെ എന്താ അവരുടെ എന്താ പറയാ ഹെറിറ്റേജ്, അവരുടെ കൾച്ചർ, അവരുടെ എന്താ അതിൽ പെടുന്നതല്ല ഇത്. പക്ഷെ ഇന്ത്യയുടെ ഒരു എന്താ പറയാ റിലീജിയസ് ആയിട്ട് കാണാണ്ട് ഒരു കൾച്ചറൽ ഐക്കണായിട്ട് കണ്ടാൽ മതി. ഇപ്പൊ രാമനായാലും ഹനുമാനായാലും ഇവരെല്ലാവരെയും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റിൽ നോക്കാണ്ട് ഇതൊക്കെ ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ഈ രാമൻ ഇത് ഇവരുടെ ഈ ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്നതൊക്കെ ഒരു കൾച്ചറായിട്ട് കൂട്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ജർമ്മനിയിലെ UK പോയി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു റെലവൻസി ഉണ്ടാവില്ല. റെലവന്റ് ഈ കാര്യങ്ങളൊക്കെ റെലവന്റ് ആവുന്നത് ഇന്ത്യയിലാണ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ഞാൻ പറയാനുള്ളത്, ഇതിനൊരു ഇപ്പോഴത്തെ ഒരു വ്യൂവില് ഞാൻ കാണുന്നത് ഇതൊക്കെ ഒരു മതത്തിന്റെ സിമ്പിളായിട്ട് കാണാണ്ട്, റിലീജിയസ് സിമ്പിളായിട്ട് കാണാണ്ട് ഒരു കൾച്ചറൽ ഐക്കൺ, കൾച്ചറൽ സിമ്പിളായിട്ട് കാണുകയാണെങ്കിൽ ഒരു വിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ രാമക്ഷേത്ര ഇഷ്യൂ ഉൾപ്പെടെ എല്ലാം അങ്ങനെ തീരും അത്. പക്ഷെ ആരും അങ്ങനെ കാണുന്നില്ല. ഞാൻ ആ സാധനം ഇവിടെ വെച്ചിരുന്നത് കാണുന്നില്ല. ആരും കണ്ടോ? അതങ്ങ് കൊടുക്കായിരുന്നു ചാപ്പ. ഇങ്ങനെയാണ് ഒരു സംഖ്യ ഉണ്ടാവുന്നത്. അല്ല, ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ, ഇങ്ങനെ അയ്യോ ഇനി ആ സംഖ്യ ആയോ. അല്ല ഇതില് ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഞാനിപ്പോൾ ഈ ചോദ്യം ഉണ്ടല്ലോ, മതം വിട്ട് കഴിഞ്ഞപ്പോൾ മറ്റു മതങ്ങളെ കാണുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കാണുമ്പോൾ ഉള്ള വ്യത്യാസം എന്തെന്നുള്ളത് ഇപ്പോൾ എന്നോടാണ് ചോദിക്കണമെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മതത്തിനകത്തുണ്ടായിരുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ എൻ്റെ ആ റഡാർ അത് ഓണാവും. ആ റഡാറിൽ ആദ്യം വരുന്ന സാധനം അവൻ ഏത് മതമാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യണം. അതൊരു നിർബന്ധമായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പിന്നെ അവരോട് ഇടപഴകുന്നത് പോലും. അത് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായ സ്നേഹം, അവനോടൊരു അമിതമായ ഒരു വിധേയത്വം പോലെ ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരു സലാം പറച്ചിലൊക്കെ അങ്ങ് തേനും പാലുമാണ്. അതൊന്ന്. ഇനി മറ്റു മതക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് ആകർഷിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പണി. ഇതാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സുപ്പീരിയോറിറ്റി, ഒരു കോംപ്ലക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫീല് നമുക്കെപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തോ വലിയ സംഭവമാണ്, നമ്മളുടെ മതവും നമ്മൾ വിശ്വാസവും നമ്മളുടെ കാര്യങ്ങളൊക്കെയാണ് ശരി, ബാക്കിയുള്ളതൊക്കെ താഴെയാണ്. അതിപ്പോൾ ഈവൻ സുന്നികളെ കാണുമ്പോൾ പോലും ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ പണ്ട് ഞാൻ ചിലപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും പോണത്, പക്ഷെ വഴിയിൽ എവിടെയെങ്കിലും ഒരു കാക്കാൻ ഏതെങ്കിലും ഉസ്താദുമാർ വണ്ടി കൈ കാണിക്കും രാത്രി. അപ്പം ഞാൻ അവരെ പിടിച്ച് കയറ്റും. അവരെ കയറ്റുന്നതിന് മുന്നേ ഞാൻ നേരെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഇടും. പിന്നെ അവരെ മൊത്തം
ആ യാത്രയിൽ മൊത്തം അവരെ ബാലുശ്ശേരിയുടെ പ്രസംഗമാണ് ഞാൻ കേൾപ്പിക്കൽ. കാരണം ഈ സുന്നീനെ എങ്ങനെയെങ്കിലും മുജാഹിദാക്കണം, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇത് പിന്നെ നമ്മൾ മതം വിട്ടപ്പോൾ ഇതൊക്കെ മാറി. അവരുടെ താല്പര്യങ്ങളെന്ത്, അവരുടെ ആവശ്യങ്ങളെന്ത്, അവരുടെ രീതികൾ, അതിനെയും കൂടി നമ്മൾ കരുതാൻ തുടങ്ങി, അതിനെയും കൂടി റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ അർഹിക്കുന്നതിന് ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കും, അർഹിക്കാത്തതിന് അത് കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇസ്ലാമിനെ ഇതുപോലെ വിമർശിക്കേണ്ടി വരുന്നത്. കാരണം ഇത് വേറെ ആരും ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് ഡബിൾ പണിയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പണിയുടെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു ചാനൽ റൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പാതിരാത്രിക്ക് ഇരുന്ന് 1 മണിയായി ഇപ്പോൾ ഇതുപോലെ ഇരുന്ന് ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എല്ലാവരും ചെയ്താൽ മതി. ഇത് ചെയ്യുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധ്രുവരാട്ടിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഔറംഗസീബിനെയൊക്കെയാണ് അതിനകത്ത് വെള്ളപൂശി വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത്? ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് ഔറംഗസീബിനെ വെള്ളപൂശേണ്ട, പൊക്കി പിടിക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? അങ്ങനെ ഒരു ആവശ്യം വെച്ചു കൊടുക്കുന്നത് എന്തിനാ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്നും ഔറംഗസീബിനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ കുറ്റപ്പെടുത്തുകയാണ് എന്നും കൂടിയല്ല ഇപ്പം പറഞ്ഞു വെക്കുന്നത്. അത് കൂടുതൽ ഈ വലത് കേസ് വന്നപ്പോഴാണ് മറ്റേ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ആരിഫ് സാർ ചോദിച്ചില്ല, മുസ്ലിം ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പോ ഈ ആയ ടൈമില് എന്താ ഈ NCERT ബുക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ മുഗൾ ഇവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൂടുതൽ ഹിന്ദു എന്താ പറയാ സാമ്രാജ്യം ഇവരെ പറ്റി പഠിക്കാന്നുള്ള ഒരു ഇത് പ്രൊപ്പോസ് ചെയ്തിരുന്നു, NCERT മാറ്റുക എന്നുള്ളത്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര ഒരു രോക്ഷാകുലനായിരുന്നു. കാര്യം അയ്യോ ഇതൊക്കെ നമ്മുടെ ചരിത്രം ഇങ്ങനെ അത് രണ്ട് സൈഡാ. നമ്മൾ പുറത്ത് കാണിക്കുന്നത് അയ്യോ നമ്മുടെ ചരിത്രം ദേ ഒലിച്ചു പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കരയാണെങ്കിൽ ഉള്ളില് അയ്യോ നമ്മന്റെ ആളുകളൊക്കെയാണല്ലോ അവരെടുത്ത് കളയണേ എന്നുള്ള ഒരു ഇരട്ടത്താപ്പാണ്. അപ്പുറം ഇപ്പുറം സൈഡ് ഉണ്ട്, നമ്മൾ ഒരു സൈഡേ കാണിക്കുള്ളൂ. ആൾക്കാര് പറയുമ്പോ ചരിത്രം എടുത്ത് കളയുന്ന പറയുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി നോക്കുമ്പോഴാണ് ഇവര് എന്താ ഒരു ഇൻവേഡിങ് ആളുകളാണ്, ഇവിടുത്തെ നേറ്റീവ്സ് ഒന്നല്ല, ഒരു ഇൻവേഡേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ട് ഇവര് കുറെ അമ്പലങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മുഗൾ രാജവംശത്തിന്റെ കാലങ്ങളിൽ തന്നെ കുറെ ഫോഴ്സ്ഡ് കൺവേർഷൻസും പിന്നെ ഒരു എന്താ പറയാ അമ്പലങ്ങൾ കുറെ പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അമ്പലങ്ങളുടെ കേസ് പറയുമ്പോൾ അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഐക്കണായിട്ട് കാണാണ്ട് അതൊരു ആർക്കിയോളജിക്കൽ ഇതാണ്, ഒരു എന്താ പറയാ കൾച്ചറൽ. അതായത് ഇത് നമ്മുടെ മതത്തിനേക്കാളും പഴക്കമുള്ള സാധനങ്ങളാണ് ഇവര് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പൊ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ആയി കുറെ സാധനങ്ങൾ ഇവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, കുറെ പേരെ ഫോഴ്സ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് എന്താ പറയാ അത്ര നല്ല ആളുകളൊന്നല്ല. ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോ ഇവരങ്ങടെ വലിയ മഹാന്മാരായി. ഇവര് സൈഡിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മള് എന്താ ഏത് പുസ്തകത്തിലും പഠിക്കുന്നില്ല. അത് പിന്നെ നമ്മള് എന്താ പറയാ നമ്മള് ഇങ്ങനെ ആയപ്പോഴാണ് ഈ ഒരു സൈഡ് ചിന്തിക്കാൻ തുടങ്ങിയത്. അതെ, അപ്പം എന്തായാലും സന്തോഷം ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്തതിന്. ഇതുപോലെ സംസാരിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് വരാ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അല്ല, എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ ഒരുത്തൻ മലപ്പുറത്തുള്ള ഒരുത്തൻ, അവൻ പറഞ്ഞത് കാരണം ഇവന്റെ അടുത്ത് ഇവൻ തർക്കിക്കും, ഇവൻ ഇതിനെപ്പറ്റി തർക്കിക്കും. അതായത് ഇവൻ പറഞ്ഞത് ഇവൻ എന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞ് ഖുറാനില് എല്ലാം ഭയങ്കര സയന്റിഫിക് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. പറഞ്ഞ് ഖുറാനില് സ്റ്റാർസ് കോൺസ്റ്റലേഷൻസ് ഇതിനെ പറ്റിയൊക്കെ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് വന്നതിന് മുമ്പ് ഇന്ത്യയില് ആര്യഭട്ടയും കുറച്ച് ചെങ്ങായിമാരൊക്കെ അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഖുറാനിന് മുമ്പേ ഉള്ള നോളജ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ച് ഖുറാനില് എത്ര പ്ലാനറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആ ഒന്ന് ഇതായി അപ്പൊ ഞാൻ പറഞ്ഞ് പറയാൻ പറ്റില്ല, കാരണം ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പ്ലാനറ്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അറിഞ്ഞു തുടങ്ങിയ ആളുകൾ. അത് ഖുറാൻ കഴിഞ്ഞിട്ടാണ് സാധനം വന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഖുറാൻ പറഞ്ഞുള്ള. അപ്പൊ അവൻ ഇതിന്റെ ഇടയിൽ ഒരു ആയത്തും പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് ഖുറാൻ പറയുന്നത് 12 പ്ലാനറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 12 വിരലിലെ എണ്ണം തെറ്റിപ്പോയാ, എന്താ 12 എന്നൊക്കെ പറയണത്. അപ്പൊ ഞാൻ പറഞ്ഞ് 12 ഇല്ല, ഒരെണ്ണത്തിന്റെ ചവിട്ടി പുറത്താക്കി, ഇപ്പൊ എണ്ണം കുറഞ്ഞ് ശരിക്കും പറഞ്ഞു. അപ്പം പറഞ്ഞു അത് ശാസ്ത്രലോകം ഇനി കണ്ടുപിടിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ആ കാർഡിറക്കി. അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ ശാസ്ത്രം നാസയൊക്കെ ഹബിള് സ്പേസ് ടെലസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് അങ്ങറ്റത്തുള്ള ഗാലക്സി ഒക്കെ ഫോട്ടോ എടുക്കണം. ഇപ്പൊ ജെയിംസ് ടെലസ്കോപ്പും അവര് വിട്ടിട്ടുണ്ട്. അവര് അങ്ങറ്റത്തുള്ള മൂല കിടക്കുന്ന ഗാലക്സി ഒക്കെ അവര് ഫോട്ടോ എടുക്കുന്നത്. അവർക്കാണ് ഇപ്പറ കിടക്കണ
പ്ലാനറ്റ്സിനെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തത്. അപ്പൊ അവിടെ സാധനം ഇല്ല, അവിടെ കഴിഞ്ഞ്, അവിടെ സോളാർ സിസ്റ്റം കഴിഞ്ഞാൽ കുറെ ആസ്ട്രോയിഡ് ബെൽറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പറയാ, സമ്മതിച്ചു തരൂല. അവിടെ ഇനിയും ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അവൻ. അപ്പൊ ഇവന്റെ അടുത്ത് അല്ല ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ആൾക്കൊന്നും കിട്ടാനില്ല, ആൾക്ക് എന്താ പറയാ ഒന്നും പറയാനില്ല. അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞ്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീ ഓനായിട്ട് ഡിബേറ്റിനൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഓന് പള്ളി പോക്കും ഈ ഹദീസ് വായിക്കലും ഡിബേറ്റ് നടത്തലൊക്കെയാണ് ഓന്റെ പണി. ഓനായിട്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ എന്റെ അടുത്ത് പറയും. ഒറ്റ മിനിറ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യണം ഞാൻ. ഒറ്റ കാര്യം, യാസീൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. യാസീൻ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരാം. ആരിഫ് ജി സമയം വന്നോട്ടെ, കുറെ നാളായില്ലേ. നിങ്ങളെ തെളിവ് കാണിക്കൂ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു മഹാഭാരതത്തിലും പിന്നെ ഭവിഷ്യ പുരാണം എവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളത് ആ തെളിവുകൾ തന്നാൽ മതി, ഞാനത് നമുക്കത് കണ്ടിക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സത്യം മനസ്സിലാവില്ല. ഇപ്പൊ ഇത് ഖുറാനിലേക്കാളും കൂടുതൽ ഹിന്ദു പുരാണങ്ങളിലാണ് മുഹമ്മദിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ ആ തെളിവ് തന്നാൽ മതി. തെളിവ് സഹിയാണെങ്കിൽ ഞാൻ മുസ്ലിമോ? ഇവിടെ നിന്ന് ഒന്നുകൂടി കലിമല്ലി മുസ്ലിമോ? നാളെ വെള്ളിയാഴ്ചയാണ്, നല്ല സമയം. ഇന്നാണ് വെള്ളിയാഴ്ച അല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് തെളിവായിട്ട് വരൂ. ഒരു അസുലഭ അവസരമാണ് വന്നിരിക്കുന്നത്. അതെ, ഒരാളെ റെഫറൽ ചെയ്ത് സ്വർഗത്തിൽ പോവാം. റെഫറൽ ബോണസ് കിട്ടാനുള്ള സമയം. ഒരു മിനിറ്റ്, ഒരു ഡൗട്ട്. PSO വെൽക്കം ടു ഹ്യൂമാനിറ്റി. കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മുഹമ്മദ് നബിയെ കുറിച്ച് ഇവര് ഈ പറയുന്നത് ഇപ്പം മഹാഭാരതത്തിൽ 100 തവണ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ ആകെ 4 പ്രാവശ്യം മുഹമ്മദ് എന്ന് പറയുന്നുള്ളൂ, 1 പ്രാവശ്യം അഹമ്മദ് എന്ന് പറയുന്നുള്ളൂ. ഈ ഖുറാനെക്കാട്ടിലും ഒത്തന്റിക് ആണോ ഇവർക്ക് മഹാഭാരതവും ബൈബിളും ഒക്കെ? അത് സാഹചര്യം അനുസരിച്ച് നമ്മളെ ഏത് കിതാബും പൊക്കി പിടിക്കും. അത്യാവശ്യത്തിന് കളിക്കൊടുക്കുകയും പൊക്കും. അല്ല ബാലർമേൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊക്കി പിടിച്ചാണ്, അതും സഹിയ ഹദീസായാണ്. അത് ആവാത്തോണ്ട് സഹിയ ആയില്ല. അതിന്റെ സനത അവര് പറയും. അതെ, അല്ല ഇത്രേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് മറിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഇത് ഏത് കാലത്തിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ 108 ഉപനിഷത്തുകൾ പറയുന്നു, അതിനകത്തൊന്നും ഇത് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. അതുപോലെ പല സാധനങ്ങൾ നേരത്തെ നമ്മൾ വായിച്ചതല്ലേ. ഇത് ചുമ്മാ അതിനൊക്കെ ശേഷം ആളുകൾ എഴുതി പിടിപ്പിച്ച സാധനങ്ങൾ വെച്ചിട്ട് ഇത് തെളിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രശ്നമാണ്. ഒന്ന്, ഇതിൽ കൈകടത്തലില്ല എന്ന് നിങ്ങൾ എങ്ങനെ സ്ഥാപിച്ചു? ഇത് കൈകടത്തി മുസ്ലിങ്ങൾ തന്നെ എഴുതി വെച്ചതായിക്കൂടെ? ആവാലോ. ഇതില് വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറയാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നു. അതായത് ഇപ്പൊ മുസ്ലിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു റീല് കണ്ടാണ് ഇതില്. എന്താ വെച്ചാൽ ഒരു ഖുറാന്റെ ഒരു അതില് എന്താ പറയാ, നക്ഷത്രം എന്നുള്ള ഒരു ഇതുണ്ട്, പിന്നെ ഡോറ് എന്നുള്ള 2 വാക്കുണ്ട്. ഈ നക്ഷത്രവും ഡോറും തമ്മിൽ കോറിലേറ്റ് ആവുന്ന ഒന്നുമില്ല. ഇപ്പൊ അന്ധകാലത്തുള്ള എന്താലത്തില്ല. പക്ഷെ ഈ അടുത്തെന്തോ ഇവരേതോ 2 ബ്ലാക്ക് ഹോളോ എന്തോ സൂപ്പർനോവ എന്തോ കൊളീഷൻ എന്തോ നടന്നപ്പോ അതിന്റെ സൗണ്ട് എന്തോ ഡിറ്റക്ട് ചെയ്ത് എന്തോ വാതിലടയണ ഒച്ച പോലെ തോന്നുന്നുണ്ട് നമുക്ക്. അപ്പൊ അത് പൊക്കി പിടിച്ചിട്ട് അപ്പൊ അവര് പറയാണ് അത് നമ്മള് നേരത്തെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അതായത് ഇത് ഒട്ടും കണക്റ്റഡ് അല്ല. ഒരു ആയത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ട്, ഇതെന്തോ ഒരു കണക്ഷൻ ഉണ്ട് ചേർത്ത് വെച്ച്. അതുപോലെ തന്നെ ഇപ്പൊ ഇവരിപ്പോ പറയുന്നത് ഇപ്പൊ കുറെ ലിബറൽ ഹിന്ദുക്കളൊക്കെ ഉണ്ടാവും. അതായത് അവര് ഇടക്ക് അമ്പലത്തിലും പോകും, ചിലപ്പോ വെള്ളിയാഴ്ച പള്ളി പോണ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. 2 ബെഞ്ചിലും കാല് വെക്കുന്ന കുറെ ആളുകൾ. അവർക്ക് ഇങ്ങനെ കുറെ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പെരുന്നാളിന് ബിരിയാണി കഴിക്കാൻ പോകണം അവരുടെ അടുത്ത്. അപ്പൊ അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ അത് കാരണം ഇവര് ഇങ്ങനെ, നിങ്ങൾ വിഷമിക്കണ്ട, ബേജാറാവണ്ട, നമ്മന്റെ പുരാണത്തില് ആളില്ലാത്ത 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അത് നിങ്ങളുടെ നബി ആയിരിക്കും, അത് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരോ പുള്ളി അടുത്ത് പറഞ്ഞതാണ്. പുള്ളി അത് വെള്ളം തൊടാണ്ട് വിശ്വസിച്ചു, കാരണം വിസ്മയാണല്ലോ. അതെ, ഇവിടെ PS എന്നാണ് ഞാൻ വിളിക്കുന്നത്. PSനൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. ഒരു കോംപ്ലിമെൻറ്റുമാണ്, ഒരു റിക്വസ്റ്റുമാണ്.
യു ആർ ബ്രില്യൻറ്റ് എന്നാണ് ഇവിടെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ നമുക്ക് പറ്റിയാണോ? അതെ അതെ, അപ്പോൾ വേറൊരു ലൈവ് വേണം, അതിൽ കാണികളുടെ ചോദ്യം കൂടി എടുക്കുന്ന രീതിയിൽ. അതിന് തയ്യാറാണെങ്കിൽ പറയൂ, നമുക്ക് ഒരു ദിവസം ചെയ്യാം. നമ്മളൊരു അയ്യോ, ടെലഗ്രാം ഭയങ്കര ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്വം പോലെ എനിക്ക് ഫീൽ ആവുന്നു. അല്ല, ഞാന് ഇത് എന്റെ ഉള്ളിലുള്ളത് പറഞ്ഞതാണ്. എന്ന് വെച്ചാ എന്താ, ഇത് എനിക്ക് പറയണമെന്നുണ്ടായി കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കിട്ടൂല എനിക്ക്. പിന്നെ അതെ അതെ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചോറിന് തല ഉണ്ടാവൂല. അപ്പൊ ചോറുണ്ടാവും പക്ഷെ തല ഉണ്ടാവില്ല. തല ഉണ്ടാവില്ല. അതിന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പൊ അത് പ്രത്യേകം പറയാം, ഈ നിങ്ങളുടെ ജീവിതം പരിഗണനയിലാക്കിയിട്ട് എന്താ ഒരു വേണ്ട. അതെ, ഇല്ല നമുക്ക് അല്ല കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പോലെയല്ല, എല്ലാവർക്കും അത് ഇല്ല അല്ല കുറെ പേർക്കൊക്കെ അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ റീലില് കുറെ ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിക് റീലിന്റെ അടിയില് ഞാൻ കൊണ്ട് കുറെ ഊക്കൽ ഇടാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. ഇതൊക്കെ കുറെ പേര് കാണുന്നവരുണ്ട്, നമ്മുടെ അറിയാവുന്നവരൊക്കെ തന്നെ. അപ്പൊ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇല്ല, പെട്ടെന്ന് ഞാന് ആദ്യമായിട്ട് വന്ന് ജസ്റ്റ് ഒരു ഹായ് പറയാൻ മെല്ലെ മതി. അല്ല, ആളുകൾക്ക് അത് വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു ഫീഡ്ബാക്ക് തന്നത് അറിയിച്ചു എന്നേ ഉള്ളൂ. സൗകര്യം പോലെ സമയം എടുത്തിട്ടൊക്കെ മതി, തിരക്കൊന്നുമില്ല. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊന്ന് മെമ്പറായി നിന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാം, ഇതുപോലെ വീഡിയോ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ സൗകര്യമായിരിക്കും ജോയിൻ ചെയ്യാനൊക്കെ. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ പി ഇപ്പൊ യാസീനും പറഞ്ഞു, ഇപ്പൊ പിയും പറഞ്ഞല്ലോ, ഈ മഹാഭാരതത്തിലും ഇതിലുള്ളത് ഈ ഇസ്ലാമിനകത്തുള്ള ക്രൈസ്തവ കഥകളുണ്ടല്ലോ. നമ്മളിപ്പോ മറിയത്തിന്റെ ഒരു കഥയുണ്ട്. മറിയം പോട്ടെ, യേശുവിന്റെ പേര് ഇസ്ലാമിനകത്ത് വന്നത് ചരിത്രം നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചരിത്രകാരൻ അഹമ്മദ് ജലാദ്, അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഐന് ഉപയോഗിച്ചിട്ടാണ് ഈസ എന്നാണ് യേശുവിന്റെ പേര് ഇതിനകത്തുള്ളത്. അത് ഹീബ്രുവിന്റെ വകഭേദമല്ല യഥാർത്ഥത്തിൽ. യഹോശുവയോ അല്ലെങ്കിൽ ഇവർ പറയുന്ന ആ വാക്കുണ്ടല്ലോ, അല്ലെങ്കിൽ യോശുവ, ഇതിന്റെ വകഭേദമല്ല എന്നാണ് അവർ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പണ്ട് ഈ കല്ലുകളിലൊക്കെ ഉണ്ടായിരുന്ന ഐൻ സീൻ യ എന്നുള്ള 3 അക്ഷരങ്ങൾ കൊണ്ട് ഇവര് ഐൻ സീൻ യ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പണ്ടത്തെ കാട്ട് മനുഷ്യർ അല്ലെങ്കിൽ അവിടുത്തെ നൊമാഡിക് അറബികൾ കല്ലിൽ കൊത്തിവെച്ചിരുന്നത് 4 നൂറ്റാണ്ട്, ആ ഒരു 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് ആ സമയങ്ങളിൽ അവര് ആ കല്ലിൽ എഴുതി വെച്ചിരുന്ന ആ ഒരു കാര്യം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന മനുഷ്യനോ പിന്നെ ഈ ഖുർആൻ ഒരുപക്ഷെ എഴുതി വെച്ച ആളുകളോ അത് അവർ പകർത്തുമായിരുന്നു. പിന്നെ ഈ കഥയുണ്ടല്ലോ, ഞാനിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ, ഈ യേശുവിന്റെ ജനന കഥ ഇസ്ലാമിന്റെ ചരിത്രത്തില് അല്ലെങ്കിൽ ഖുർആന് പറഞ്ഞിട്ടുള്ള ജനനകഥയില് ഈന്തപ്പനയും അരുവിയും, അതായത് എനിക്ക് തോന്നുന്നു ഈന്തപ്പനയാണെന്ന് തോന്നുന്നു, അതായത് ഈ മറിയം പ്രസവിക്കുന്ന സമയത്ത് മറിയത്തെ ദൈവം സഹായിക്കുന്നുണ്ട്. ഈ പ്രത്യേക കഥ ക്രിസ്ത്യാനികളിൽ തന്നെ ഉള്ള ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ കഥയാണ്. ഇത് നമ്മുടെ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനികളുടെ കഥയല്ല. അപ്പൊ ഈ കഥ പിന്തുടരുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വേർഷൻ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ കഥകളിൽ പോലും ഉള്ള എന്താ പറയാ, ഇത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലോ അതിനു മുമ്പോ ഉണ്ടായിരുന്ന വേറെ ഏതൊക്കെയോ സെക്റ്റുകളുടെ കഥകളോ മുമ്പുണ്ടായിരുന്ന ദൈവങ്ങളുടെ പേരുകളോ ഒക്കെയാണ് ഈ യേശുവിന്റെ ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ അപ്പോ തെക്കൻ അറേബ്യയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് കൂടി ഇത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരേ സമയത്തോ അല്ലെങ്കിൽ പല കാലങ്ങളിലുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു സൂചനയാണ്. എനിക്കൊന്ന് അദ്ദേഹം പോയോ? അല്ല, എന്തോ ഡിസ്കണക്ട് ആയത് എന്താ? അപ്പോ അദ്ദേഹം പറഞ്ഞോളൂ, വന്നിട്ടുണ്ട്. ഇപ്പോ പി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അതായത് നമ്മൾ പറയുന്ന യേശുവിന്റെ ഇസ്ലാമിനകത്തുള്ള യേശുവിന്റെ കഥ പോലും പല ചരിത്രകാരന്മാരും പറയുന്ന ഒരു പക്ഷെ പിന്നീട് അത് ആ ഒരു ഭാഗം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും ഖുറാനിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് പിന്നീട് എഴുതി ചേർത്തതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ പിയുടെ യുക്തി ഞാൻ തീർച്ചയായിട്ടും അതിനെ ശ്ലാഘിക്കണം. ഇതുപോലെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മുമ്പ് വന്ന
ഗ്രന്ഥങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നതാണ്, മുമ്പ് ഓൾറെഡി വന്ന ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കഥകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് കറപ്റ്റഡ് ആണ് എന്ന് പറയുന്നതൊക്കെ അത് യുക്തിവിരുദ്ധമല്ലേ എന്നുള്ള അത് ഇങ്ങനെ ബാക്കിയുള്ള ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം അല്ല ഇതില് വേറൊരു ലോജിക്ക് എല്ലാ ലോജിക്കും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാ ഇപ്പോ നബിയുടെ കാലത്ത് അറേബ്യയില് അവരുടേതായ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. PS പോയോ? ഹലോ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം, പറയൂ. അല്ല ഈ ഇപ്പോ നബി വന്ന ടൈം, അതായത് അപ്പൊ കേൾക്കാം. ഓക്കെ, നബി വന്ന ടൈം, അതായത് ഈ ഇസ്ലാമുമായിട്ട് വന്ന ടൈമില് അറേബ്യയില് കുറെ പേഗൻ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, വിഗ്രഹാരാധന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ നബി ശരിക്കും പറഞ്ഞാൽ ഒരു മോണോത്തിസ്റ്റിക് റിലീജിയൻ അറേബ്യക്ക് പ്രപ്പോസ് ചെയ്താണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്താ പറയാ, അവിടെ ഉള്ളവര് ഇവിടെ ഉള്ള ഒരു മുസ്ലിമിനെ ഇപ്പോൾ ഉള്ള ഒരു മുസ്ലിമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് ഇതൊന്നും അല്ല മതം, നമ്മൾ വേറെ മതമുണ്ട്, അതാണ് ഒറിജിനൽ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ല ഉള്ള വിശ്വാസികൾ ആരും അങ്ങനെ മാറൂല. എന്തായാലും അവര് പുതിയ മതത്തിലേക്ക് വരില്ല, കാരണം ഇതൊരു പുതിയ മതമാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഈ മതം പുതിയതല്ല, ഇത് നേരത്തെ ഉള്ള മതാന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആയിരിക്കാം ചിലപ്പോ എന്താ പറയാ ഈ ഈസാ നബി, മൂസാ നബി ഇവരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് കുറെ സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ നബി അവിടുത്തെ ജൂത സമൂഹമൊക്കെ ആയിട്ട് ഒന്ന് ടൈപ്പ് ആവാൻ നോക്കി, പാർട്ണർഷിപ്പിൽ പോവാന്നുള്ള രീതിയിൽ. പക്ഷെ അവര് അംഗീകരിച്ചില്ല, അങ്ങനെ ഒരു നബി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ ഇതാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ നബി ഈ ഇസ്ലാമിന് ഈ ജൂതവിരുദ്ധത വന്നത് തന്നെ ആ ഒരു ഘട്ടത്തിലാണെന്ന് അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷൻ ഇല്ലാതെ, അതായത് എന്താ പറയാ, ഇപ്പോ ഈ വക്കീലിന്റെ മോൻ വക്കീലാവും, അങ്ങനെ ഒരു കണക്ഷൻ വേണമല്ലോ. അല്ലാണ്ട് വെറുതെ കയറുമ്പോ കുറച്ച് പാടാണ്. ഒരു കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പൈപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇത് നേരത്തെ ഉള്ള മതമാണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ബേസ് ഉണ്ട് ആ മതത്തിന്. ആ ഒരു ബേസ് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഈ മതത്തിനും മറ്റേ മതത്തിനൊക്കെ ആയിട്ട് വലിയ എന്താ പറയാ കണക്ഷനൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ അവരുടെ ഹാലോ ഇഫക്റ്റ് ആണ്, ഹാലോ ഇഫക്റ്റ് ഉപയോഗിക്കുന്നതാണ് അത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാതിരിക്കും. അതാണ് ഉദ്ദേശം. പക്ഷെ ആരും മനസ്സിലാക്കില്ല. അതാണ്. അപ്പൊ ഇത് വീണ്ടും ഈ ക്രൈസ്തവ കഥകളുടെ കാര്യം പറയുമ്പോൾ ഇത് പ്രസക്തമാണ്. ഇപ്പൊ ഇവരുടെ മറ്റൊരു കഥയാണ് ഇപ്പൊ ഈ നമ്മുടെ മറിയത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അമ്രോന്റെ മകൾ അഹറോന്റെ സഹോദരി എന്ന് നമ്മുടെ അനിൽ കുടിത്തോട്ടും മറ്റു ക്രിസ്ത്യ അപ്പോളജിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന പറയുന്നൊരു കഥയാണ്. ഈ കഥ ഇങ്ങനെ ഒരു മറിയം ശരിക്കും ഉണ്ട് വേറെ. അപ്പോൾ ഈ ഒരു മറിയം എന്ന് പറഞ്ഞൊരു കഥാപാത്രം വേറെ ഉണ്ട്. ഇത് മുഹമ്മദ് കൺഫ്യൂഷൻ ആയിട്ട് മറിയം മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹദീസുകളിൽ പിന്നീട് എന്ത് ചെയ്തു, ഇവരിത് കൂട്ടിച്ചേർത്തു. നജ്റാനിലെ ക്രിസ്ത്യാനികൾ നിങ്ങൾ ഈ പറഞ്ഞതിന് വിമർശിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് പറഞ്ഞത്രേ, അല്ല അത് ഞാൻ സഹോദരി എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഞാൻ മറ്റേ നെഹ്റുവിന്റെ സഹോദരനാണെന്ന് പറഞ്ഞ പോലെ, ഞാൻ ഗാന്ധിയുടെ തലമുറക്കാരനാണെന്ന് പറഞ്ഞ പോലെ പറഞ്ഞാണ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അമ്രോന്റെ മകൾ അഹറോന്റെ സഹോദരി, അല്ലെങ്കിൽ ഹാറൂന്റെ സഹോദരി ഇമ്രാന്റെ മകൾ, ആലു ഇമ്രാൻ എന്നുള്ളൊരു അധ്യായം ഉണ്ടല്ലോ. അപ്പോ ഈ കഥയിലൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഖുറാൻ നിങ്ങളെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാന്റെ ചില ഭാഗങ്ങളിൽ പെട്ടെന്നൊരു നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. ചില പ്രദേശത്ത് വെച്ചിട്ട് അതിന്റെ താളവും ഭാവമൊക്കെ മാറി വേറൊരു കഥ പറയാൻ തുടങ്ങും. അത് പലപ്പോഴും പല ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ളത്, ഇതുപോലെ മറ്റു മതങ്ങളിലുള്ള ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഖുറാന് ആ പ്രത്യേകമായിട്ടുള്ള ചില സെക്റ്റുകളുടെ കഥ എടുത്ത് അവിടെ പാളിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ പിന്നീട് എഴുതി വെച്ചപ്പോൾ അവർക്ക് പറ്റിപ്പോയതാണ്. അതായത് ഒരു താളത്തിലൊരു കാര്യം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വന്ന ആളുകൾ ക്രോഡീകരിച്ച സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ കൂടെ എഴുതി വെച്ചപ്പോൾ, അപ്പൊ ഇത് സംഭവിക്കാനുള്ള സാധ്യത അത് കൂടുതലാണ് എന്നുള്ളത് നമ്മളിപ്പോൾ മതം മാറ്റി വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം. അന്നത്തെ കാലത്ത് ഇതുപോലത്തെ കൂട്ടിച്ചേർക്കലുകൾ ഇതൊക്കെ എന്താ പറയാ
സ്ഥിരമാണ്. ഈ മിശിഹ, അതായത് ഈ യേശുവിനെ മിശിഹ എന്നാണ് ഖുറാൻ പറയുന്നത്. മസീഹ് അങ്ങനെ തന്നെയല്ലേ? ഈ മിശിഹ എന്നുള്ള സംഭവം, മിശിഹയാണ് അവസാനത്തത്. അതായത് അവസാനത്തെ ആള് ഇസ്ലാമിനകത്തും അവസാനത്തെ പ്രവാചകൻ വരാൻ പോകുന്നത് യേശുവാണ്. അപ്പോ ഞാനിപ്പോ ഇത് വായിച്ചു നോക്കുമ്പോ സമയത്ത് എനിക്കും നമ്മൾ എന്താ പറയാ, ഇത് ഒരാള് ഇരുന്ന് പൂർണ്ണമായിട്ട് വെളിപാട് ഇറങ്ങി എഴുതിയ പോലെയല്ല ഖുർആൻ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് കുറെ കാലഘട്ടങ്ങൾ, അതായത് ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ മാറി മറിഞ്ഞ് ഒരു 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരു ബുക്കാക്കി മാറ്റിയതാണ്. പക്ഷെ അതിനിടയിൽ ഈ എന്താ പറയാ, ഇതിപ്പോ മുഹമ്മദ് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ല. അതിനൊരു ക്രമം ഉണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, ക്രമം എന്ന് ഒഴിവാക്കുക, നമുക്ക് ഈ മറ്റു മതങ്ങളുടെ കാര്യങ്ങളുടെ അവരുടെ കഥകളൊക്കെ പറഞ്ഞെടുത്ത് ഒരല്പം കൂടി പക്ഷെ അല്ല എന്റെ ഒരു ഈ ഇപ്പൊ ഖുറാന്റെ ഒരു ഫോർമേഷന്റെ എന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഖുറാന്റെ നിലനിൽപ്പിന് തന്നെ ഇപ്പോ ആരായാലും, ഏത് മൗലവി, ഏത് ബാക്കവി, ഏത് ദാവാക്കാരാണെങ്കിലും ഇവര് ഇടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ബുക്കില് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതാനും വായിക്കാനും അറിയാത്ത ആൾ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത് എന്നാണ്. പക്ഷെ എന്റെ ഒരു ഇതില് എന്താ പറയാ, എഴുതാനും വായിക്കാനും അറിയാത്തത് എന്ന് പറയുന്ന ഒരു ഫാക്ട് അത് ചിലപ്പോ തെറ്റാവാനും ചാൻസ് ഉണ്ട്. അതിപ്പോ ഇവര് പറയുന്നത്, ഇവരുടെ ചോദിക്കാണ് എന്താണ് പറയാനുണ്ട്. അതെ, അത് തെറ്റാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം, എഴുതാനും വായിക്കാനും മുഹമ്മദിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് അറബികളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്. 4-ാം നൂറ്റാണ്ട് വരെ കല്ലിലും ഇതിലൊക്കെ കൃത്യമായിട്ട് തന്റെ ഒട്ടകങ്ങളെ കുറിച്ചും തന്റെ കുടുംബക്കാർക്ക്, എന്റെ സഹോദരിക്ക് നിങ്ങൾ ഇത് കൊടുക്കണേന്നൊക്കെ അറബി ഭാഷയുടെ പഴയ രൂപത്തിൽ പാലിയോ അറബിക് എന്ന് പറഞ്ഞ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളി നടത്തിയ പര്യവേക്ഷണങ്ങളിൽ അറബികൾക്ക് എഴുതാൻ അറിയാമായിരുന്നു. മുഹമ്മദിന് അത് മാത്രമല്ല മുഹമ്മദ് നബിക്ക് ഈ 2 കാര്യമാണ് അവിടെ. ഈ നിരക്ഷരനാണെന്നുള്ള വാദം വരുമ്പോൾ മുഹമ്മദ് നബി ഖദീജ ബീവിയുടെ കണക്കപ്പിള്ളയായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എഴുത്തും വായന അറിയില്ല, അല്ലെങ്കിൽ പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരാളെ പിടിച്ച് കണക്കപ്പിള്ളയാക്കുക എന്നുള്ളത് ഒരു കാര്യം. അത് പോട്ടെ, ഇനി അങ്ങനെ ആക്കിയെന്ന് വിചാരിക്കാം, പ്രേമം മൂത്തിട്ട്. ഇനി അങ്ങനെ ഒരു നിരക്ഷരനായ ഒരാൾക്ക് എഴുതിയാൽ ഒരിക്കലും എഴുതാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് സാധനമാണ് ഖുറാനിലുള്ളത്? അതാണ് എന്റെ രണ്ടാമത്തെ ഇത് എന്ന് വെച്ചാൽ, വേറൊരു പോയിന്റ് ഉണ്ട് ഇതിനകത്ത് മിസ്സായത്. അതായത് ഇപ്പോ ഈ ഖദീജ ബീവി ഇവരെയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ഒരു കച്ചവടക്കാരനാണ്. ബനു ഏതാ എനിക്ക് ഗോത്രം അറിയില്ല, അവരൊരു കച്ചവട ഗോത്രമാണ്. അപ്പൊ ഇവര് എന്തായാലും അല്ല, ഇതെന്റെ ഒരു ഇതാണ്, കാഴ്ചപ്പാടാണ്. അതായത് ഇവര് എന്താ പറയാ, കച്ചവടം എന്നുള്ള രീതിയിൽ കാരവനൊക്കെ ആയിട്ട് ഇവര് അവിടെ യമൻ ആ ഒരു ഏരിയയിലൊക്കെ പോവാറുണ്ടാവും എന്തായാലും. അങ്ങനെയുള്ള ട്രേഡേഴ്സ് ആണ് ഇവര്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എന്തായാലും നബിക്ക് ഒരു കച്ചവടക്കാരൻ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെയുള്ള ധാരണ വേണം, അതിൽ ഒരു സംശയമില്ല. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ പോയ ഈ എല്ലാ യാത്രകളുടെ ഇടയിലായിരിക്കും മറ്റേ ബൈബിളും തോറയൊക്കെ ചിലപ്പോ പുള്ളി വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അല്ല, അത് വായിച്ചതെന്നല്ല പറയുന്നത്. പുള്ളിയുടെ ആ ഒരു ഗ്രൂമിങ് നടത്തിയിട്ടുള്ളത് നമ്മളെ വറക്ക ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു അമ്മാവനാണ്. പുള്ളിയാണ് ഈ പണിയൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അറബിയിൽ സംസാരിച്ചിരുന്ന മനുഷ്യനാണല്ലോ ആ ഭാഷയിൽ. ഇപ്പോൾ നമ്മളെ നാടോടി പാട്ടുകളായിട്ടും നാടോടി കവിത അല്ലെങ്കിൽ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ലേ? ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ PhD ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് മലയാളം പറയാൻ അറിഞ്ഞാൽ പോരെ. ആദിവാസികൾ എന്തെല്ലാം കൃതികൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാം പാട്ടുകൾ ഉണ്ടാക്കുന്നു. ഇതുണ്ടാക്കാൻ മലയാളം സ്കൂളിൽ പോയി പഠിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എഴുതാൻ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ആദിവാസികൾക്ക് എഴുതാൻ അറിയോ? ഇല്ലല്ലോ. പക്ഷെ അവർ മലയാളത്തിൽ നല്ല അസൽ അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ അവരുണ്ടാക്കുന്നില്ലേ? എഴുത്തുകൾ പറഞ്ഞു വെക്കുന്നില്ല. ആദിയില്ലല്ലോ, അന്തമില്ലല്ലോ,
എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന സാധനം അത് മലയാളം PhD എടുത്തിട്ടല്ലല്ലോ എഴുതിയത്. ഇതൊരു വികലമായ വാദമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ നിരക്ഷരനായ ഒരാൾക്ക് എഴുതാൻ പറ്റാത്ത എന്ത് സാധനമാണ് ഖുറാനിലുള്ളത്? ഒരെണ്ണം കാണിച്ചെന്നാൽ മതി. ഒരു അല്ല സാധനം. ഇത് നിരക്ഷരം നോക്കണ്ട, ഒരു സാധാ മനുഷ്യന് എഴുതാവുന്ന സാധനങ്ങളുള്ളൂ. പിന്നെ അല്ല, നമ്മള് വാദത്തിന് അംഗീകരിക്കുകയാണ്. നിരക്ഷരനാണ് നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, ഒരു നിരക്ഷരൻ, അയാൾക്ക് ഒരു കാരണവശാലും എഴുതാൻ പറ്റാത്ത എന്ത് സാധനമാണ് ഖുറാനിലുള്ളത്? ഒരെണ്ണം കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി. ഇതുവരെ ആരും കാണിച്ചു തന്നിട്ടില്ല നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അല്ല വേറെ കാര്യമുണ്ട്. ഇത് അവരുടെ ക്ലെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ പോലത്തെ ഒരെണ്ണം ഒരു ഗ്രന്ഥം വേറെ ആർക്കും എഴുതാൻ പറ്റിയില്ല. കുറെ പേര് ശ്രമിച്ച് എന്നൊക്കെയാണ് അവര് പറയുന്നത്. അവർക്ക് ആർക്കും എഴുതാൻ പറ്റില്ല, കാരണം അവർക്ക് വേറെ പണിയുണ്ട്, ഇതുമ്മ നോക്കിക്കലല്ല. അതുകൊണ്ട് മാത്രല്ല, അങ്ങനെ എഴുതിയ ആളുകളെയൊക്കെ തല്ലിക്കൊന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെ? അല്ല, ആദ്യം എന്താ ഈ ഇസ്ലാം സ്ട്രോങ് അല്ലാത്ത സമയത്ത് എന്താ ഇങ്ങനെ പറഞ്ഞപ്പോ ആൾക്കാർ വിചാരിച്ച് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, വെറുതെ സമയം കളയാന്നുള്ളത് തള്ളിക്കളഞ്ഞു. ഇസ്ലാം ഒന്ന് സ്ട്രോങ് ആയപ്പോ എഴുതാൻ ശ്രമിച്ച ആൾക്കാരെ എന്താ രീതിയിൽ വെച്ചാൽ തല സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഗ്രന്ഥം വരില്ല എന്തായാലും. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. എന്തായാലും താങ്കളുടെ ആ ഒരു തുറന്നു പറച്ചിൽ വളരെ മികച്ച ഒരു സംഗതിയാണ്. അത് തുടരണം പറ്റുന്ന വേദികളിലൊക്കെ. ഇവിടെ മാത്രം ആണെന്ന് ഞാൻ പറയുന്നില്ല, എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ പോയി താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനമാവും. ഈ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ ഹദീസോ ഖുറാന്റെ ആയത്തൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. വെറുതെ പച്ചയായ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ പലർക്കും ബുദ്ധിമുട്ടാണ്, പലർക്കും അംഗീകരിക്കാനും. എന്താ അവരൊരു സ്റ്റേറ്റിലാവും. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആയത്തൊന്നും ഉപയോഗിച്ചില്ല, ആയത്ത് ഉപയോഗിച്ചായിരുന്നു എനിക്ക് മറു ആയത്ത് വെക്കായിരുന്നു. ഞാൻ ഖുറാൻ ഇസ്ലാമിൽ പറഞ്ഞ ഫാക്ടുകൾ വെച്ചിട്ട് തന്നെയാണ് ഓരോന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്താ പറയാ, ഇവര് എങ്ങനെ വന്നാലും ഇവർ അംഗീകരിക്കൂല. കുറെ ആളുകളുണ്ട്. പിന്നെ ഞാൻ ആരുടെ അടുത്ത് ഇങ്ങനെ പറയും. ഇപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, നീ എന്താ വിശ്വസിക്കാത്ത എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ അത് പറയാൻ പോകാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവര് നല്ല വിശ്വാസമുള്ള ആളുകളായിരിക്കും. ഒന്നുകിൽ ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ ലോജിക്ക് പറയും. ലോജിക്ക് മനസ്സിലാകാനുള്ളവരുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ പോത്തിന്റെ അടുത്ത് പോയിട്ട് നാളെ യൂണിഫോം ഇട്ട് പണിക്ക് വെക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ എനിക്ക് തിരിയണം, അത് ആ ബുദ്ധിയിലേക്ക് കയറണം. ഇതവര് കേറ്റൂല. ഇത് ഞാൻ പറയുന്നത് അവര് വെറുതെ കേട്ടുവിട്ടിട്ട് അവരുടെ കുറെ ആയത്തുകൾ അവരുടെ കശത്തിലും പോക്കറ്റിലും കുറെ ആയത്തായിട്ട് അവർ നടക്കണം. അത് എന്റെ മേത്തേക്ക് കയറിയും. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പറയാനുള്ളത് ലോജിക്കലായിട്ട് പറയാൻ പറ്റില്ല അവർക്ക്. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തും ഒന്നും പറയാറില്ല. എന്തായാലും വളരെ നന്ദി. ഒരു കമന്റ് കൂടി വായിച്ചിട്ട് പോയിക്കോളൂ. നിസാം അയച്ചിരിക്കുന്നതാണ്. എപ്പിക് പോയറ്റ് Homer, who is traditionally said to have been blind and possibly illiterate, yet he composed the Iliad and the Odyssey, one of the most important works of ancient Greek literature. ഖുറാൻ എഴുതണമെന്നുണ്ടെങ്കിൽ നിരക്ഷരനായ ഒരാൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അറിയേണ്ട കാര്യമാണ്. വെല്ലുവിളിയും വേണേൽ വെക്കാം. ഇലിയാഡും ഒഡീസിയൊക്കെ പോലെ വേറൊരു കൃതി ആരെങ്കിലും കൊണ്ടുവരൂ എന്ന് നമുക്ക് വേണമെങ്കിൽ. അത് അങ്ങനെ വെല്ലുവിളി നടത്താനുള്ള ഉളുപ്പില്ലായ്മ ഹോംവർക്ക് ഇല്ലാത്തതുകൊണ്ട് മൂപ്പർ അത് ചെയ്തിട്ടില്ല എന്ന് മാത്രം. പണ്ട് ജബ്ബാർ മാഷ് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരില്ല. ONV കുറുപ്പ് ഇന്നായിട്ട് കവിതാ മത്സരത്തിനുണ്ടോന്ന് നഴ്സറി കുട്ടികളെ വെല്ലുവിളിക്കണ പരിപാടിയാണ് പഠിച്ചോൻ ചെയ്തിരിക്കണതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ നന്ദി. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എപ്പോഴെങ്കിലും. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ നമുക്ക് മെല്ലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും പറയാനുണ്ടോ? അല്ല, അതെ അല്ല, 4-3 എമുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടേ ഇപ്പം എമുക്കളെ തട്ടിയിട്ട് നടക്കാനും പറ്റാതെ ആയല്ലോ. അതെ അതെ അതെ. ഇവിടെ ഒരു അതെ അതെ പറയൂ, പെട്ടെന്ന് പറയൂ. കെൻ ജെയിംസ് വെൽക്കം ബാക്ക്. ജോംസ് ഹായ്. അലിഫ് ബ്രോ, ഇപ്പം ഈ ഇസ്രായേൽ പലസ്തീനിൽ ഇപ്പൊ ഇസ്രായേൽ കുറച്ച് കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മോർഗൻ ഈ ഇസ്രായേലിന്റെ തിരിച്ചുള്ള അറ്റാക്ക് കുറച്ച് കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് എക്സ്ട്രാ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? PS മോർഗനിൽ ഓരോ സംസാരങ്ങൾ കേൾക്കുമ്പോ അവരും ചെറിയ വർഗീയ ലൈൻ പിടിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പൊ.
ഇല്ല, ഞാനിപ്പോൾ നിലവിലേതായാലും അങ്ങനെ കരുതുന്നില്ല. കാരണം ഹമാസിന്റെ ഭാഗത്തുനിന്ന് അവർ പറയുന്ന ഒരു വാദം പോലും നമുക്കിപ്പോഴും എടുത്തു വെക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹമാസിനെ തീർക്കണം എന്നുള്ള ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അതിൽ ഇവര് പറയുന്ന അവിടെ പിയേഴ്സ് മോർഗനിൽ വരുന്നവര് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹമാസിനെ അടിക്കാൻ വേണ്ടിട്ട് ഇതേപോലെ കുറെ പേരെ കൊല്ലുന്നു. വേറൊരു ഹമാസ് 2.0 അവിടെ ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവില്ലേ? കാരണം അവരുടെ ഐഡിയോളജി ആരിഫ് ബ്രോ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഐഡിയോളജി സ്റ്റിൽ റിമെയിൻസ്. അപ്പൊ ഐഡിയോളജി സ്ട്രെങ്തൻ ആവില്ലേ ബിക്കോസ് ഓഫ് ദി വയലൻസ് ബീങ് കമ്മിറ്റഡ് റൈറ്റ് നൗ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് എനിക്കൊരു മോറൽ ഇല്ലാന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല. ആണ്. ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ഇത് ഹമാസ് 1 അവിടെ ഇല്ലാതായാലും അതിൻ്റെ റീബിൽഡിങ് നടക്കുന്ന സമയത്ത് അവിടെ ഇനി ഇതുപോലെ ഒരു സാധനം ഉയർന്നു വരുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അതിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ബാധ്യത ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത് ഏറ്റെടുക്കണം. അത് ചെയ്യാതെ ഇപ്പോൾ ഈ ഹമാസ് ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് അത് മോണിറ്ററിങ് ഇല്ലാതെ പോയതുകൊണ്ടും കൂടിയാണ് ഹമാസ് വളർന്നത്. മനസ്സിലായി. പിന്നെ മോണിറ്ററിംഗ് ഇല്ലായിരുന്നു. പക്ഷെ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു 7 ബില്യൺ ആൾക്കാരുള്ളതില് 2.5 ബില്യനും അടുത്തുള്ളവരും ഒരു സൈഡ് ആയിരിക്കും. ബാക്കി ഉള്ളവർ അതിനൊരു ഗ്ലോബൽ വെസ്റ്റേൺ വേൾഡ് വേഴ്സസ് ഇസ്ലാമിക് കൾച്ചർ എന്നുള്ള ഒരു വാറിലേക്ക് അത് പോയില്ല എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. വാറിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ അവിടെ ഒരു ഹെവി പ്രസൻസ് എന്തായാലും ഉണ്ടാവും. ഒരു വെസ്റ്റേൺ പ്രസൻസ് അവിടെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിസിക്കൽ വാറിനെ കുറിച്ചല്ല ഉദ്ദേശിച്ച ഒരു ഐഡിയോളജിക്കൽ ഭയങ്കരമായിട്ട് എതിരെയുള്ള ഒരു കൾച്ചറൽ വാർ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് കൾച്ചർ ഓക്കെ. ആ വാർ എന്നുള്ള ടേം അവിടെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ജസീം എന്തോ പറയാനുണ്ട്. അതെ. അപ്പൊ ഈ നമ്മള് ഈ എന്താ പറയാ വാർത്തകളിലും ട്വിറ്ററിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതിലുപരി 2 പ്രശ്നമുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ കൂടുതൽ ആക്രമണം നടക്കും തോറും കൂടുതൽ തീവ്രവാദികൾ വരും. അത് പാശ്ചാത്യരുടെയോ ജൂതന്മാരുടെ കുറ്റമല്ല. അത് ഈ ബോംബ് ഏറ്റുവാങ്ങുന്ന ആളുകളും ഈ ഹമാസിന്റെ കുറ്റമുണ്ട്. ഹമാസ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പം ഇസ്രയേല് അവരുടെ ഹിസ്ബുള്ളയുമായിട്ടുള്ള പ്രശ്നം കാരണം അതിർത്തി നിന്ന് കുറെ ആൾക്കാർ ഒഴിപ്പിച്ചു. അതായത് സിവിലിയൻസിനെ ഒഴിപ്പിച്ചു. എന്നിട്ടാണ് അവര് അവിടെ ടാങ്കുകളുമായിട്ട് അല്ലെങ്കിൽ അവിടെ എയർ സ്ട്രൈക്ക് നടത്തുന്നത്, ലെബനനിലൊക്കെ പോയിട്ട്. പക്ഷെ ഹമാസിന്റെ കാര്യത്തിൽ ഹമാസ് അവരുടെ ജനങ്ങൾക്ക് ഇടയിൽ നിന്നാണ് റോക്കറ്റ് വിടുന്നത്. അതായത് അവരുടെ ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഉപകരണങ്ങൾ വെച്ചിട്ട് റോക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സമയത്തോളം ഹമാസിനെ എതിർക്കാൻ രണ്ടാമതൊരു മാർഗമില്ല. ഒന്നെങ്കിൽ വന്ന സ്ഥലത്തേക്ക് ബോംബ് വിടണം. അതാണ് അവർ പൊതുവിൽ ചെയ്യാറ്. അങ്ങനെയാണ് ഈ സിവിലിയൻസ് കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അവർ മരിക്കുന്നത്. പിന്നെ ഒരു കാരണം അവിടെ വളരെ ചെറിയൊരു പ്രദേശമാണ് ഈ ഗാസ. 1 ദശലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു പടക്കം പൊട്ടിച്ചാൽ അവിടെ ആളുകൾ മരിക്കും എന്നുള്ള ബോധം ഹമാസിനും ഇല്ല. അപ്പൊ ഇങ്ങനെ 2 വിഷയങ്ങളുണ്ട്. എനിക്കതെല്ലാം മനസ്സിലായി. പക്ഷെ ഇസ്രായേലിന്റെ ഇപ്പോൾ ഉള്ള പ്രോബ്ലം തീർക്കാനാണല്ലോ ഒരു ഹമാസിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്ത് കൊല്ലണമെന്ന് പറയുന്നത്. എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമില്ലേ, ആ ഹോസ്റ്റേഴ്സിനെങ്കിലും തിരിച്ചു കൊടുത്തൂടെ? അതിനെ കുറിച്ച് എന്താരും പറയാത്തത്? ഹമാസ് നല്ല രീതിയിൽ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചു. ഞാൻ എന്റെ അവര് ചെയ്യാത്തത് കൊണ്ട് തിരിച്ചടിക്കണം. അവര് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ വരുന്ന പ്രശ്നം. അതെ, അവർ ഇപ്പൊ തിരിച്ച് ചെയ്യുന്നതിൽ നിന്നൊരു റെസൊല്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഇപ്പൊ ഇസ്രായേൽ പറയുന്നില്ല, ഒക്ടോബർ 7 ഒരു പ്രൊഡക്റ്റീവ് ഡിസിഷൻ ആണോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. നിലവിൽ അതാണെന്നേ പറയുള്ളൂ. അതെ, ഇസ്രായേലിനെ കൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്രായേൽ വേറെ വഴി അവർക്കില്ല. പക്ഷെ പ്രായോഗികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാമിനെ സ്നേഹിച്ചാലും ഇസ്ലാമിനെ ഉപദ്രവിച്ചാലും തീവ്രവാദികളുടെ എണ്ണം ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കും. അതിപ്പോ അവര് ന്യൂനപക്ഷമായി കയറി വരുന്ന UK-യിലാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ കേരളത്തിൽ എന്തുകൊണ്ടാണ് വർഗീയത ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ, ജോസഫ് മാഷ്, അല്ലെങ്കിൽ മറ്റു ചേകനൂർ മൗലവി, അല്ലെങ്കിൽ പല ആളുകളെയും കൊലപ്പെടുത്തിയത് തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ്? തമിഴ്നാട്ടിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? എന്തിനാണ് ഫാറൂഖിനെ കൊലപ്പെടുത്തിയത്? അവര് കൊലപ്പെടുത്തുന്നതിന് മതപരമായിട്ടുള്ള കുറെ പ്രേരണകളുണ്ട്. അത് നിങ്ങൾ എന്ത് അപ്പുറത്തുള്ള പ്രത്യയശാസ്ത്രം എന്തായാലും അവരുടെ ആളുകളെ നിങ്ങൾ കൊന്നാലും ഒക്കെ അത് വളർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും. അതാണ് റേറ്റ് കൂടൂല എന്നുള്ളതാണ് എന്റെ ഒരു സാധനം. കൂടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നൂപുർ ശർമ്മ ഒരു പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നൂപുർ ശർമ്മയുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നമ്മൾ പ്രീണിപ്പിക്കണോ? വേണ്ട, ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ മറ്റ് വ്യക്തികളുടെ കൂടി, മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ അവകാശങ്ങൾ, ബാക്കിയുള്ളവർക്ക് അവകാശങ്ങളുണ്ട്.
അപ്പോൾ ഈ ജൂതന്മാർക്ക് അവിടെ നിലനിൽക്കാൻ അവകാശമുണ്ട്. അവർ ഈ ഹമാസ് എന്നുള്ള തീവ്രവാദ സംഘടനയെ ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാലല്ലാതെ ഇസ്രായേലിന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇസ്രായേൽ ആ മാർഗം നോക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഗാസക്കാർ മരിക്കുന്നു എന്ന് കാണിച്ച് ഹമാസ് തീവ്രവാദികൾ ഉണ്ടാക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതെ അതെ അത് നമ്മൾ എന്റെ ഡൗട്ട് ഇസ്രായേൽ മാത്രം ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെയും ബാക്ക് ടു സ്ക്വയർ വൺ തന്നെയാവും. ഒരു ലോകത്തിലെ ഒരു പ്രസൻസ് എങ്ങനെ ഇതിൽ കൊണ്ടുവരാന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ടൊന്ന് ചിന്തിച്ചാൽ കൂടുന്ന സാധനമല്ല. എന്നാലും ഞാനിപ്പം എന്റെ ഇതെന്ന് ഇതിനൊരു റെസൊല്യൂഷൻ ഇല്ല, എന്റെ മനസ്സിൽ ഇതിനൊരു റെസൊല്യൂഷൻ കാണുന്നില്ല. അതെ, താൽക്കാലികമായിട്ടുള്ള റെസൊല്യൂഷൻ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഇസ്രായേലിന്റെ സർക്കാർ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആർമി പിടിച്ചെടുക്കണം. എന്നിട്ട് അടുത്ത പ്ലാൻ ആലോചിക്കാം. നമുക്കിത് ലോങ് ടേം ആയിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയല്ല ഇസ്രായേൽ ശ്രമിക്കുന്നത്. അങ്ങനെ ഇസ്ലാമുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും നടക്കില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇറാൻ എത്ര കാലങ്ങളായിട്ട് അവർ അമേരിക്കയുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? സാമ്പത്തികമായിട്ട് ഗുണമുണ്ടോ? ഇല്ല. അവർക്ക് എല്ലാതും നെഗറ്റീവാണ്. ഇപ്പൊ അവരുടെ മേലുള്ള ഇസ്രായേലിന് നേരെയുള്ള സാങ്ഷൻസ് കാരണം ഇസ്രായേലിന്റെ എണ്ണ അവർക്ക് വെക്കാൻ പറ്റില്ല, ഫോമലായിട്ട് വെക്കാൻ പറ്റില്ല, കള്ളക്കടത്തിലൂടെ വെക്കാൻ പറ്റും. ഇറാന്റെ കയ്യിൽ ഒരുപാട് എണ്ണയുണ്ട്, അവർക്ക് അതുകൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കാം. പക്ഷെ അവരതൊന്നും ചിന്തിക്കുന്നത് പറയല്ലേ, ഈ പ്രത്യയശാസ്ത്രം തലയിൽ കയറ്റി പോകുന്ന ഏത് വിഭാഗത്തിനെതിരെയും നിങ്ങൾ എന്ത് ചെയ്താലും അവരുടെ പ്രത്യയശാസ്ത്രം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ എത്ര നന്നായിട്ട് പെരുമാറിയാലും മോശമായിട്ട് പെരുമാറിയാലും അതങ്ങനെ പോകും. ആരിഫ് എന്തോ പറയാൻ വന്നു? അല്ല, ഞാൻ പറഞ്ഞത് ഇത്ര തന്നെയുള്ളൂ. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഹമാസിനെ ഒതുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഹമാസ് 2 ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ച് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ വേറെ സ്പെല്ലിംഗ് കിട്ട് വന്നൂടെ, ആൽഫബറ്റ്സ് ഇനി ബാക്കിയില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വരാം, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്നത്, ഇതിലേക്ക് ആളുകൾ വരുന്നത് ആരാണ്? ഈ മനുഷ്യന്മാർ തന്നെയല്ലേ. അവർക്കൊരു സന്ദേശം കൊടുക്കണ്ടേ? ഇത് പ്രശ്നമാണ്, നിങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ള ആളുകൾ ഇതേ അവിടെ ഉണ്ടേ നിന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ഹൂറികളുടെ ഒപ്പമാണ്. ആ മെസ്സേജ് കൊടുത്തേ പറ്റുള്ളൂ. അതിന് ചിലത് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. ഇനി ഒറ്റ കാര്യം ഇപ്പോൾ പറയുന്നത് എന്താണ്, പാലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ അംഗീകരിക്കല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാലാണ് ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്നാണ് ഇവർ. ഇത് ഇപ്പോഴാണ് അവർക്ക് തോന്നുന്നത്? ഇത് എന്നുപോലെ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ 19 നമ്മളുടെ എന്താണ് പീൽ കമ്മീഷൻ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഘട്ടത്തിലൂടെ എടുത്തു നോക്കി ബിൽ ക്ലിന്റൺ അവർക്ക് ഒരു പല പല ഓപ്ഷൻസ് പല സമയങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1948 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം വന്ന് ഇസ്രായേൽ അവരുടെ ആ രാജ്യവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അന്നും അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അറബ് നേഷൻസ് ആണ്. അപ്പോൾ ഇതിലെ എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ എവല്യൂഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ അറബികൾ മൊത്തത്തിലായിരുന്നു ആക്രമണം. ഇന്ന് അറബികൾ മൊത്തത്തിലല്ല. ഇന്ന് കുറച്ച് ഇപ്പുറത്ത് കിടക്കുന്ന ആളുകൾ, ഹമാസ് പോലെയുള്ള കുറച്ച് തീവ്രവാദ കൂട്ടങ്ങൾ മാത്രമേ ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് പിന്മാറി. കുറച്ച് കഴിയുമ്പോൾ അവർ പിന്മാറിക്കോളും. അത്ര തന്നെ നമുക്ക് ഇതിനകത്ത് കാണേണ്ട കാര്യമുള്ളൂ. ഹമാസിന്റെ ഒരു ഫൗണ്ടറിന്റെ മോൻ പറയുന്ന കേട്ടായിരുന്നോ? അതെ, മുസാബ് ഹസൻ. അറബികളുടെ തോൽവി, അതെ അറബികളുടെ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് അവർ വിക്ടിം കാർഡ് പ്ലേ ചെയ്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നാണ് അങ്ങേര് പറയുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ മാറുന്നേ. ഇവർക്ക് ഈ ഹമാസ് പോലെയുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അവിടെ ആളുകളെ കിട്ടാത്തൊരു കാലം വരും. അതിന് സമയമെടുക്കും. അതാണ് ഇതിൽ സംഭവിക്കുക. കാരണം തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള രാജ്യങ്ങൾ അവർ മുന്നോട്ട് പോകുന്നു, ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു, ഒരുപാട് മുസ്ലിങ്ങൾ അവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നാൽ പിന്നെ നമുക്കുള്ള ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞാൽ അവർ അവിടെ ജീവിക്കുന്നൊരു അവസ്ഥ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ അത് ഫ്രീ ആക്കി കൊടുത്താൽ പോലും വെസ്റ്റ് ബാങ്കും ഹമാസും തമ്മിൽ അടിയാണ്. അപ്പോഴോ അവർ തമ്മിൽ യോജിക്കുമോ? അതെ. അപ്പോൾ പലസ്തീൻ 1ഉം പലസ്തീൻ 2 ആയിട്ട് അവിടെ തന്നെ അവർ തിരിയും. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഇത് ആദ്യം ഇവർ തമ്മിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ. അതാദ്യം അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയണം. അത് സാധിക്കില്ല. അതിനുള്ള ഈ കാരണമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മതപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മതം തന്നെ പറയേണ്ടി വരുന്നത്. എന്നും അത് പറഞ്ഞ് നമുക്ക് മടുത്തതുകൊണ്ടാണ് ഇന്ന് മടുത്തു എന്ന് പറഞ്ഞ് വീഡിയോ പോലും ചെയ്യുന്നത്. ഇതിങ്ങനെ തുടരും, അതാണ് ഉണ്ടാവുക. പിന്നെ ഒരു ഡൗട്ടും കൂടെ, സമയം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ടപ്പേന്ന് ചോദിച്ചോ. ഈ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയും, ഇപ്പൊ ഇന്റർനാഷണൽ ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ CPM ഭയങ്കര റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിംസ് കയറുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് CPM അണിചേരുന്ന കുറച്ച് റാഡിക്കലൈസ്ഡ് എന്ന് ഞാൻ പറയില്ല, കുറച്ച് വിഗറസ് ആയിട്ടുള്ള മുസ്ലിംസ് കയറുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതില്
അതിന് ഡേറ്റ ഒന്നും നമുക്ക് അങ്ങനെ ഒപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് കയറി വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ഓൾ ദി തിങ്സ് ഐ സീ ഇൻ സോഷ്യൽ മീഡിയ. ഇത് നമ്മൾ പറയണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതലാരും പറയേണ്ട കാര്യമില്ലല്ലോ. ഡാറ്റ അത് തന്നെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി അല്ലേ, പുള്ളിയാണെന്ന് പറഞ്ഞത്. SDPIക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നന്ന് പറഞ്ഞത് തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ തന്നെ. അതുകൊണ്ട് അതൊരു അത്ഭുതമുള്ള കാര്യം, ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല. അത് ഡാറ്റ, അവർ പറഞ്ഞ ഡാറ്റ തന്നെയുണ്ട്. അവർ നിഷേധിച്ചാൽ നമുക്ക് നിഷേധിക്കാം, ഡാറ്റ തപ്പിപ്പോവാം. എനിക്കത് അറിഞ്ഞൂടായിരുന്നു, സോറി. യെസ്, അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത്, എനിക്ക് തോന്നുന്നു ആ വീഡിയോ എന്ന് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടി റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞത്. ഞാനും മുന്നേ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരാണ് ആദ്യം തുടങ്ങിയത്. അതെ, എൻ്റെ 2 വീഡിയോ പോയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. മുസ്ലിങ്ങളുടെ വീഡിയോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മിക്കവാറും വീഡിയോ റിപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല. MM അക്ബർ കോപ്പിറൈറ്റ് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ആഡ് റെസ്ട്രിക്ഷനാണ് കൂടുതലും വരിക അവർ ഈ റിപ്പോർട്ട് അടിച്ചിട്ട്. പക്ഷെ റിമൂവ് ചെയ്ത് പോയത് മറ്റവരുടെയാണ്. അത് ചോദിക്കലും പറച്ചിലൊന്നുമില്ല, അതങ്ങ് പോവും. ഈ SDPIക്കാര് സോറി ഒന്നും പറയണ്ട, ഞാൻ ഇടയ്ക്ക് ഓരോന്നും പറയുന്നതാണ്. SDPIക്കാര് എവിടെ കയറുന്നത്, അപ്പൊ പോലീസിൽ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ NIAക്ക് കേരള പോലീസിനെ അറിയിക്കാതെ, അതായത് കേരള പോലീസ് ലോകത്ത് വേണ്ട, ഇന്ത്യയിലെ മികച്ച ഫോഴ്സ് ആണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഫോഴ്സിനെ അറിയിക്കാതെയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികളൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? പലപ്പോഴും തീവ്രവാദ കേസുകളിലൊക്കെ, അപ്പോ കണ്ണൂർ മറ്റേ ആളെ പിടിച്ചല്ലോ, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ 1-ാം പ്രതി. അപ്പോ അതില് പോലും കേരള പോലീസ് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചിലപ്പോൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടാവും, കാരണം അവർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടാവും. പക്ഷെ മിക്ക ആളുകളെയും, ആ പ്രദേശത്തുള്ള ആളുകളൊന്നും അടുത്ത കേരള പോലീസിന്റെ ആളുകളെ ഒന്നും അറിയിക്കാതെയാണ് NIA വന്നിട്ട് പിടിച്ചോണ്ട് പോയത്. അപ്പോൾ ഇവര് ഈ SDPIക്കാര് മറ്റു പാർട്ടികളിലേക്ക് കയറുന്നു. BJPയിൽ വരെ കയറാം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, BJPയിൽ വരെ ഏറ്റവും അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി BJP ആണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായും EDയുടെയും NIAയുടെയും ഒക്കെ നിഴലിലാണ്. അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു സാധനം പറഞ്ഞോട്ടെ ബ്രോ, അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് രാഹുൽ ഈശ്വറും മുസ്ലിം ലീഗും ഒരുമിച്ചാ സംസാരിക്കുന്നത്, ഒരേപോലെയാ സംസാരിക്കുന്നത്. അതെ, രാഹുൽ ഈശ്വർ ഇപ്പോ എന്താ പറയാ, അയ്യോ രാഹുൽ ഈശ്വറിന്റെ കുറെ പുതിയ അടുത്തുള്ള സംവാദങ്ങളിലൊക്കെ എന്തൊക്കെയോ, അതായത് ഞാൻ നോക്കുമ്പോ രാഹുൽ ഈശ്വർ സംഖ്യകളുമായിട്ടാണ് സംവദിക്കുന്നത്. എന്ത് മുസ്ലിം മുഹമ്മദ് നബിയെ കുറിച്ച് ആണെന്ന് തോന്നുന്നു, ഇംഗ്ലീഷിലാണ്. ടിപ്പു സുൽത്താനെയൊക്കെ വെളുപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം. അതെ, അപ്പോ രാഹുൽ ഈശ്വറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാതും എടുക്കും. അതായത് ഈ ഇടയ്ക്ക് മറ്റേ 21 ആക്കണം വുമൻസ് മാരേജ് ഏജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നല്ലോ. അപ്പം രാഹുൽ ഈശ്വറും മുസ്ലിം ലീഗും ഒരുമിച്ചാ കൈക്ക് കൈ കൊടുത്താ നിൽക്കുന്നത്. അത് കറക്റ്റ് അല്ല. അല്ല, BJPയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ന്യൂനപക്ഷ മോർച്ച, അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന 2-3 ആൾക്കാർ ബീഹാറിൽ BJPയുടെ ഓഫീസിൽ ആ ഒരു ബോംബ് വെക്കുന്ന ഒരു പരിപാടിയായി ബന്ധപ്പെട്ട് ആ ബോംബ് പൊട്ടുന്നതിന് മുന്നേ പിടിച്ച്. പക്ഷെ അത് അവർ വലിയ വാർത്തയാക്കാനൊന്നും പോയില്ല, കാരണം അത് ഈ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന സാധനത്തിന് അവർക്ക് വലിയ തടസ്സമുള്ള കാര്യമാണ്. ഈ BJPയുടെ അകത്ത് തന്നെ അതിന് എതിർപ്പ് കുറേ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതിൽ കൂടെ വന്ന 2 ആൾക്കാരാണ് കാക്കാമാർ ഈ ബോംബ് വെക്കാൻ പോയത് BJPയുടെ ഓഫീസിൽ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ കനയ്യലാലും അങ്ങനെ തന്നെയല്ലേ? ഈ കനയ്യലാൽ, അതെ, പല ആളുകൾ മുസ്ലിം മഞ്ചിന്റെ ആൾക്കാരാണ് പോയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് അറുത്ത് കൊല്ലും. നുഴഞ്ഞുകയറ്റമാണ്, സംശയമില്ല. ലണ്ടനിൽ ഇപ്പൊ ലണ്ടൻ മേയർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്വിറ്ററിലൊക്കെ വന്ന വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ ഒക്കെ വിളിക്കുന്നത് ഇപ്പൊ ഒരു കൂട്ടർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മറ്റേ കൂട്ടർ തുടങ്ങും. ഞാൻ പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റേ ക്രിസ്ത്യൻ വലതുപക്ഷവും ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷവും ഇതേ പരിപാടി അവർ അപ്പുറത്തും തുടങ്ങും. അവര് പോലീസിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യും, അവര് മറ്റു മേഖലയിൽ കയറിയിട്ട് അവരുടെ ഐഡിയോളജി പുറത്തു പറയാൻ തുടങ്ങും. ഹിന്ദുക്കൾ അവർക്കൊരു എന്താ പറയാ കൺവെൻഷൻ ഹിന്ദുക്കൾക്ക് ഇല്ല. കാരണം ഹിന്ദുക്കൾ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടാണെങ്കിലും പൊതുവിൽ അങ്ങനെ ഒരു കാലമാണ് ഇനി ചിലപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്നത്. കാരണം ഒരു കൂട്ടർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് ഇപ്പോ ക്രിക്കറ്റ് കളിയുടെ ഇടയിൽ ജയ് ശ്രീറാം വിളിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമായി.
അപ്പോൾ ഈ സംഗതി എന്താ, അതിന് മുന്നേ അല്ലാഹു അക്ബർ വിളിക്കുകയും ഗ്രൗണ്ടിൽ നിന്ന് നിസ്കാരവും ഇതൊക്കെയായിരുന്നു അവിടെ പരിപാടി. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ജയ് ശ്രീറാം വിളി വന്നത്. അപ്പോൾ ഉടനെ വിഷയം ജയ് ശ്രീറാം വിളിച്ചതാണ്. എന്നിട്ട് അവർ പ്രശ്നം വന്നപ്പോൾ അവരെന്താ പറയണേ, കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണമെന്ന് പറയുന്ന ഒരു രീതി. ഇത് ഒരു ഹിന്ദുവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയല്. മുസ്ലിം അത് പറയില്ല. മുസ്ലിമിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണമെന്ന് പറയാൻ കഴിയില്ല. അവന് അവിടെ ദൈവത്തിനെ കൂട്ടിയിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. മറ്റത് അങ്ങനെയല്ല. അവരിതുവരെ വിളിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ വിളിച്ചത്. അപ്പോൾ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ, ഇതാണ്, ഞങ്ങൾ വിളിക്കും, ഇത് ഞങ്ങളുടെ രാജ്യമാണെന്നൊന്നല്ല അവർ പറഞ്ഞത്, കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പോകണമെന്ന് അവർ പറഞ്ഞത്. അതല്ലേ ന്യായമായ മറുപടി. പാകിസ്ഥാൻ ടീമിന്റെ വേൾഡ് കപ്പ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതെ അതെ. അല്ല, അപ്പോൾ അതാണ് അതിലെ കാര്യം. നമ്മളത് ഈ സംഘിവിരോധം എന്നൊക്കെ പറയുന്നത് അത് ആയിക്കോട്ടെ, അതിന് നമ്മൾ തടസ്സമൊന്നും പറയുന്നില്ല. പക്ഷേ അന്ധമായ ഒരു വിരോധത്തിൻ്റെ പേരിൽ ഇപ്പുറത്തുള്ള സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് കൂടി വരുമ്പോൾ അതൊരു ഇരട്ടത്താപ്പായിട്ട് മാറുകയാണ്. അവിടെയാണ് സംഘിക്ക് അത് കൂടുതൽ പ്രശ്നം വളം വെക്കുന്നത്. സംഘികളെ എതിർക്കുന്നുണ്ടെങ്കിൽ മറ്റവരെ എതിർക്കണം, എന്നാലേ അതിനൊരു ഇക്വാലിറ്റി ഉള്ളൂ. അല്ലാതെ ഒരു സൈഡിനെ മാത്രം അങ്ങനെയല്ല, കാര്യമില്ല. അതല്ല നമ്മൾ പറയുന്നത്. അതായത് സംഘിയെ എതിർക്കുന്നുണ്ടെങ്കിൽ സംഘി എന്തുകൊണ്ട് വളരുന്നു എന്ന് നോക്കിയിട്ട് അതിനെയും കൂടി എതിർക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അതിനെ എതിർത്താൽ അതിനെ എതിർത്താൽ സംഘിയെ എതിർക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ കോസിനെ എതിർത്താൽ എഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടാവും ഇല്ലല്ലോ. സംഘി എങ്ങനെ ഉണ്ടാവുന്നത്? അത്ര സംഘി എന്ന് പറഞ്ഞാൽ സംഘടന പോലെ ഇവിടെ എങ്ങനെ ഉണ്ടായത്? അത് അന്വേഷിച്ചാൽ പോരെ. അപ്പൊ അത് പറയാതെ നമ്മൾ ഇപ്പോൾ ഉള്ളതിനെ മാത്രം ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് നമുക്ക് വലിയ മനുഷ്യസ്നേഹിയായിട്ട് ചമയാനും ലിബറൽ ആണെന്ന് കാണിക്കാനും വർഗീയതക്കെതിരെ ഒരു വർഗീയതക്കെതിരെ നിൽക്കുന്ന ആളാണെന്ന് കാണിക്കാനും പിന്നെ എന്താണ് അങ്ങനെ ദേശസ്നേഹിയാണെന്ന് കാണിക്കാനൊക്കെ അത് നമുക്ക് പറ്റും. സംഖ്യ ഇങ്ങനെ ഇടയ്ക്ക് 4 തെറി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഇപ്പുറത്തെ ഈ സാധനം വന്ന് നമ്മൾ മുച്ചോട് മുടിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അതിലെ കഥ. ഓക്കെ, എന്തായാലും സന്തോഷം കയറിയതിൽ. കാണാം. യെസ്, ബൈ. യെസ്, ഓക്കെ. ക്ഷീണായി. അതെ, അശോകൻ അല്പം ക്ഷീണാകാം. നമുക്ക് ഇത് ഇടയ്ക്ക് തുടരാം. ഇടയ്ക്ക് ഇങ്ങനെ സമയമുള്ളപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഇന്ന് വേറെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനൊന്നൊരു മൂഡ് ഉണ്ടായില്ല. ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ എടുത്തെടുത്ത് നമ്മളും മടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കിയതാണ്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ആലോചിക്കണത് ഈ സമയത്തും 10-200 ആൾക്കാർ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അവരെയാണ് നമിക്കേണ്ടത്. ഏത് രാജ്യത്തിരുന്നിട്ടാണോ കാണുന്നത്? 2 മണി, എൻ്റെ ദൈവം. ഇതിനു മുന്നേ ഇങ്ങനെ ഇരുന്നത് ക്ലബ് ഹൗസ് ഉണ്ടായിരുന്ന കാലത്താണ്. ക്ലബ് ഹൗസിന്റെ തുടക്കത്തിൽ 2 മണി 3 മണി വരെ. അതെ, ഒരുപാട് സമയം. 5 മണി 6 മണി വരെ. അതെ, അത് കഴിഞ്ഞിട്ടാണ് അന്ന് പോയത്. ഗൾഫ് കാണികളാണ്, ഗൾഫ്, ജർമ്മനി എല്ലാ ആൾക്കാരും ഉണ്ട്. ഓക്കെ, വളരെ നന്ദി. ഇന്ന് എല്ലാ തവണയും ഇതുപോലെ നീങ്ങും എന്ന് വിചാരിക്കരുത്. ഇന്ന് ഇങ്ങനെ നീണ്ടു പോയതാണ്. വളരെ നന്ദിയുണ്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക്. ദുബായിൽ നിന്നുണ്ട് ആൾക്കാർ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കാണാം. എല്ലാവർക്കും അടുത്ത ലൈവിലേക്ക് സ്വാഗതം ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പോക്കരി, വിഘ്നേഷ്, താങ്ക് യു സോ മച്ച്. രണ്ടുപേരുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇത് വേണം കേട്ടോ, നമുക്ക് ഈ സെഷൻസ് വേണം. അതെ, ഇടയ്ക്ക് നമ്മളെ മറ്റേ അലിദാവയുടെ വീഡിയോയിലുള്ള മാതിരി മറ്റേ മുന്തിരിക്കൊലയൊക്കെ കൊണ്ടുവരാൻ ഒരാളുണ്ടായിരുന്നു. നല്ലതായിരുന്നു. വിശന്നിട്ട് ഞാനും അവരൊറ്റ ഇരിപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. വിശന്നിട്ട് വയ്യ. ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ, അപ്പൊ ആവട്ടെ. പക്ഷെ വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞല്ലോ. മനസ്സ് നിറഞ്ഞു. അതെ, മടുപ്പ് മാറി. അല്ല, ഒന്ന് എൻഡ് ചെയ്തോളൂ. ഇവിടുന്ന് എൻഡ് ചെയ്യുമ്പോൾ അവിടെ എൻഡ് ആവും. എന്നാലും അത് കഴിയുമ്പോൾ എൻഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. യെസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, മറ്റു രീതിയിൽ സപ്പോർട്ട് എല്ലാം മറക്കണ്ട. അപ്പോൾ ഗുഡ് നൈറ്റ്.